السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ويعبدون من دون الله ما لا يضرهم ولا ينفعهم ويقولون هؤلاء شفعاؤنا عند الله قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض سبحانه وتعالى عما يشركون. ഏറ്റവും പ്രിയങ്കരായ നാട്ടുകാരെ, രക്ഷിതാക്കളെ, ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങളെയും ഒക്കെ പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതാവസാനം വരെ തൗഹീദിൽ അടിയുറച്ചു നിന്ന് ശിർക്കിൻ്റെ നേരിയ ഒരു അംശം പോലും ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിച്ച് മുത്തഖീങ്ങളും മുവഹിദുകളുമായി ജീവിക്കുവാനും ഈമാനോടെ മരിക്കുവാനുമുള്ള മഹാഭാഗ്യം നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മോടൊക്കെ പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരി സഹോദരന്മാർ, ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നവർ, അല്ലാഹു തആല എല്ലാവർക്കും ക്ഷേമവും സമാധാനവും ഐശ്വര്യവും ബർക്കത്തുമെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരിച്ചുപോയ മുഴുവൻ വിശ്വാസികൾക്കും അവൻ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുവാനും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാഇൻ്റെയും ഔലിയാഇൻ്റെയും സുദീഖുകളുടെയും ശുഹദാഇൻ്റെയും സ്വാലിഹീകളുടെയും കൂടെ ഒരുമിച്ച് കൂടുവാനുമുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നമുക്കും കുടുംബത്തിനുമെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഈ ഒരു പട്ടിക്കാട് പ്രദേശത്ത് ഇങ്ങനെ ഒരു സവിശേഷമായ പ്രോഗ്രാം സംഘടിപ്പിച്ചു വന്നതിൻ്റെ ഉത്തരമിവിടെ വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞു. മുസ്ലിം സമുദായത്തിൽ എല്ലാവിധ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൊണ്ടുവരികയും
എന്തു വില കൊടുത്തും അത് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സംഘം ആളുകൾ. അതിനുവേണ്ടി ആയത്തുകളും ഹദീസുകളും വരെ തെറ്റായി ഉദ്ധരിക്കുകയും ദുർവ്യാഖ്യാനിക്കുകയും റഹ്മാനായ റബ്ബിലേക്ക് പോകേണ്ട പ്രാർത്ഥനാ കരങ്ങളെ വ്യത്യസ്തങ്ങളായ ന്യായങ്ങൾ പറഞ്ഞ് അല്ലാഹു അല്ലാത്തവരിലേക്ക് തിരിച്ചുവിടുകയും ചെയ്യുന്ന, അതിനുവേണ്ടി മാത്രം സ്ഥാപിതമായ ഒരു സംഘവും അതിൻ്റെ പ്രബോധകന്മാരും തീർച്ചയായും ഗുണകാംക്ഷയോടെ മാത്രം ഇസ്ലാമിക പ്രബോധനം ഏറ്റെടുത്ത് സമാധാനകാംക്ഷികളായി ജീവിക്കുന്ന, ആ നിലക്ക് പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടുള്ള സംസാരം പല പ്രദേശങ്ങളിലും എന്നതുപോലെ ഈ പ്രദേശത്തും സംഘടിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും അത് പ്രതികരിക്കാതിരുന്നാൽ ധാർമ്മികമായ ബാധ്യത നിർവഹണത്തിൽ വരുന്ന വീഴ്ച കൂടിയാണ് എന്ന തിരിച്ചറിവാണ് ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ ഇതിൻ്റെ സംഘാടകരായ മുജാഹിദുകളെ പ്രേരിപ്പിച്ചത്. മുജാഹിദ് പ്രസ്ഥാനവും സമസ്ത എന്ന് പറയുന്ന സംഘടനയും തമ്മിൽ നൂറുകണക്കായ വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് ശരിയാണ്. വിശ്വാസരംഗത്തെ അടിസ്ഥാന വിഷയങ്ങൾ മുതൽ കർമ്മ സംസ്കാര അനുഷ്ഠാന ആചാര മേഖലകളിൽ വിവിധങ്ങളായ വശങ്ങളിൽ സുന്നിയും മുജാഹിദും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെയൊക്കെ എന്താണ് അഭിപ്രായ വ്യത്യാസങ്ങളുടെ മർമ്മമെന്നത് നിഷ്പക്ഷമായി വിലയിരുത്തുന്ന ഏതൊരാൾക്കും ബോധ്യപ്പെടുമാറുള്ള പ്രബോധന സംരംഭങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം എല്ലാ കാലത്തും നിർവഹിച്ചിട്ടുമുണ്ട്. സംഘടനാപരമായി ഒരു പക്ഷേ ഇടക്കാലത്ത് ചില പ്രയാസങ്ങൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായെങ്കിലും 2002 ഒരു പിളർപ്പുണ്ടാവുകയും 2012 വീണ്ടും ചില വിവാദങ്ങൾ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാവുകയും ഇപ്പം അതിൻ്റെ പേര് വേറെ ചില നീക്കങ്ങൾ സംഘടനാ തലങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തപ്പോഴും ആദർശ സ്നേഹികളായ മുജാഹിദുകൾ തൗഹീദും സുന്നത്തും മുറുകെ പിടിക്കുകയും അത് പ്രതികൂല സാഹചര്യങ്ങളെ വകവെക്കാതെ സമൂഹത്തിൽ പച്ചയായി പ്രഖ്യാപിക്കുകയും ചെയ്തു പോന്ന ചരിത്രമാണ് കാണാൻ സാധിക്കുക. പ്രശ്നങ്ങളും പ്രയാസങ്ങളും മുസ്ലിങ്ങൾക്ക് സ്വാഭാവികമാണ്. വിശിഷ്യ ദീനുപ്രകാരം ജീവിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള, ഖുർആനും സുന്നത്തും ജീവിതത്തിലെ പ്രമാണമായി സ്വീകരിക്കുന്ന, അതുപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും എതിർപ്പുകളും പരിഹാസങ്ങളും ആക്ഷേപവാക്കുകളും ഉണ്ടാകും. അതുണ്ടായ ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു പുത്തരിയല്ല, അതിന് വലിയ കാര്യമായി മുജാഹിദ് പ്രസ്ഥാനം കാണുന്നുമില്ല. അതേസമയം ഇത്രയും കാലം മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഏറ്റവും വലിയ എതിരാളികൾ പോലും പറഞ്ഞിട്ടില്ലാത്ത, പറയാൻ ധൈര്യം കാണിക്കാത്ത, ഒരല്പമെങ്കിലും സത്യത്തിൻ്റെ അംശത്തോട് കൂറുപാലിക്കണമെന്ന് മനസ്സാക്ഷിയുള്ള, അങ്ങനെ വിചാരിക്കുന്ന ഒരാൾക്ക് പോലും മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാൻ കഴിയാത്ത ചില ആരോപണങ്ങൾ, അവർ തീവ്രവാദികളാണ് എന്നും ഭീകരവാദികളാണ് എന്നും അവരാണ് ലോകം മുഴുക്കെയുള്ള തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ആളുകളെന്നും ലോക മുസ്ലിങ്ങൾ ഒന്നിച്ചു തള്ളിക്കളഞ്ഞ ഇസ്ലാമിന് ശത്രുക്കളെന്ന് അറഫ മൈതാനിൽ വെച്ച് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി അബ്ദുൽ അസീസ് അലു ഷെയ്ഖ് ഹഫിദഹുല്ല ജനലക്ഷങ്ങളെ, ലക്ഷക്കണക്കായ ഹാജിമാരെ സാക്ഷികളാക്കി അറഫ മൈതാനിയിലെ അറഫ ഖുതുബയിൽ വെച്ച് പ്രഖ്യാപിച്ച IS എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ എതിരാളികളും ശത്രുക്കളുമായ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുവാനായി ബോധപൂർവം ചില ജൂത തലകളിൽ രൂപം പ്രാപിച്ച ആ ഭീകര സംഘടനയിലേക്ക് പോലും മുജാഹിദ് പ്രസ്ഥാനത്തെ ചേർത്തിപ്പെടുകയും മുജാഹിദുകളാണ് ആ ISന്റെ വക്താക്കളെന്നും അവരാണ് ISന്റെ ആശയം പ്രചരിപ്പിക്കുന്നവരെന്നും വരെ യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ ഫൈസിയാണെന്ന് പറയുന്ന, ഒരു സമൂഹത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നുവെന്ന് പറയുന്ന ഒരു മനുഷ്യൻ
ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനത്തിലെ ഏറ്റവും ഉത്തരവാദപ്പെട്ട ഒരു വേദിയിൽ വെച്ച്, അതും സമൂഹം പൊതുവെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യത്യസ്തരായ നേതാക്കന്മാരെ സാക്ഷിയാക്കിക്കൊണ്ട് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെ ചില ഇടപെടലുകൾ അനിവാര്യമാണ്. അത് ദീനിയായി മതപരമായി നിർവഹിക്കേണ്ട ഒരു ബാധ്യത കൂടിയാണ് എന്ന തിരിച്ചറിവാണ് ഈ നിലക്കുള്ള ഒരു വിശദീകരണ യോഗത്തിലേക്ക് ഇതിനെ സംഘാടകരെ എത്തിച്ചത് എന്ന് കൂടി ആമുഖമായി സൂചിപ്പിക്കട്ടെ. യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ കേരള മണ്ണിൽ സമസ്ത എന്ന് പറയുന്ന സംഘമുണ്ടായതും മുജാഹിദുകൾ എന്ന് പറയുന്ന ഒരു സംഘം ഇവിടെ ഉണ്ടായി വന്നതും? അടിസ്ഥാനം അവിടെയാണല്ലോ. മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൽ സംഘടനാപരമായ ഒരു കൃത്യമായ അടുക്കോടും ചിട്ടയോടെയും പ്രവർത്തനം ആരംഭിച്ച കാലത്താണെങ്കിലും ഇനി അതിനു മുമ്പ് സംഘടനാ സംവിധാനമൊന്നുമില്ലാതെ ചില പണ്ഡിതന്മാരുടെ പ്രബോധന സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച കാലഘട്ടങ്ങളിലാണെങ്കിലും മുജാഹിദ് പ്രസ്ഥാനം ഏറ്റവും അടിസ്ഥാനപരമായി സമൂഹത്തെ പഠിപ്പിച്ച ഒന്നാമത്തെ ആശയം എന്തായിരുന്നു? റഹ്മാനായ റബ്ബിനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവനോട് മാത്രം സഹായമർത്ഥിക്കുക, അവൻ്റെ പേരിൽ മാത്രം നേർച്ച നേടുക, അവൻ്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക, അവനെ മാത്രം അദൃശ്യ മാർഗത്തിൽ ഭയപ്പെടുക, അവനെ മാത്രം അദൃശ്യ മാർഗത്തിൽ പ്രതീക്ഷിക്കുക. കാരണം ആ റബ്ബിന് മാത്രമേ അദൃശ്യമായ വഴിയിൽ, അഭൗതികമായ വഴിയിൽ, മറഞ്ഞ വഴിയിൽ, കാരണങ്ങൾക്കതീതമായ വഴിയിൽ നമ്മെ സഹായിക്കുവാനും നമുക്ക് ദോഷങ്ങൾ വരുത്തുവാനും ആ റബ്ബിന് മാത്രമേ സാധിക്കൂ. മറ്റൊരാൾക്കും സാധ്യമല്ല. ഒരു നബിയിനും ഒരു വലിയനും ഒരു ഷഹീദിനും ഒരു സ്വാലിഹിനും ഒരു മലക്കിനും ഒരു ജിന്നിനും ഒരു മഹാനും ഒരു ബാവയ്ക്കും ഒരു ബീവിക്കും ഒരു തങ്ങൾക്കും ഒരു ദർഗക്കും ഒരു ജാറത്തിനും ഒരൊറ്റ സൃഷ്ടിക്കും ഒരു കല്ലിനും മരത്തിനും ഒന്നും തന്നെ ഒരു സൃഷ്ടിക്കും തന്നെ റഹ്മാനായ റബ്ബിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട യാതൊരു സൃഷ്ടിക്കും തന്നെ മനുഷ്യ ജീവിതത്തിൽ അദൃശ്യമായി ഇടപെടുവാൻ, അഭൗതികമായി ഇടപെടുവാൻ, മറഞ്ഞ വഴിയിൽ ഇടപെടുവാൻ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യ ജീവിതത്തിൽ ഇടപെടുവാൻ സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅ്തിയ ലിമാ മനഅത്. അല്ലാഹുവേ, നീ നൽകിയാൽ തടയാൻ ആരുമില്ല, നീ തടഞ്ഞാൽ നൽകാനുമാണില്ല. അല്ലാഹുവാണ് നൽകുന്നവൻ, അല്ലാഹുവാണ് പിടിച്ചു വെക്കുന്നവൻ, അല്ലാഹുവാണ് നൽകുന്നവൻ, അല്ലാഹുവാണ് തടയുന്നവൻ. അതെ, ആ അല്ലാഹു തആല നൽകിയാൽ തടയാൻ സാധിക്കുന്ന ഒരു സൃഷ്ടിയും തന്നെ ലോകത്തില്ല. അല്ലാഹു തആല നൽകാത്ത എന്തെങ്കിലും ഒന്നിനെ വാങ്ങിത്തരാൻ സാധിക്കുന്ന ഒരു സൃഷ്ടിയും തന്നെ ലോകത്തില്ല. റഹ്മാനായ റബ്ബാണ് എല്ലാത്തിൻ്റെയും ഉടമ, അവനാണ് ഉപകാരോപദ്രവങ്ങളുടെ ഉടമ എന്ന ആ അടിസ്ഥാന ആശയമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. അതെ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ വ്യത്യസ്തങ്ങളായ ആയത്തുകളിൽ ആ ആശയം നമ്മെ പഠിപ്പിച്ചു. അല്ലാഹു തആല നിനക്ക് വല്ല ദുരിതങ്ങളും നിനക്ക് ബാധിപ്പിക്കുന്നുവെങ്കിൽ അത് ഇല്ലാതാക്കി തരുന്ന, അത് കശ്ഫ് ചെയ്യുന്ന, നീക്കിത്തരുന്ന ഒരാളും തന്നെ ഇല്ല. ഇനി വല്ല റഹ്മത്തും അല്ലാഹുവിനക്ക് നൽകുന്നുവെങ്കിൽ ഫലാ മുംസിക ല, അല്ലാഹുവിന്റെ റഹ്മത്തിനെ പിടിച്ചു വെക്കാൻ കഴിയുന്നവരും ഇല്ല എന്ന ആശയം ഉൾക്കൊള്ളുന്ന എത്രയെത്ര വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. മുജാഹിദ് പ്രസ്ഥാനം അന്നും ഇന്നും ഇൻഷാ അല്ലാഹ് എന്നും ഈ സമൂഹത്തോട് അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്ന ആശയം അത് തന്നെയാണ്. റഹ്മാനായ റബ്ബിനെ മാത്രമേ അദൃശ്യമായി ഭയപ്പെടാവൂ, റഹ്മാനായ റബ്ബിൽ നിന്ന് മാത്രമേ ബറക്കത്തുകൾ ലഭിക്കൂ, റഹ്മാനായ റബ്ബിനെ മാത്രമേ അദൃശ്യമായി പ്രതീക്ഷിക്കാവൂ, റഹ്മാനായ റബ്ബ് മാത്രമേ അദൃശ്യമായി ഗുണം ചെയ്യൂ, റഹ്മാനായ റബ്ബ് മാത്രമേ അദൃശ്യമായി ദോഷങ്ങൾ വരുത്തുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രതീക്ഷയിൽ അധിഷ്ഠിതമായ തേട്ടങ്ങൾ റബ്ബിനോട് മാത്രമാകണം. ആ പ്രതീക്ഷയിൽ അധിഷ്ഠിതമായ സഹായാർത്ഥനകൾ റബ്ബിനോട് മാത്രമാകണം. ആ പ്രതീക്ഷയിൽ അധിഷ്ഠിതമായി ഉണ്ടാകുന്ന നേർച്ചകൾ, വഴിപാടുകൾ, ബലികർമ്മങ്ങൾ, സത്യം ചെയ്യലുകൾ, മറ്റു ആരാധനാകർമ്മങ്ങൾ എല്ലാം ആ റബ്ബിൻ്റെ പേരിൽ മാത്രമാകണം. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് തൗഹീദ് എന്ന് ഈ സമൂഹത്തെ അടിസ്ഥാനപരമായി പഠിപ്പിക്കാനാണ് മുജാഹിദ് പ്രസ്ഥാനം അത് സംഘടനാപരമായ രൂപം കൊണ്ട കാലത്തും അതിനു മുമ്പും അതിനു ശേഷവും എല്ലാം ഇവിടെ ഏറ്റവും ആത്യന്തികമായി പണിയെടുത്തത്. എന്നാൽ മറുഭാഗത്ത് ആലോചിച്ചാൽ സമസ്ത എന്ന് പറയുന്ന ഒരു സംഘം ഈ കേരള മണ്ണിൽ മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായി വന്നിട്ട് ഈ ആശയങ്ങൾക്ക് അപ്പുറത്ത് സമസ്തക്കാർക്ക് എന്താണ്
സമൂഹത്തോട് പറയാനുണ്ടായിരുന്നത്. എന്തൊരാശയമാണ് ആ സമസ്ത വിഭാഗം ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. അള്ളാഹു അല്ലാത്തവരോട് തേടാമെന്നായിരുന്നില്ലേ? അള്ളാഹിനെ പരിചയപ്പെടുത്താനാണോ അവർ ശ്രമിച്ചത്? ഒരിക്കലുമല്ല. റബ്ബിനോട് പ്രാർത്ഥിക്കാവൂ, ഞങ്ങൾക്കും തർക്കമില്ലെന്ന് പറയുന്നുവെന്നല്ലാതെ ഇക്കാലം അത്രയുമായിട്ട് എവിടെയെങ്കിലും ഏകദേശം 100 കൊല്ലത്തോളം നീണ്ടു നിൽക്കുന്ന ഈ 2 പ്രസ്ഥാനങ്ങളുടെയും പ്രവർത്തന കാലഘട്ടം പരിശോധിക്കുമ്പോൾ ഈ 100 കൊല്ലങ്ങളിൽ മുജാഹിദ് പ്രസ്ഥാനം ലക്ഷക്കണക്കായ പ്രഭാഷണങ്ങൾ നാടുകളിൽ സംഘടിപ്പിച്ചു. പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന വിഷയത്തിൽ. എന്നാൽ സമസ്തക്കാർ ഒരൊറ്റ പ്രസംഗമെങ്കിലും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന ഹെഡിങ്ങിൽ ഒരു പ്രസംഗമെങ്കിലും സമസ്തയുടെ 90 കൊല്ലത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ 1926 രംഗത്ത് വന്ന് 2017 91 കൊല്ലമാണല്ലോ സമസ്ത എന്ന് പറയുന്ന സംഘം രൂപീകൃതമായിട്ട്. എങ്കിൽ കഴിഞ്ഞ 90 കൊല്ലങ്ങളിൽ എവിടെയെങ്കിലും ഒരൊറ്റ സ്ഥലത്തെങ്കിലും ഒരു നോട്ടീസെങ്കിലും ഒരു പ്രസംഗമെങ്കിലും പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന ഹെഡിങ് വെച്ചുകൊണ്ട് സംഘടിപ്പിച്ച ചരിത്രം ഈ സമസ്തക്കുണ്ടോ? ഇല്ല എന്ന കാര്യം തീർച്ചയാണ്. മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ എല്ലാ കാലത്തും സംഘടനാപരമായും തളർച്ചയുണ്ടായപ്പോഴും സംഘടനാപരമായും വളർച്ചയുണ്ടായപ്പോഴും സംഘടനാപരമായും എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഉള്ളിൽ നീറിപ്പുകയുന്ന സമയങ്ങളിൽ പോലും അതൊന്നും വകവെക്കാതെ പുറത്തേക്കിറങ്ങി സമൂഹത്തെ ഈ ദീനിന്റെ അടിസ്ഥാന പാഠം പഠിപ്പിക്കാൻ തന്നെയല്ലേ മുജാഹിദ് പ്രസ്ഥാനം പരിശ്രമിച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് ഓരോന്നെടുത്താലും വിശുദ്ധ ഖുർആന്റെ ആശയങ്ങളെ, അതിൻ്റെ അർത്ഥങ്ങളെ, അതിൻ്റെ വ്യാഖ്യാനങ്ങളെ പഠിക്കണമെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്. സമസ്ത പഠിപ്പിച്ചതോ പഠിക്കേണ്ടതില്ല എന്നായിരുന്നുവല്ലോ. തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന്, ഖുർആൻ പരിഭാഷ പാടില്ലെന്ന് പഠിപ്പിച്ചുകൊണ്ട് പുസ്തകമിറങ്ങിയത് ഈ കേരള മണ്ണിലല്ലാതെ ലോകത്ത് വേറെ എവിടെയാണ് കൂട്ടരെ കാണാൻ സാധിക്കുക? മലയാളത്തിലല്ലാതെ വേറെ ലോകാംഗീകൃതമായ ഏതെങ്കിലും പ്രദേശങ്ങളിൽ ലോകത്ത് സ്വീകാര്യനായ ഏതെങ്കിലും പണ്ഡിതൻ വിശുദ്ധ ഖുർആന്റെ അർത്ഥം പഠിക്കേണ്ടതില്ല, ആശയം പഠിക്കേണ്ടതില്ല എന്ന് പുസ്തകം എഴുതി സമൂഹത്തെ ബോധവൽക്കരിച്ച ഒരു ചരിത്രമുണ്ടായിട്ടുണ്ടോ? കേരളത്തിൽ മാത്രം, മലയാള ഭാഷയിൽ മാത്രം സമസ്ത എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം മാത്രമാണ് അങ്ങനെ ഒരു കൃത്യത്തിന് ധൈര്യം കാണിച്ചത്. അങ്ങനെ തുടങ്ങി ഓരോന്നെടുത്താലും ഖുർആനും ഹദീസും പ്രമാണമാണോ അല്ലേ എന്ന വിഷയത്തിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്ന ഒരു സാഹചര്യമല്ലേ സമസ്തക്കുണ്ടായിരുന്നത്. ഇന്നും ഖുർആനും സുന്നത്തും എന്നത് ഒരു അടിസ്ഥാന പ്രമാണമായി വാക്കുകളിൽ സ്വീകരിക്കുന്നുവെന്നല്ലാതെ ഖുർആനും ഹദീസും തെളിവായി സ്വീകരിക്കാൻ ഈ സമൂഹത്തെ പാകപ്പെടുത്താൻ ഇന്നും അവർ ധൈര്യം കാണിച്ചിട്ടില്ല. പകരം ഏതെങ്കിലും മദ്ഹബിന്റെ കിതാബുകൾ, ഏതെങ്കിലും പിൽക്കാലത്ത് എഴുതപ്പെട്ട ഏതെങ്കിലും വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ, ത്വരീഖത്തിലെ ശൈഖുമാർ പറയുന്ന ചില ഫത്വകൾ, അതൊക്കെ അടിസ്ഥാന പ്രമാണമായി സ്വീകരിക്കുന്ന മട്ടാണല്ലോ ഇന്നും അവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. 100 കണക്കായ ത്വരീഖത്തുകൾ, ആ ത്വരീഖത്തിലെ ശൈഖുമാർ എന്താണോ പറഞ്ഞു കൊടുക്കുന്നത്, എന്താണോ പ്രചരിപ്പിക്കുന്നത്, അതിനെ ആദർശമായി സ്വീകരിക്കുന്നവർ. ജാമിഅ നൂരിയ എന്ന ഈ സ്ഥാപനത്തിൻ്റെ പരിസരത്ത് നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ആ സ്ഥാപനത്തിൽ വെച്ച് തന്നെ അവിടുത്തെ സന്തതിയായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിന് ഖണ്ഡനം കൂടിയായി സംസാരിക്കുമ്പോൾ ആ പേര് പോലും വന്നത് എങ്ങനെ? ജാമിഅ നൂരിയ എന്ന ആ പേര് പോലും എന്തർത്ഥത്തിലാണ് എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഹൈദരാബാദിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് ഈ മുസ്ലിം ഉമ്മത്തിനെ ത്വരീഖത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ച നൂരിഷാ തങ്ങൾ എന്ന് പറയുന്ന ഒരു ഷെയ്ഖ് ഹൈദരാബാദിൽ നിന്ന് ഇവിടെ ഇറക്കുമതി ചെയ്യുകയും അയാൾ വലിയ ഷെയ്ഖായി പരിചയപ്പെടുത്തുകയും മൊത്തം മുസ്ലിമീങ്ങളോട് ഈ നൂരിഷാ തങ്ങളെ ബൈഅത്ത് ചെയ്യാൻ, നൂരിഷാ തങ്ങളുടെ കീഴിൽ മുരീദായി കൂടാൻ ആഹ്വാനം ചെയ്യുകയും അങ്ങനെയാണല്ലോ ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടായത്. അതല്ലേ ആ പേര് ഇന്നും നിലനിൽക്കുന്നത്, ജാമിഅ നൂരിയ എന്നത്. കുറച്ചു കാലം മുന്നോട്ട് പോയപ്പോൾ ആ നൂരിഷാ തങ്ങളുടെ വളർച്ച ഒരു പക്ഷേ തങ്ങളിൽ പലർക്കും തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടാൻ, തങ്ങളുടെ മേൽക്കോയ്മ ഇല്ലാതാവാൻ നിമിത്തമാകുമോ എന്ന് ഭയപ്പെട്ടപ്പോൾ അതേ നൂരിഷാ തങ്ങൾ കാഫിറാണ് എന്ന് മുദ്ര കുത്തിയിട്ട്, ആ നൂരിഷാ തങ്ങൾ മുസ്ലിം അല്ലെന്ന് മുദ്ര കുത്തിയിട്ട്, നൂരിഷാ തങ്ങളുടെ ത്വരീഖത്ത്, നൂരിയ ത്വരീഖത്ത് ശരിയല്ലെന്ന് ഈ സമുദായത്തോട് തിരിച്ചു പറഞ്ഞിട്ട് ആ നൂരിഷാ തങ്ങളെ ഇവിടുന്ന് കെട്ടിച്ചിട്ട് ആ സ്ഥാപനം കൈയടക്കി വെച്ച മനുഷ്യന്മാർ അവരാണ് തിരിഞ്ഞു നിന്നിട്ട് അതേ വേദിയിൽ വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ മോശക്കാരാക്കാൻ, മുജാഹിദ് പ്രസ്ഥാനം ഈ പൈതൃകത്തെ മുഴുവൻ തള്ളിയവരും ഈ സമൂഹത്തിന്റെ പാരമ്പര്യത്തെ മുഴുവൻ തള്ളിക്കളഞ്ഞവരും അവരെയെല്ലാം കാഫിറാക്കിയവരാണ്,
മുസ്ലിക്കാക്കിയവരാണ് എന്നുള്ള ആരോപണവുമായി രംഗത്ത് വരുന്നത് എന്നുള്ളത് എത്രമാത്രം വിരോധാഭാസമാണ്. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് ഈ രണ്ട് സംഘങ്ങൾ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ 1921 കേരള മുസ്ലിം ഐക്യസംഘമുണ്ടായി, 22 കേരള ജംഇയ്യത്തുൽ ഉലമയുണ്ടായി, 26 ആ ജംഇയ്യത്തുൽ ഉലമ എന്ന ആ ഒന്നാമത്തെ സംഘടനയുടെ ഒരു ബദലായി റിബലായിക്കൊണ്ട് മറ്റൊന്നുണ്ടാകുന്നത്. അതാണല്ലോ സമസ്ത അഥവാ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മുസ്ലിം കേരളത്തിലെ പണ്ഡിതന്മാരുണ്ടാൽ രൂപീകരിക്കപ്പെട്ട ഒന്നാമത്തെ മതസംഘടന. ആ മതസംഘടനയ്ക്ക് റിബലാകാൻ വേണ്ടി 5 കൊല്ലം കഴിഞ്ഞ് 1926 സമാനമായ പേരിൽ മറ്റൊന്ന് തട്ടിക്കൂട്ടി അതിനും പേരിട്ടു കേരള ജംഇയ്യത്തുൽ ഉലമ. പക്ഷേ ഒരേ പേരിൽ 2 സംഘടനകൾ രജിസ്റ്റർ ചെയ്യാൻ സാധ്യമല്ലെന്ന് മനസ്സിലായപ്പോൾ പിന്നെ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഒരു വാക്കെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്തെങ്കിൽ രജിസ്ട്രേഷൻ കിട്ടുമെന്ന് മനസ്സിലായപ്പോഴാണ് അതിൻ്റെ ഇപ്പുറത്ത് ഒരു സമസ്ത എന്ന പേര് കൂട്ടിയിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാക്കി മാറ്റി 26 അങ്ങനെ സംഘമുണ്ടാകുന്നത്. എന്നിട്ടാണ് പറയുന്നത് എന്തിനാണ് അന്നുണ്ടായി 21 ഐക്യസംഘവും 22 കേരള ജംഇയ്യത്തുൽ ഉലമയും രൂപീകൃതമാവുകയും കേരള മുസ്ലിമീങ്ങൾക്ക് കൃത്യമായ ബോധം നൽകാൻ ശ്രമിക്കുകയും ഖുർആനിലേക്ക്, സുന്നത്തിലേക്ക്, തൗഹീദിലേക്ക്, ഈമാനിലേക്ക് സമൂഹത്തെ ക്ഷണിക്കുകയും അന്ധവിശ്വാസങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, അത് ആ നിലയ്ക്കുള്ള അനിസ്ലാമികമായ പ്രവണതകൾക്കെതിരെ, തീവ്രവാദ ഭീകരവാദ ചിന്താഗതികൾക്കെതിരെ അതിശക്തമായി ഈ സമൂഹത്തെ ബോധവൽക്കരിക്കുകയും ഈ രാജ്യത്തിന് വേണ്ടി പോരാടാൻ സമുദായത്തെ ഉത്ബോധിപ്പിക്കുകയും ചെയ്ത മുജാഹിദ് പ്രസ്ഥാനം അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഏകോപിപ്പിച്ച് നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരായി ഇവിടെ പോരാട്ടങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ മുന്നിൽ നിന്ന അന്നത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരായ ആളുകൾ, ഈ മൊയ്ദ് മൗലവിയെ പോലെയുള്ള, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലുള്ള, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലുള്ള അന്നത്തെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ, അവരൊക്കെ ഈ രാജ്യത്തിന് വേണ്ടി പോരാടുന്ന ആ പോരാട്ടങ്ങളിൽ ഭാഗവാക്കായപ്പോഴും അവിടെയും ഒരു തിരിച്ച് റിബലായ നിലപാട് സ്വീകരിച്ച ആളുകൾ. അതല്ലേ യഥാർത്ഥത്തിൽ സമസ്ത എന്ന് പറയുന്ന ആ സംഘത്തിന് ഒരു പൈതൃകമായി അവകാശപ്പെടാനുള്ളത്. എന്നിട്ട് അവരാണ് ഇപ്പം തിരിഞ്ഞു കൊത്തിയിട്ട് മുജാഹിദുകളുടെ ദേശസ്നേഹവും മുജാഹിദുകളുടെ രാജ്യസ്നേഹവുമൊക്കെ ചോദ്യം ചെയ്യാനും മുജാഹിദുകൾ തീവ്രവാദികളും ഭീകരവാദികളുമാണ് എന്ന് ആരോപിക്കാനുമൊക്കെ രംഗത്ത് വരുന്നത് എന്നത് ചരിത്രമറിയുന്ന, ചരിത്രം വായിച്ചിട്ടുള്ള, ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ബോധമെങ്കിലുമുള്ള ആളുകളെങ്കിലും അവയൊക്കെ തിരിച്ചറിയുമെന്ന സമാധാനമേ സഹോദരങ്ങൾ ഞങ്ങൾക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. ഏതായിരുന്നാലും പറഞ്ഞു വന്നത് എല്ലാ അന്ധവിശ്വാസങ്ങളെയും അരക്കിട്ടുറപ്പിക്കാൻ, എല്ലാ അനാചാരങ്ങളെയും അരക്കിട്ടുറപ്പിക്കാൻ തന്നെയാണ് ആ സംഘം ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം തീർച്ചയാണ്. അവിടെ പ്രവർത്തന ചരിത്രം അതാണ് അറിയിക്കുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, അള്ളാഹു അല്ലാത്തവരെ വിളിക്കാനാണ് 1-ാം തീയതി മുതൽ തന്നെ സമസ്ത പഠിപ്പിച്ചത്. റബ്ബിനെ മാത്രമേ വിളിക്കാവൂ എന്ന് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞപ്പോൾ അല്ല, റബ്ബല്ലാത്തവരെയും വിളിക്കാമെന്ന് ന്യായം പറയുകയും അത് തെളിവുണ്ടാക്കുകയും എന്നിട്ട് ഇലാഹാണെന്ന വിശ്വാസമില്ലെങ്കിൽ, സ്വയം കഴിവുണ്ട് എന്ന വിശ്വാസമില്ലെങ്കിൽ, അള്ളാഹു കൊടുത്ത കഴിവില്ലെന്ന് ചോദിക്കുന്നുള്ളൂവെന്ന ആ നിലയ്ക്ക് സഹായിക്കൂവെന്ന വിശ്വാസമാണെങ്കിൽ അതൊന്നും പ്രശ്നമില്ലെന്ന്, അത് ശിർക്കല്ലെന്ന്, അനിസ്ലാമികമല്ലെന്ന് പഠിപ്പിക്കുകയും ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന തേട്ടം വരെ അള്ളാഹു അല്ലാത്തവരോട് തേടാമെന്ന് വരെ വിശ്വസിക്കുകയും ചെയ്യുന്നിടത്തേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിച്ചു. ഈ പ്രസംഗിച്ച ഹമീദ് ഫൈസി അമ്പലക്കടവ് അടക്കം പഠിപ്പിച്ച എന്താ? റബ്ബിനോട് തേടിയാൽ അത് KSRTC പോലെ, റബ്ബല്ലാത്തോട് തേടിയാലോ അത് ബെൻസ് കാർ പോലെ എന്നാണ്. എങ്ങനെ? റബ്ബിനോട് തേടിയാൽ അത് KSRTC പോലെയാണ്, റബ്ബല്ലാത്തോട് തേടുന്നുവെങ്കിലോ അത് നല്ല സുഖകരമായ ബെൻസ് കാറിൽ സഞ്ചരിക്കും പോലെയാണ് എന്ന് പോലും ഈ സമുദായത്തെ പഠിപ്പിച്ച ആളുകളാണ് ഇവിടെ വന്നിട്ട് ചരിത്രം പ്രസംഗിക്കുന്നത് എന്നുള്ളത് വിരോധാഭാസമാണ് സഹോദരങ്ങളെ. ഈ നാട്ടുകാർക്ക് വേണ്ടി ഹമീദ് ഫൈസിയുടെ ആ ഒരു സംസാരത്തിൻ്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത്രയേറെ അപകടം പിടിച്ച ആശയമാണ് അവർ പ്രചരിപ്പിച്ചത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ശ്രദ്ധിക്കുക നിങ്ങൾ. ചോദ്യം: ഇസ്തിഗാസയുടെ ശർഈയായ ഹുക്മ് എന്താണ്? ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ വല്ല പ്രതിഫലവും ഉണ്ടോ എന്നാണ്. ഇസ്തിഗാസയെക്കുറിച്ച് ലോക മുസ്ലിം ജനസമൂഹം ഇത്രയും കാലം അംഗീകരിച്ചു വരുന്ന നിലപാടും സമസ്ത കേരള ജംഇയ്യത്തുൽ വിശദീകരണവും ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. തവസ്സുൽ സുന്നത്താക്കപ്പെട്ട കാര്യമാണ്. തബറുക്ക് സുന്നത്താക്കപ്പെട്ട കാര്യമാണ്.
അപ്പോൾ ഇസ്തിഗാസ ഇസ്ലാമിൽ സുസമ്മതമായി സ്ഥിരീകരിക്കപ്പെട്ട കാര്യമാണ്. ശറിയ ഹുക്കുമാണ്, അനുവദിക്കപ്പെട്ടതാണെന്നുള്ളത്. അപ്പോൾ തഹീറിനെ തേടിയാൽ, ഖിതാബ് തഹീറിനെ തേടിക്കഴിഞ്ഞാലാണ് ഇബാഹത്ത് വരുന്നത്. അപ്പോൾ തഹീറിനെ തേടുമ്പോൾ, തഹീർ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പ്രവർത്തിക്കല്ല. ഇത് ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല. അപ്പോൾ ചെയ്താലും കുഴപ്പമില്ല, ചെയ്തില്ലേലും കുഴപ്പമില്ല എന്ന് പറയുന്നപ്പോൾ പിന്നെ എന്താണ് അപ്പോൾ വരുന്ന ഉസ്താദിൻ്റെ അഭിപ്രായം എന്താണ്? അത് അപ്പോൾ പ്രതിഫലം ഉണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുന്നത് അനുവദനീയം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഹലാലായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ തഹീറാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണ്ടെങ്കിൽ ചെയ്യാം. അങ്ങനെ തന്നെയാണ് അതിൻ്റെ വിധി, ഒരു സംശയവുമല്ല. പിന്നെ ചോദിക്കാവുന്ന അടുത്ത ചോദ്യം എന്തെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കണം. പ്രതിഫലം, ഒരു കാര്യം ഹലാലായ കാര്യത്തിന് സതുദ്ദേശപരമായി ചെയ്യുകയാണെങ്കിൽ പുണ്യം കിട്ടുമെന്നല്ലാതെ ഹലാൽ എന്നതിൽ അനുവദിക്കപ്പെട്ടത് എന്നതിൽ പുണ്യം കിട്ടൂല. പുണ്യം കിട്ടൂല എന്നാണ് പറഞ്ഞത്. അതെ, അവിടെയാണ് സംശയം, അവിടേക്ക് വരണം. അപ്പോൾ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പോൾ ഒരു വെറും പ്രവർത്തനമല്ലേ എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറേ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിൻ്റെ വിധി എന്താണ്? അനുവദനീയമാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയമാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. കണ്ടോ? അപ്പോൾ അതാ ഇസ്തിഗാസക്കുള്ള ഉദാഹരണം. ഒരു അനുവദനീയമാണ് എന്ന് പറഞ്ഞപ്പോൾ, അനുവദനീയമാണെങ്കിൽ പിന്നെ വെറും പണിയല്ലേ, കൂലിയില്ല, കുറ്റമില്ല, പിന്നെ എന്തിനാ അത്? അപ്പോഴവന അല്ല, അത് വളരെ ഫലപ്രദമാണ്. ഏതുപോലെ? ഒന്ന് ലോക്കൽ KSRTC സഞ്ചരിക്കുന്ന പോലെ, മറ്റേതോ ഏറെ ഫലപ്രദം ബെൻസ് കാറിൽ പോകുന്നത് പോലെ. അപ്പോൾ റബ്ബിനോട് തേടാന്ന് പറഞ്ഞാൽ അത് ലോക്കൽ KSRTC, അവിടെ എത്തി എന്നേ ഉള്ളൂ. മറ്റതോ അത് ബെൻസ് കാറ് പോലെ. അതാണ് ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. അത് സ്ഥാപിക്കാനാ മാലയും മൗലിദും ഉണ്ടായത്. റഹ്മാനായ റബ്ബ് പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ദുആ ചെയ്യൂ, ഞാൻ ഉത്തരം ചെയ്യാം. അതിനാണ് എന്ത് പറഞ്ഞത്? അത് KSRTC. മറ്റതുപോലൊന്നുമല്ല. പിന്നെ വല്ലാ നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് ബൈബൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. ഏതു സ്ഥലത്ത് നിന്ന് വിളിച്ചാലും ശരി, വായ പൂടും മുമ്പ് ഞാൻ ഉത്തരം ചെയ്യാം എന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞുവെന്നാണ് മുഹീദ്ദീൻ മാലയിൽ വ്യാജമായി എഴുതി പിടിപ്പിച്ചത്. അപ്പം അത് ബെൻസുകാർ പോലെ കിട്ടുന്നു ഉറപ്പ. വായ പൂടും മുമ്പ് ഉത്തരം ചെയ്യാം. ഇത് പഠിപ്പിക്കാനല്ലേ സമസ്തയുണ്ടായത്? ഇത് സ്ഥാപിക്കാനല്ലേ സമസ്തയുണ്ടായത്? അതിന് ആക്കം കൂട്ടുന്ന മാലയും മൗലിദും റാത്തീബും കുത്തുബിയത്തും ഹദ്ദാദും അടക്കമുള്ള പദ്യങ്ങളും ഗദ്യങ്ങളും പദ്യഗദ്യ സമ്മിശ്രങ്ങളും അതല്ലേ സമസ്തയുടെ ഔദ്യോഗികമായ ആശയം? അതിൻ്റെ കേന്ദ്രങ്ങളായ ദർഗകൾ, ജാറങ്ങൾ അതല്ലേ സമസ്തയുടെ ഏറ്റവും വലിയ കേന്ദ്രങ്ങൾ? അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനം അതൊക്കെ ശരിയല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമാണ് മുജാഹിദുകൾ ആക്ഷേപിക്കും എന്നുള്ളത്. ജാറം ശരിയല്ല എന്ന് മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്, അത് ഇനിയും പറയും ചെയ്യും ഇൻഷാ അല്ലാഹ്. അത് ഇനിയും പറയും, ജാറങ്ങൾ ശരിയല്ല. എന്താ കാരണം? അള്ളാഹു റസൂൽ പഠിപ്പിച്ചതാണ്. അള്ളാഹു റസൂൽ പഠിപ്പിച്ച 100ഓളം വരുന്ന ഹദീസുകൾ ആ വിഷയത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഉള്ള കാലത്തോളം മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചു പിന്നെ അത് ഇസ്ലാമികമല്ലെന്ന് പറയാൻ ഒരു മടിയുമില്ല, ഒരാളും പേടില്ല. ഈ ജാറം പൊളിച്ചത് ഒരു IS ആകുന്നതാണ് ഹൈക്കോട്ടെ നിൽക്കുന്നല്ലാതെ. അപ്പം ഞങ്ങളുടെ മുമ്പിൽ ഒന്നാമത്തെ IS ആയിട്ട് അള്ളാഹു റസൂൽ ഉണ്ടാകും എന്ന് നമുക്ക് സമാധാനിക്കാം. അതുകൊണ്ട് സമസ്തയുടെ അടിത്തറ, സമസ്തയുടെ അടിവേര് നിലകൊള്ളുന്നത് ജാറങ്ങളിലാണ്, ദർഗകളിലാണ്, മാലയിലാണ്, മൗലിദിലാണ്, റാത്തീബിലാണ്, കുത്തുബിയത്തിലാണ്. അള്ളാഹു അല്ലാത്തവർ വിളി കേൾക്കുമെന്ന, പ്രാർത്ഥന കേൾക്കുമെന്ന, സഹായിക്കുമെന്ന, അവർ ജീവിതത്തിൽ ഇടപെടുമെന്ന തെറ്റായ വിശ്വാസത്തിലാണ്, അവർ വൈപറിയുമെന്ന തെറ്റായ വിശ്വാസത്തിലാണ്. അതുകൊണ്ട് ഇതൊക്കെ ശരിയല്ല എന്ന് ആര് പറയുന്നുവോ അവർ ആക്ഷേപിക്കാതിരിക്കൂല. കാരണം ഇതൊക്കെ ശരിയല്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? സമസ്ത ശരിയല്ല എന്നാണ്. ഇതൊക്കെ ശരിയല്ല എന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം
പിന്നെ സമസ്ത ആവശ്യമില്ല. ജാറം വേണ്ട എന്ന് പറഞ്ഞാൽ, ഇസ്തിഗാസ ശരിയല്ലെന്ന് പറഞ്ഞാൽ, ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടുള്ള തവസ്സുല് ഇസ്ലാമികമല്ലെന്ന് പറഞ്ഞാൽ, മാലയും മൗലിദും റാത്തീബും കുത്തുബിയത്തുമൊന്നും ഇസ്ലാമികമല്ലെന്ന് വന്നാൽ പിന്നെന്താ സമസ്തക്ക് ഇവിടെ ചെയ്യാനുള്ളത്? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലല്ലോ. സമസ്തക്ക് വേറെന്താ പറയാനുള്ളത്? ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പൊ സമസ്ത എന്നുള്ളത് അടച്ചു പൂട്ടി ഒഴിവായി പോകേണ്ടി വരും. അതുകൊണ്ട് സ്വാഭാവികമായും ഈ അന്ധവിശ്വാസങ്ങളെ, ഈ അനാചാരങ്ങളെ നിലനിർത്താൻ അതിൻ്റെ വക്താക്കൾ ശ്രമിക്കും. ആ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇവിടെയും നടക്കുന്നത് എന്ന് ഞങ്ങൾക്കതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഏതായിരുന്നാലും ഈ നിലക്കാണ് അവർ പഠിപ്പിച്ച ആശയം. അള്ളാഹു അല്ലാത്തവരോട് സഹായം തേടാം, ഇസ്തിഗാസ ചെയ്യാം. മുജാഹിദ് പ്രസ്ഥാനം അന്നേ പഠിപ്പിച്ചു, അഭൗതികമായി അള്ളാഹു മാത്രമേ സഹായിക്കൂ, അവൻ മാത്രമേ ദോഷം വരുത്തൂ, റബ്ബ് മാത്രമേ മറഞ്ഞ വഴിയിൽ സഹായിക്കൂ, ദോഷം വരുത്തൂ. അല്ലാഹു തആല മാത്രമേ അദൃശ്യ വഴിയിൽ നമ്മെ കാണൂ, നമ്മെ കേൾക്കൂ, നമ്മെ സഹായിക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഇടപെടൂ. ഒരൊറ്റ സൃഷ്ടിക്കും അദൃശ്യ വഴിയിൽ നമ്മെ കാണാൻ കഴിയില്ല. ഒരൊറ്റ സൃഷ്ടിക്കും അദൃശ്യ വഴിയിൽ നമ്മുടെ ശബ്ദം കേൾക്കാൻ കഴിയില്ല. ഒരൊറ്റ സൃഷ്ടിക്കും അദൃശ്യ മാർഗത്തിൽ നമ്മെ സഹായിക്കാൻ കഴിയില്ല. ഒരൊറ്റ സൃഷ്ടിക്കും അദൃശ്യ മാർഗത്തിൽ നമുക്ക് ദോഷം വരുത്താൻ കഴിയില്ല. റഹ്മാനായ ഖാലിഖായ റബ്ബിനല്ലാതെ മറ്റാർക്കുമില്ല. അപ്പോഴാന്ന് സമസ്തക്കാർ ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ ജിന്നുകൾ നമ്മളെ കാണുകയില്ലേ? ജിന്നുകൾ നമ്മുടെ ശബ്ദം കേൾക്കയില്ലേ? മലക്കുകൾ നമ്മെ കാണുകയില്ലേ? മലക്കുകൾ നമ്മുടെ ശബ്ദം കേൾക്കയില്ലേ? അതൊക്കെ മറഞ്ഞ വഴിക്കല്ലേ, അദൃശ്യ വഴിക്കല്ലേ? അപ്പൊ അദൃശ്യ വഴിയിൽ അള്ളാഹു മാത്രമേ കാണൂ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. മുജാഹിദ് പ്രസ്ഥാനം 1-ാം തീയതി മുതൽ ഇതുവരെയും തർക്കമില്ലാതെ പഠിപ്പിച്ചു പോന്നു. അദൃശ്യ വഴി എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ കാണാത്തത് എന്നല്ല, നമ്മുടെ കാതിൽ കേൾക്കാത്തത് എന്നല്ല. അങ്ങനെയാണെങ്കിൽ ജിന്നും മലക്കും മാത്രമല്ല, ഒരുപാട് ജീവികൾ ഈ ഭൂമിയിലൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അവരുടെ ശബ്ദങ്ങൾ പലതും നമ്മൾ കേൾക്കുന്നില്ല, നമ്മുടെ ശബ്ദം അവർ കേൾക്കുന്നു. അവ പലതിനെയും നാം കാണുന്നില്ല, നമ്മെ അവ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇനി മനുഷ്യനേക്കാൾ കാഴ്ചയുള്ള ജീവികളുണ്ട്, മനുഷ്യനേക്കാൾ കേൾവിയുള്ള ജീവികളുണ്ട്. മനുഷ്യനെ കാണാത്തത് കാണാൻ കഴിയും പൂച്ചക്ക്, മനുഷ്യനെ കേൾക്കാത്തത് കേൾക്കാൻ കഴിയും, മനുഷ്യന് കിട്ടാത്ത സ്മെല്ലുകൾ അത് പിടിക്കാൻ കഴിയുന്ന ജീവികളുണ്ട് എന്നൊക്കെ യാഥാർത്ഥ്യമാണല്ലോ. അതിനർത്ഥം അവക്കൊക്കെ അദൃശ്യമായ കാഴ്ചയുണ്ട് എന്നല്ല, അവക്കെല്ലാം അഭൗതികമായ കേൾവിയുണ്ട് എന്നല്ല, അവക്കെല്ലാം മറഞ്ഞ വഴിയിൽ കാണാനും കേൾക്കാനും സഹായിക്കാനും സാധിക്കുമെന്നല്ല. നേരെ മറിച്ച് മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ, അദൃശ്യ മാർഗമെന്ന് പറഞ്ഞാൽ, അഭൗതിക മാർഗമെന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗമെന്നാണ്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ മാർഗം. അതെന്താ? ഒരു കാര്യം നടക്കാൻ ഒരു കാരണം അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതാണ് സബബ് മുസബ്ബബാത്ത്, കാര്യകാരണങ്ങൾ. ഏതു കാര്യം നടക്കാനും റബ്ബ് നിശ്ചയിച്ച കാരണമുണ്ട്. ആ കാരണമുണ്ടാകുമ്പോൾ കാര്യം നടക്കുന്നു. എന്നാൽ അല്ലാഹു തആലാക്ക് ഈ കാരണങ്ങൾ ആവശ്യമില്ല കാര്യം നടത്താൻ. അല്ലാഹു തആലാക്ക് കാരണങ്ങൾ ആവശ്യമില്ല കാര്യം നടത്താൻ. മറ്റ് ഏത് സൃഷ്ടിക്കും കാര്യം നടത്താൻ കാരണം ആവശ്യമുണ്ട്. അല്ലാഹു മാത്രമേ കാരണങ്ങൾക്ക് അതീതമായി കാര്യങ്ങൾ നിർവഹിക്കുന്നവനുള്ളൂ, കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവുള്ളവനുള്ളൂ. ഉദാഹരണം പറയാം. വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലും സൂറത്ത് ആലി ഇമ്രാനിലും പഠിപ്പിച്ച ചരിത്രമാണല്ലോ മറിയം ബീവിയുടെ ചരിത്രം. മറിയം ബീവി പള്ളിയിലാണ് താമസിച്ചത്. സക്കരിയ നബി അലൈഹി സ്വലാമയാണ് അവരുടെ സംരക്ഷണം ഏറ്റെടുത്തത്. ആ മറിയം ബീവിയുടെ അടുത്തേക്ക് സക്കരിയ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുമ്പോൾ, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. സുഭിക്ഷമായ ഭക്ഷണം അവരെ മുമ്പിൽ കാണുന്നു. സക്കരിയ നബി അലൈഹി സ്വലാം ചോദിക്കുന്നു, യാ മറിയം അന്നാ ലകി ഹാദാ, അല്ലയോ മറിയം എവിടുന്നാണ് നിനക്ക് ഈ ഭക്ഷണം കിട്ടുന്നത്? സക്കരിയ നബിക്കാണ് മറിയം ബീവിയുടെ സംരക്ഷണ ചുമതല. അവർക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ സക്കരിയ നബി അലൈഹി സ്വലാമയാണ് കൊണ്ടുപോയി കൊടുക്കാറുള്ളത്. എന്നാൽ ആ സക്കരിയ നബി അലൈഹി സ്വലാം കടന്നു വരുമ്പോൾ അവരുടെ മുന്നിൽ ഭക്ഷണം കാണുന്നു. എവിടുന്ന് കിട്ടി ഈ ഭക്ഷണം? മറുപടി എന്താ? ഹുവ മിൻ ഇൻദില്ലാഹ്, അല്ലാഹുവിൽ നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. റബ്ബ് ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ നൽകും.
രണ്ടാമത് ചരിത്രം അവിടെ പഠിപ്പിച്ചെന്താ? ആ മറിയം ബിവിയുടെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ മലക്ക് പ്രത്യക്ഷപ്പെടുന്നു. ലക്ഷണമൊത്ത മനുഷ്യനായി മുന്നിൽ വരുന്നു മലക്ക്. മറിയം ബിവി കാവലിനെ തേടുന്നു. അപ്പൊ ആ മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറയുന്നു, ഞാൻ റബ്ബിന്റെ റസൂലാണ്, റബ്ബിന്റെ ദൂതനാണ്. എന്തിന്? ലിഅഹബലകി ഗുലാമൻ സക്കിയ, നിനക്ക് പരിശുദ്ധമായ സന്താനത്തെ ഔദാര്യമായി നൽകാൻ അല്ലാഹ് അയച്ച ദൂതനാണ് ഞാൻ. ഒരു സന്താനത്തെ തരാൻ റബ്ബ് നിയോഗിച്ച ദൂതനാണ് ഞാൻ. മറിയം ബിബിയുടെ ചോദ്യം എന്താ അറിയോ? അന്നാ യകൂനു ലി ഗുലാം വലം യംസസ്നി ബശർ വലം അകു ബഗിയ. അവർ ചോദിച്ചു, എനിക്കെങ്ങനെ കുട്ടിയുണ്ടാകും? വലം യംസസ്നി ബശർ, ഒരു മനുഷ്യനും എന്നെ സ്പർശിച്ചിട്ടില്ലല്ലോ. വലം അകു ബഗിയ, ഞാനൊരു തെമ്മാടിയായ പെണ്ണുമല്ലല്ലോ. ന്യായമായ വഴിയിൽ ഒരു ഭർത്താവിൻ്റെ സ്പർശനം എനിക്ക് ഏറ്റിട്ടില്ല. അന്യായമായ വഴിയിൽ ഒരു പുരുഷ സ്പർശനം ഉണ്ടാവാൻ ഞാൻ തെമ്മാടിയായ പെണ്ണുമല്ല. പിന്നെ എങ്ങനെ എനിക്ക് കുട്ടിയുണ്ടാകും? അപ്പം എന്താ, കുട്ടിയുണ്ടാവുക എന്ന കാര്യം നടക്കാൻ പുരുഷ സ്പർശനമെന്ന കാരണമുണ്ടാകണമെന്ന് അവർ മനസ്സിലാക്കിയത്. ആ കാരണമില്ലാതെ എങ്ങനെയാ കാര്യമുണ്ടാവുക? എന്താ മറുപടി? ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ. ആ മലക്ക് പറഞ്ഞു, കദാലികി, അതേ, കാര്യം അങ്ങനെ തന്നെയാണ്, അപ്രകാരം തന്നെയാണ് കാര്യം. പുരുഷ സ്പർശനമുണ്ടായെങ്കിലേ സന്താനമുണ്ടാകൂ. കാര്യം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഖാല റബ്ബുകി, നിന്റെ റബ്ബ് പറയുന്നു, ഹുവ അലയ്യ ഹയ്യിൻ, എനിക്കത് എളുപ്പമാണ്. അല്ലാഹ്ക്കത് എളുപ്പമാണ്. അതാ, അല്ലാഹ്ക്ക് ഒരു കുട്ടിയെ കൊടുക്കാൻ ഒരു പുരുഷ സ്പർശനം ഉണ്ടാകണമെന്ന ആവശ്യമില്ല. ഇവിടെ കാരണമില്ലാതെ കാര്യം നടപ്പാക്കുന്നു അല്ലാഹ്. ഹുവ അലയ്യ ഹയ്യിൻ, എനിക്കത് എളുപ്പമാണ്. അതാ കറാമത്ത്. സമാനമായതാ മുഅ്ജിസത്ത്. ഈ നിലയ്ക്ക് കാരണമില്ലാതെ കാര്യം നടപ്പാക്കുന്ന അല്ലാഹ് മാത്രം. മനുഷ്യർക്ക് മക്കളുണ്ടാകുന്നു എങ്ങനെ? കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ. ജിന്നുകൾക്ക് മക്കളുണ്ടാകുന്നു എങ്ങനെ? കാരണങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷികൾക്ക് സന്താനമുണ്ടാകുന്നു എങ്ങനെ? കാരണമുണ്ടാകുമ്പോൾ. മൃഗങ്ങൾക്ക് സന്താനമുണ്ടാകുന്നു എങ്ങനെ? കാരണമുണ്ടാകുമ്പോൾ. എല്ലാ ജീവികളും സന്താനോത്പാദനം നടത്തുന്നു എങ്ങനെ? ലൈംഗികമായ ബന്ധം നടക്കുമ്പോൾ. ഏത് ജീവിയും കാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്നു. ചിലരെങ്കിലും വിചാരിച്ച പോലെ ജിന്നും മലക്കുന്നും കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തല്ല. ആ അർത്ഥത്തിൽ അവയൊന്നും അഭൗതികമല്ല. ആ അർത്ഥത്തിൽ അവയൊന്നും അദൃശ്യമല്ല. ആ അർത്ഥത്തിൽ അവയൊന്നും മറഞ്ഞവയല്ല. നമ്മുടെ കണ്ണിൽ കാണുന്നില്ല എന്നേയുള്ളൂ, നമ്മുടെ കാതിൽ കേൾക്കുന്നില്ല എന്നേയുള്ളൂ, നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്കുള്ളിൽ ഒതുങ്ങുന്നില്ല എന്നേയുള്ളൂ. അവയും പ്രവർത്തിക്കുന്നത് അവയുടേതായ കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അവയും പ്രവർത്തിക്കുന്നത് അവർക്ക് നിശ്ചയിച്ച വ്യവസ്ഥയുടെ, ഭൗതികമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവയും പ്രവർത്തിക്കുന്നത്. ആപേക്ഷികമായി പറയാം, നമ്മളെ കണ്ണിൽ കാണുന്നില്ല എന്ന അർത്ഥത്തിൽ വേണമെങ്കിൽ ആപേക്ഷികമായി അദൃശ്യമെന്ന് പറയാം, ആപേക്ഷികമായി അഭൗതികമെന്ന് പറയാം, ആപേക്ഷികമായി മറഞ്ഞത് എന്ന് പറയാം, ആപേക്ഷികമായി അസാധാരണമെന്ന് പറയാം. എന്നല്ലാതെ കാരണങ്ങൾക്കതീതമായത് എന്ന അർത്ഥത്തിൽ ആ വാക്കുകൾ ഉപയോഗിക്കാവതല്ല. അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ചത്. എന്നാൽ സമസ്തക്കാരെ പഠിപ്പിച്ചതോ അത് ശരിയല്ല. അമ്പിയാക്കൾക്ക് അഭൗതികമായ കഴിവുണ്ട്, ഔലിയാക്കൾക്ക് അഭൗതികമായ കഴിവുണ്ട്, ജിന്നുകൾക്ക് അഭൗതികമായ കഴിവുണ്ട്, മലക്കുകൾക്ക് അഭൗതികമായ കഴിവുണ്ട്. അതുകൊണ്ട് അവയൊക്കെയും അഭൗതികമായി നമ്മെ സഹായിക്കും, നമുക്ക് ദോഷം വരുത്തും. അതിനാൽ അഭൗതികമായ മാർഗത്തിലൂടെ തേടാം, അവരോട് ചോദിക്കാം, സഹായമർത്ഥിക്കാം. അതിന് പ്രാർത്ഥന എന്ന് പറയില്ല, ഇനി പറഞ്ഞാലും ശിർക്കാവില്ല എന്ന് സമസ്തക്കാരും പഠിപ്പിച്ചു. ഇലാഹാന്ന് വിശ്വാസം ഉണ്ടെങ്കിലേ ശിർക്ക് വരൂ, സൃഷ്ടാവാണ് വിശ്വാസം ഉണ്ടെങ്കിൽ ശിർക്ക് വരൂ, അല്ലെങ്കിൽ ശിർക്ക് വരില്ല എന്നവർ പഠിപ്പിച്ചു. ഒരുപാട് വാദപ്രതിവാദങ്ങൾ ആ വിഷയമായി നടന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അത്തരം സംവാദങ്ങൾ നടക്കേണ്ടതുണ്ട്. ഏറ്റവും അവസാനമായി ഈ ജാമിയ നൂരിയുടെ സന്തതികളുമായി തന്നെയും ഞങ്ങൾ വാദപ്രതിവാദം നടത്തി. മംഗലാപുരത്ത് വെച്ചിട്ട് മുജീബ് ഫൈസിയും അതേപോലെ MT ദാരിമിയും അടക്കമുള്ള ആളുകളുമായി മംഗലാപുരത്ത് വെച്ച് ഇതേ വിഷയത്തിൽ വാദപ്രതിവാദമുണ്ടായി. ആ വാദപ്രതിവാദത്തിന്
അവൾ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഖാലിഖാണെന്ന വിശ്വാസമില്ലെങ്കിൽ, സൃഷ്ടാവാണെന്ന വിശ്വാസമില്ലെങ്കിൽ ആരോട് തേടിയാലും ശിർക്കല്ല എന്ന. സൃഷ്ടാവാണെന്ന വിശ്വാസം ഉണ്ടെങ്കിൽ ശിർക്ക് വരൂ, ആ വിശ്വാസമില്ലേ ആരോട് തേടിയാലും ശിർക്ക് വരുന്ന പ്രശ്നമില്ല. അപ്പൊ ഞങ്ങളൊന്ന് ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഒരാൾ മഹാനായ മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് തേടുന്നുവെന്ന് സങ്കല്പിക്കുക, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ വഴിയിലേക്ക്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിക്കണേ ശൈഖേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് ഒരാൾ തേടിയാൽ സട്ടാവാണെന്ന വിശ്വാസമില്ല, ഇലാഹാണെന്ന വിശ്വാസമില്ല, മുഹീദ്ദീൻ ശൈഖാണ് എന്ന വിശ്വാസമേയുള്ളൂ. ആ നിലക്ക് മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്നൊരാൾ തേടി, വേറൊരാൾ ആമീൻ എന്ന് ആമീനും ചൊല്ലി എങ്കിൽ ശിർക്ക് വരുമോ എന്ന് ഞങ്ങൾ ചോദിച്ചു. എന്താ മറുപടി? ശിർക്ക് വരൂല. ശിർക്ക് വരൂല. ആ ചോദ്യം നിങ്ങൾ കേൾക്കുക, ശേഷം ഇൻഷാ അല്ലാഹ് ഉത്തരം ഞാൻ കേൾപ്പിക്കാം. എന്നിട്ട് ആലോചിക്കുക എവിടേക്കാണ് ഇവർ സമുദായത്തെ കൊണ്ടുപോകുന്നത് എന്ന്. ആ ചോദ്യം പറയട്ടെ. ഇങ്ങനെ ഖാലിഖല്ല എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്നാണെങ്കിൽ നാം സാധാരണ നിർവഹിക്കുന്ന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന തേട്ടം ഒരാൾ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചുകൊണ്ട് മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല എന്ന് വിശ്വസിച്ചു, അദ്ദേഹം വലിയാണെന്ന് വിശ്വസിച്ചു. ആ നിലയ്ക്ക് മുഹീദ്ദീൻ ശൈഖിനോട് യാ ശൈഖ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന ആ ഒരു പ്രാർത്ഥനയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഹിദായത്തിലാക്കണേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ശൈഖിനോട് ചോദിച്ചാൽ അത് ശിർക്കാണോ? ശിർക്കല്ലേ? മറ്റൊരാള് കേട്ടൊരുത്തിന് ആമീൻ പറയുകയും ചെയ്തു സങ്കല്പിച്ചോ? നേരത്തെ നമ്മൾ വായിച്ചതുപോലെ ഇത് പ്രാർത്ഥനയാണോ? പ്രാർത്ഥനയല്ലേ? ഇത് തേടാമോ? തേടാൻ പറ്റില്ലേ? ശിർക്കാണോ? ശിർക്കല്ലേ? അനുവദനീയമാണോ? അനുവദനീയമല്ലേ? നിങ്ങളുടെ നിലപാടെന്ത് വ്യക്തമായി കിട്ടേണ്ടതുണ്ട്. അതെ, വ്യക്തമായി ചോദിച്ചു. മുഹീദ്ദീൻ ശൈഖിനോട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്ന് തേടുകയും കേട്ട ഒരാൾ ആമീൻ എന്ന് പറയുകയും ചെയ്താൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും സുന്നി മുജാഹിദ് വ്യത്യാസമന്യേ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും പറയും, അതെന്തായാലും പറയാൻ പറ്റൂതല്ലോ, അത് റബ്ബിനോടല്ലേ തേടാവൂ, അത് റബ്ബല്ലാത്തോട് തേടുകയോ, ഞങ്ങളാരാ തേടുന്നത്, ഞങ്ങളാരും മുഹീദ്ദീൻ ശൈഖിനോട് തേടുന്നില്ലല്ലോ, അതൊക്കെ ശിർക്ക് തന്നെയാണ് എന്ന് ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സാധാരണക്കാരായ മുസ്ലിമീങ്ങളും പറയുന്നുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ വിശ്വസിച്ച് കൊണ്ടെടുക്കുന്ന, നിങ്ങളൊക്കെ ഇസ്ലാമിൻ്റെ വഴിയിൽ വളർത്തുമെന്ന് വിചാരിക്കുന്ന, സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഫൈസിമാരും ബാക്കവിമാരും ദാരിമിമാരും അടങ്ങുന്ന മുസ്ലിയാക്കന്മാരോട് ഈ ചോദ്യം ഉന്നയിച്ചപ്പോൾ എന്താ മറുപടി അറിയോ? MT ദാരിമി പറയട്ടെ മറുപടി, ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. എന്താണ് ഫാത്തിഹ സൂറത്തിലുള്ള ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ, ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹീദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹീദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹീദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി. അത് ശിർക്കല്ല എന്ന് തന്നെയാണ് അതിന്റെ വിധി. അതിൽ യാതൊരു സംശയമില്ല. മാനദണ്ഡം എന്താണ്? അവിടെ എന്താണ്? ഖാലിഖാണ് എന്ന വിശ്വാസം അയാൾക്കില്ല, മഹാത്മാവാണെന്നുള്ള വിശ്വാസമാണ് അവർക്കുള്ളത്. അപ്പൊ ഖാലിഖാണ് വിശ്വാസമില്ല, മഹാത്മാവാണെന്ന വിശ്വാസമേ ഉള്ളൂ എങ്കിൽ ശിർക്കല്ല എന്ന് തറപ്പിച്ച് 3 പ്രാവശ്യം പറഞ്ഞു. ഒരിക്കൽ പറഞ്ഞ അബദ്ധാന്ന് വിചാരിക്കാം, 3 തവണ തറപ്പിച്ചു പറയുന്നു മുഹീദ്ദീൻ ശൈഖേ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ എന്നൊരാൾ തേടുകയും കേട്ടു നിൽക്കുന്ന ആൾ ആമീൻ എന്ന് പറയുകയും ചെയ്താൽ ശിർക്കല്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഇവർ സ്വർഗത്തിലേക്കാണോ സമൂഹത്തെ നയിക്കുന്നത്? വെറുതെ അല്ല അവർ ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കണ്ടെന്ന് പഠിപ്പിച്ചത്, ഖുർആൻ അർത്ഥം പഠിക്കേണ്ടതില്ല എന്ന് പഠിപ്പിച്ചത് വെറുതെയല്ല സഹോദരൻ. അതാ ഞാൻ പറഞ്ഞത്, ഇതാണ് സമസ്തയുടെ അടിവേര്, ഇതാണ് സമസ്തയുടെ അടിസ്ഥാന ആദർശം. അതുകൊണ്ട് തന്നെ ഇത് ശരിയല്ലെന്ന് ആര് പറഞ്ഞുവോ അവർക്കെതിരെ തിരിയുക എന്നുള്ളത് സ്വാഭാവികമായും അവരുടെ പ്രധാനപ്പെട്ട അജണ്ടയായി മാറും എന്ന കാര്യത്തിൽ സംശയമേതുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇതാണ് സമസ്തയുടെ ഔദ്യോഗിക നിലപാട്. നേരത്തെ നമ്മൾ കണ്ടു, അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്നതും ഇസ്തിഗാസയും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ പറഞ്ഞ ഉദാഹരണം എന്താ? ഒന്ന് KSRTC, ഒന്ന് ബെൻസ് കാർ. ഇപ്പൊ കേട്ടതോ
ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ എന്നതടക്കം മുഹീദ്ദീൻ ശൈഖിനോട് തേടിയാലും ശിർക്ക് വരുന്നില്ല എന്ന് പഠിപ്പിക്കുമ്പോൾ സഹോദരങ്ങളെ, ഇനി ഏതാ ലോകത്ത് ശിർക്ക്? അത് ശിർക്ക് അല്ലെങ്കിൽ പിന്നെ ഏതാ ലോകത്ത് ശിർക്ക്? എന്തുകൊണ്ട് ഇത് ശിർക്കല്ലെന്ന് പറയേണ്ടി വന്നു? അതിനവർ കണ്ടെത്തിയ വഴിയാണ്. അവർക്കെല്ലാം അഭൗതികമായ കഴിവുണ്ട്, അവർക്കെല്ലാം മറഞ്ഞ വഴിക്ക് ഉത്തരം ചെയ്യാൻ കഴിയും, വിളി കേൾക്കാൻ കഴിയും. ലോകത്തെ എവിടെ നിന്ന് വിളിച്ചാലും വിളി അവർ കേൾക്കും, ഉത്തരം ചെയ്യും, അവർ ഓടിയെത്തും. അങ്ങനെ കുത്തുബിയത്ത് നടത്തുമ്പോൾ നമ്മളൊക്കെ നാടുകളിൽ ലൈറ്റ് ഓഫാക്കി പൊടി വിതറി ആ റൂമിൽ വെച്ച് കുത്തുബിയത്ത് നടത്തിയാൽ ആ റൂമിലേക്ക് മുഹീദ്ദീൻ ശൈഖ് വരുമെന്നും പൊടിയിൽ ചവിട്ടുമെന്നും വിശ്വസിച്ചിരുന്ന കാലം കഴിഞ്ഞു പോയിട്ടില്ലല്ലോ നമ്മുടെ നാട്ടിൽ നിന്ന്. ഇപ്പം പൊടി വിതറാറില്ല, വിതറിയാലും ചവിട്ടാറില്ല, ചവിട്ടിയാലും ശൈഖ് ആകാറുമില്ല. അത് മറ്റൊരു വിഷയം. അടുത്ത കാലം വരെ ലൈറ്റ് ഓഫ് ആക്കുന്നു, വിളക്കൂതുന്നു, അരിപ്പൊടി വിതറുന്നു. എന്നിട്ടാണ് കുത്തുബിയത്ത്. ആ കുത്തുബിയത്തിന് ശൈഖ് ഹാജരാകുമെന്നാണ് 1000 പ്രാവശ്യം നമ്മുടെയൊക്കെ വീടുകളിൽ വെച്ച്, പള്ളികളിൽ വെച്ച് പോലും അള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, റബ്ബിനൊക്കെ ഇബാദത്തെടുക്കാൻ, നമസ്കരിക്കാൻ, മറ്റു ആരാധന നിർവഹിക്കാൻ വേണ്ടി ഈ സമുദായം മണ്ണ് കൊടുത്ത്, ഭൂമി കൊടുത്ത്, പണം കൊടുത്ത് ഉണ്ടാക്കിയ ആ പള്ളിയുടെ മിഹ്റാബിൽ വെച്ചാണല്ലോ 1000 തവണ യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഇറാഖിലെ ബഗ്ദാദിൽ 900 കൊല്ലം മുമ്പ് മരിച്ച് മറവിട്ടു പോയ ഒരു മഹാനായ മനുഷ്യനെ ഈ പട്ടിക്കാടങ്ങാടിയിൽ നിന്ന്, ഇവിടുത്തെ പള്ളിയിൽ നിന്ന്, ഇവിടുത്തെ വീടുകളിൽ നിന്ന് വിളിച്ചു കൂവിയത് ഈ മുസ്ലിയാക്കന്മാർ പഠിപ്പിച്ചത് കൊണ്ടായിരുന്നില്ലേ? സാധാരണക്കാർക്കറിയുമോ ഇതിൻ്റെ വസ്തുത എന്താണ് എന്ന്? ഉസ്താദുമാർ പറഞ്ഞു അതിന് വിരോധമില്ല എന്ന്. അത് ആത്മാർത്ഥമായി വിശ്വസിച്ചു, ശരിയാണെന്ന് വിശ്വസിച്ചു. എന്നിട്ട് പറഞ്ഞു അവരൊക്കെ അത് നിർവഹിച്ചു. 1000 പ്രാവശ്യം മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ നമ്മുടെ വീട്ടിൽ വെച്ച് വിളിച്ചാൽ ആ മുഹീദ്ദീൻ ശൈഖ് 900 കൊല്ലം മുമ്പ് ഇറാഖിലെ ബഗ്ദാദിൽ മരിച്ചു മറപ്പെട്ട മുഹീദ്ദീൻ ശൈഖ്, അദ്ദേഹം ഇറാഖിൽ നിന്ന് ഈ വിളി കേൾക്കുമെന്നും നമ്മെ അറിയുമെന്നും നമ്മുടെ വീട്ടിലേക്ക് എത്തുമെന്നും നമ്മുടെ റൂമിൽ പ്രത്യക്ഷപ്പെടുമെന്നും നമ്മുടെ പ്രശ്നം തീർക്കുമെന്നുമല്ലേ ഇവർ പഠിപ്പിച്ചു വെച്ചത്. മുഹീദ്ദീൻ ശൈഖ് മാത്രമല്ല, എല്ലാ ശൈഖന്മാരെ കുറിച്ചും അങ്ങനെ പറഞ്ഞു. ബദർ മാലയുണ്ടായി, ബദർ മൗലീദുണ്ടായി, കുത്തുബിയത്തുണ്ടായി, റാത്തീബുണ്ടായി, മാലപ്പാട്ടുണ്ടായി, മൗലീദ് കിതാബുണ്ടായി. അവിടെയൊക്കെ പഠിപ്പിച്ചത് എന്താ? ഇതേ ആശയം തന്നെയായിരുന്നു. ഏറെ മികന്തുള്ള വരുത്തത്തിൽ ഇന്ദർ സ്വഹാബികൾ ഫെരീനെ ചൊല്ലൂകിൽ കുറി മൂടിയും മുനം ഫള്ള തന്നീന്ന് കുട്ടി ഫീറക്കേരിൻ ഇല്ലാ ശക്കെന്നോവർ. പ്രസവ വേദന ഉണ്ടാകുമ്പോൾ ഈ ബദരീങ്ങളെ പേര് ചൊല്ലിയാൽ ചൊല്ലി തീരും മുമ്പ് കുട്ടി പിറക്കും, ശക്ക് വേണ്ട. പ്രസവ വേദനയിൽ ബദരീങ്ങളെ പേരങ്ങ് ഉച്ചരിച്ചാൽ, ബദർ മൗലീദങ്ങ് ചൊല്ലിയാൽ, ബദർ മാലയങ്ങ് പാടിയാൽ, ബദരീങ്ങളെ പേര് പറഞ്ഞാൽ കൂറി മുടിയും മുനം ഫള്ള തന്നീന്ന് കുട്ടി ഫിറക്കേൻ ഇല്ലാ ശക്കെന്നോവർ. ചൊല്ലി തീരും മുമ്പ് പള്ളിയിൽ നിന്ന് കുട്ടി വരും, ശക്ക് വേണ്ട. എൻ്റെ വാപ്പ ഫൈസിയ, എൻ്റെ വാപ്പ ഫൈസിയ. ഈ ജാമിയ നൂരിയിൽ നിന്ന് ആദ്യ ബാച്ചിൽ ഫൈസിയയാളാണ് എൻ്റെ വാപ്പ. എൻ്റെ ജ്യേഷ്ഠന് ഹുദവിയ, ചെമ്മാട് ദാൽഹുദീൻ ആദ്യ ബാച്ചിൽ ഹുദവിയയാളാണ്. ആ ഹുദവിൻ്റെ ഭാര്യ ഗർഭമുണ്ടായപ്പോഴും കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്കാണ്. ഞാൻ ചോദിച്ചു, അല്ലക്ക നിങ്ങളൊക്കെ അല്ലേ പറയണത് ബദറുമാല ചൊല്ലുക പ്രസവിക്കുന്നു, പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത്? അപ്പോൾ അവൻ പറഞ്ഞു ഈമാൻ ഉണ്ടെങ്കിൽ പ്രസവിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ശരി, നിങ്ങളെപ്പോലത്തെ മുസ്ലിയാക്കന്മാരല്ലേ ബദറുമാല ചൊല്ലിയിട്ട് സുഖപ്രസവം നടക്കുന്നുവെന്ന് സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. നിങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പിന്നെ ബാക്കിയുള്ള എന്താ ചെയ്യാം? അവിടെ നിങ്ങളൊക്കെ മാതൃക കാണിക്കി. അപ്പം അദ്ദേഹം പറഞ്ഞു പരിഹസിക്കൊന്നും വേണ്ട, ഈമാൻ ഉണ്ടെങ്കിൽ പ്രസവിക്കും, സംശയമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഈമാൻ ഇല്ലെങ്കിലും പ്രസവിക്കും. അല്ല വെച്ച സംവിധാനം അതാണ്. നിശ്ചയിക്കപ്പെട്ട സമയമായാൽ അത് പ്രസവിക്കും. ഈമാൻ ഉണ്ടോ ഇല്ല നോക്കിയിട്ടല്ല. ഞാൻ അവരോട് പറഞ്ഞു ഇവിടെ മുസ്ലിങ്ങൾ പ്രസവിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികൾ പ്രസവിക്കുന്നുണ്ട്, ആടും പശുവും പ്രസവിക്കുന്നുണ്ട്. ഇതൊക്കെ ഈമാണ്ടായിട്ടാ? നിശ്ചയിക്കപ്പെട്ട സമയം കഴിഞ്ഞാൽ എന്തായാലും പ്രസവിക്കൂലേ? ഓക്കെ ഈമാല്ല, ആണ് ആ കുട്ടി അവിടെ നിന്നോട്ട് എന്ന് തീരുമാനിക്കുക. അപ്പൊ സഹോദരങ്ങൾ, ഈ ഒരു ആശയമാണ്, ഈ തെറ്റായ വിശ്വാസമാണ് ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത്. അതാണ് മാലകളിൽ, അതാ മൗലീദുകളിൽ, അതാ റാത്തീബുകളിൽ, അതാ കുതുബിയത്തുകളിൽ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു, ജിന്നിനെ വിളിച്ചു തേടുന്നു, മലക്കിനെ വിളിച്ചു തേടുന്നു. ജിന്നും മലക്കും വിവാദം മുജാഹിദികൾ കൊണ്ടുവന്നതല്ല. നേരെ മറിച്ച് ഇവിടെ മലക്കിനെ വിളിച്ച് തേടുന്നവർ ഈ സമസ്തക്കാർ തന്നെയാണ്.
ജിന്നിനെ വിളിച്ച് തേടുന്നവർ ഈ സമസ്തക്കാർ തന്നെയാണ്. കുത്തുബിയത്തിൽ തന്നെ കാണാം, കുത്തുബിയത്ത് ചൊല്ലുമ്പോൾ അതിൻ്റെ മുന്നോടിയായി ചൊല്ലാനുള്ള ഒരു ചില പ്രാർത്ഥന, ചില ബൈത്തുകൾ കാണാൻ കഴിയും. കുത്തുബിയത്തിൻ്റെ മുന്നോടിയായി ചൊല്ലേണ്ട ബൈത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പഠിപ്പിക്കുന്നത്. അതിലെന്താ, ആ കുത്തുബിയത്തിൻ്റെ മുന്നോടിയായി ചൊല്ലുന്ന ബൈത്തിന് പറഞ്ഞതെന്താ, ആ കുത്തുബിയത്ത് തുടങ്ങുന്നതിന് മുമ്പായി ആദ്യം കുറച്ച് ഫാത്തിഹ ഓതണം എന്ന, കുറച്ച് ഫാത്തിഹ ഓതണം. ആ ഫാത്തിഹ ആർക്കാ? ആദ്യമായി ഫാത്തിഹ ഓതേണ്ടത് ഇലാ ഹദറത്ത് റൂഹി നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. ഫസ്റ്റ് ഫാത്തിഹ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക്, ഇലാ ഹദറത്തി ഷഫീഇന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയുടെ ഹദറത്തിലേക്ക് അൽ ഫാത്തിഹ. അത് കഴിഞ്ഞാൽ ثم إلى هدت أرواح الأنبياء والمرسلين والصحابة والتابعين وتابع التابعين إلى يوم الدين. പിന്നെ മറ്റു അമ്പിയാക്കളിലേക്ക് അൽ ഫാത്തിഹ, മുർസലീങ്ങൾക്ക്, സ്വഹാബിമാരിലേക്ക്, താബിഈങ്ങളിലേക്ക്, താബിഉത്താബികളിലേക്ക്, ഇലാ യൗമിദ്ദീൻ, ഖിയാമത്ത് നാൾ വരെ ആ വഴി പിൻപറ്റുന്നവർക്കും അൽ ഫാത്തിഹ. പിന്നെ ജനിക്കാൻ പോകുന്നവർക്ക് ഇപ്പം തന്നെ നമ്മൾ ഫാത്തിഹ ഓതിയിടുക. ഖിയാമത്ത് നാൾ വരെ വരാൻ പോണ എല്ലാവർക്കും കൂടി ഇപ്പം തന്നെ അൽ ഫാത്തിഹ. പിന്നെയോ പിന്നെ ഔലിയാക്കന്മാർക്ക്, സുദ്ദീഖീങ്ങൾക്ക്, ശുഹദാക്കൾക്ക്, സ്വാലിഹീങ്ങൾക്ക് എല്ലാം അൽ ഫാത്തിഹ. അള്ളാഹുവിൻ്റെ പ്രത്യേക സാമീപ്യം ലഭിച്ച മലക്കുകൾക്ക്, അതാരാ? ജിബ്രീല വ മീകായില വ ഇസ്രാഫീല വ ഇസ്രായീല വൽ ഹഫളത്തി. ജിബ്രീലിന് അൽ ഫാത്തിഹ, മീകായിൽ അൽ ഫാത്തിഹ. നമ്മളെ വകை നമ്മൾ ജിബ്രീൽ അൽ ഫാത്തിഹ റസൂലുള്ളാഹിക്ക് ഇറക്കി കൊടുത്തത് ജിബ്രീലാണ്. ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഫാത്തിഹയുമായി വന്നിട്ട് അല്ലാഹു റസൂലിന് ഓതി പഠിപ്പിച്ചു കൊടുത്തത്. നമ്മൾ മോലയമാരെ കൂടിയിട്ട് ജിബ്രീലിൻ്റെ വക ഒരു ഫാത്തിഹ, മീകായിലിനൊരു ഫാത്തിഹ, ഇസ്രാഫീലിനൊരു ഫാത്തിഹ, അസ്രായിലിനൊരു ഫാത്തിഹ, വൽ ഹഫളത്തി. നമ്മളെ കാക്കാൻ നിൽക്കുന്ന മലക്കളുണ്ട്. ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. മലക്കൾ വിശ്വാസികളെ കാക്കും. ഹാഫിലീങ്ങളുണ്ട്, വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. ഹഫളത്തുണ്ട്, മനുഷ്യന്മാരെ കാവൽ ഏർപ്പെടുത്തിയ മലക്കുകൾ. ലഹു മുഅഖിബാത്തുൻ, മനുഷ്യന്മാരെ മുന്നിലും പിന്നിലുമായി കൂടെ വന്നുകൊണ്ട് അവനെ കാക്കുന്ന യഹ്ഫദൂനഹു മിൻ അംരില്ലാ എന്ന് പറഞ്ഞ മലക്കൾ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അഭൗതികമായി മലക്ക് കാക്കുന്നാണോ? അല്ല. അദൃശ്യമായി മലക്ക് കാക്കുമെന്നാണോ? അല്ല. മടഞ്ഞ വഴിയിൽ മലക്ക് കാവൽ നൽകുന്നനോ? അല്ല. പിന്നെയോ ആ മലക്കിന് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം ചെയ്യാൻ പറ്റുന്ന കാവൽ എന്താണോ അത് ചെയ്യും. അതിനപ്പുറത്ത് മലക്കും കാക്കൂല. നീ ജിന്ന് ഉപദ്രവിക്കുമോ, ശൈത്താൻ ഉപദ്രവിക്കുമോ? ഉപദ്രവിച്ചേക്കാം. ഓഹോ, അപ്പോൾ അദൃശ്യമായി അള്ളാഹുലത്ര ഉപദ്രവിക്കുമെന്നാണോ? അല്ല. ജിന്നുകൾക്ക്, ശൈത്താന്മാർക്ക് നിശ്ചയിക്കപ്പെട്ട വ്യവസ്ഥ എന്താണോ ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ചെയ്യാൻ പറ്റിയ ഉപദ്രവം എന്താണോ അതവർ ചെയ്തേക്കാം. അതിനപ്പുറം അവർക്കും ചെയ്യാൻ സാധ്യമല്ല. എന്നാ ഖുതുബത്ത് പറഞ്ഞത് എന്താ? ഹഫളത്തിന് അൽ ഫാത്തിഹ. പിന്നെയോ വറൂഹാനിയീന, പിന്നെ റൂഹാനികൾക്ക് അൽ ഫാത്തിഹ. ആരാ റൂഹാനികൾ? ഏതായി റൂഹാനി അറിയോ? അൽ മുവക്കലീന ബിആലമൈ അൽ ഇൻസി വൽ ജിന്നി. ഇൻസ്, ജിന്ന് എന്നീ രണ്ട് ലോകങ്ങളുടെ സംരക്ഷണം ഏൽപ്പിക്കപ്പെട്ട റൂഹാനികൾ. മനുഷ്യന്മാരുടെയും ജിന്നുകളുടെയും ലോകത്തെ, ഇരു ലോകങ്ങളുടെ മൊത്തം നിയന്ത്രണം അല്ലാഹ് ഏൽപ്പിച്ച കുറച്ച് റൂഹാനികളുണ്ട്. അത് ആരാന്നറിയോ? അത് ജിന്ന ഔലിയാക്കന്മാരാണ്. വകുബറാഹിം വറുഅസായിഹിം, അവിടെ നേതാക്കന്മാർക്ക്, ആ റൂഹാനികൾക്കും ആ റൂഹാനികളുടെ നേതാക്കന്മാർക്കും അൽ ഫാത്തിഹ. അതാരാ നേതാക്കന്മാരെന്നോ? അവരെ പേരും പറയുന്നുണ്ട്. മദ്ഹബ് വതംറയാൻ വഹസ്തശ്ലഹ്കൂസ് വഅഹ്മർ വശർആൻ വകശ്കശ് ലൈകൂസ് വബർഖാൻ വഹദ്രയാജ് വനജ്ലഹസ്തസ്കൂസ് വമൈമൂൻ വസൻഇഖ് ശതൽതസ്കൂസ് വഅബിയൽ വശംഹൂറസ് വസൗബഅ. ഇതാണ് നേതാക്കന്മാർ. ഇതാരാണ് ഈ 15 ആളാ ഈ ജിന്ന് ഇൻസ് ലോകത്തിൻ്റെ മൊത്തം കൺട്രോള്. അൽ മുവക്കലീന ബിആലമൈ അൽ ഇൻസി വൽ ജിൻ. ഇൻസ് ജിന്ന് ലോകങ്ങളെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച റൂഹാനികൾ നേതാക്കന്മാർ 15 ആള്. ഇവരാരാ? അല്ലദീന ആഹദുല്ലാഹ വനബിയഹു സുലൈമാൻ അലൈഹിസ്സലാം. അള്ളാഹിനോടും അള്ളാഹിൻ്റെ പ്രവാചകനായ സുലൈമാൻ നബിയോടും കരാറ് ചെയ്ത ജിന്നൗലിയാക്കന്മാരാണ് ഒരുങ്ങുന്ന ജിന്നൗലിയാക്കന്മാർ. സുലൈമാൻ നബിയോട് അന്ന് ബൈഅത്ത് ചെയ്തവർ. ആ 15 ആളായി ഇപ്പോഴും മൊത്തം കൺട്രോളുന്ന സമസ്തക്കാരൻ്റെ വിശ്വാസം. കുത്തുബിയത്തിലെ വിശ്വാസം ഇത്, വേറെ എവിടെയെങ്കിലും പറഞ്ഞതല്ല. ഇതാണ് കൂട്ടരെ നമ്മുടെ വീടുകളിൽ
വിളക്കൂതി ലൈറ്റ് ഓഫാക്കി ഇത് പുണ്യമാണെന്ന് വിചാരിച്ച് കൂലി കിട്ടുമെന്ന് കരുതി ഈ ഉസ്താദുമാർ നമ്മളെ കൊണ്ട് ചൊല്ലിപ്പിച്ചത്, അതിനാ പണം ചെലവഴിച്ചത്, അതിനാ ഭക്ഷണം കൊടുത്തത്, അതിനാ സമയം ചെലവഴിച്ചത്, അതാ ദീനാണെന്ന് വിചാരിച്ചത്. നമ്മുടെ മുൻഗാമികൾ വഖഫ് ചെയ്ത ഭൂമിയിൽ, മുൻഗാമികൾ നൽകിയ സമ്പത്ത് കൊണ്ടുണ്ടാക്കിയ പള്ളിയിൽ നമ്മൾ നൽകുന്ന ഭക്ഷണം കഴിച്ച് ആ പള്ളി വെച്ച് ഉസ്താദുമാർ ചൊല്ലിയത് ഈ സാധനങ്ങളാ. ഞാൻ ആലോചിച്ചോ, എന്തേ പോലും മുജാഹിദിനെ എത്ര മോശമായി പറഞ്ഞു. വേറൊന്നും എന്താണ് പൊളിഞ്ഞാൽ സമസ്ത പൊളിയും, വേറൊന്നുമില്ല. ഇത് പൊളിഞ്ഞാൽ സമസ്ത പൊളിഞ്ഞു. സമസ്തക്ക് എന്താ പറയാനുള്ളത്? ഖുത്ബത്ത് ചൊല്ലണം, മാല പാടണം, മൗലിദ് ഓതണം, റാത്തീബ് വേണം, ഹദ്ദാദ് വേണം. ഇതിനപ്പുറത്ത് വേറെ എന്താ പറയാനുള്ളത്? അതല്ലേ പറയാനുള്ളൂ. അപ്പം ഇത് വേണ്ട, ഇത് പൊളിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമസ്ത പൊളിഞ്ഞു. അതുകൊണ്ടാണ് അവർ എതിർക്കുന്നത്. അപ്പം ഈ 15 ജിന്നൗലിയാക്കന്മാർക്ക് അൽഫാത്തിഹ ഓതിയിട്ട് പിന്നെ ഓലെ കറാമത്ത് കൊണ്ട്, അവരെ ഹക്ക് കൊണ്ട്, അവരെ ജാഹ് കൊണ്ട് എന്ന് പറഞ്ഞ് പിന്നെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ചോദ്യമാണ്. അപ്പം ജിന്ന് വിളി തുടങ്ങിയ സമസ്തക്കാരാ. മുജാഹിദിൽ എന്തോ ഒരു ജിന്ന് ചർച്ച കേട്ടപ്പോൾ അമീർ പൈസ വിചാരിച്ചു ഇത് തരക്കിടില്ല എന്ന്. അതൊന്നും അവിടെ നോട്ടെ എന്നേ പറയാനുള്ളൂ. ഇനി മലക്കാളോ അതും അങ്ങനെ തന്നെ. മൗലിദ് കിതാബിൽ കാണാം, ഇതിലൊരുപാട് ദുആകളുണ്ട്. ആ ദുആയിൽ കാണാം അജ്ബി യാ ജിബ്രായീൽ വയാ മീകായിൽ വയാ ഇസ്രാഫീൽ വയാ അസ്രായീൽ വയാ തൻകാഫീൽ. ജിബ്രീലെ ഉത്തരം ചെയ്യണേ, മീകായിലെ ഉത്തരം ചെയ്യണേ, ഇസ്രാഫീലെ ഉത്തരം ചെയ്യണേ, അസ്രായിലെ ഉത്തരം ചെയ്യണേ, തൻകാഫിലെ ഉത്തരം ചെയ്യണേ. ഈ മൗലിദ് കിതാബിൽ പഠിപ്പിച്ചതാ. ഇതെവിടുന്നേ കിട്ടിയത്? ഇതാരാ പറഞ്ഞത്? മലക്കൾ മനുഷ്യനെ സഹായിച്ചേക്കാം, മലക്കൾ വിശ്വാസികളെ സഹായിക്കാൻ റബ്ബ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ആ മലക്കിനോട് തേടാൻ പറ്റുമോ? ആ മലക്കിനോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. ആ മലക്കിനോട് തേടുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് റബ്ബിൽ പങ്കു ചേർക്കലാണ്, ശിർക്കാണ് എന്ന് പ്രമാണം പഠിപ്പിക്കുന്നു. നീ കുത്തുബയ്യത്ത് ഉണ്ടായത് എങ്ങനെയാ? കുത്തുബയ്യത്ത് ഉണ്ടാക്കിയതാരാ? കുത്തുബയ്യത്ത് ഉണ്ടാക്കിയ ആളാ. കറാമത്ത് പറഞ്ഞ് പഠിപ്പിച്ച പോലും എന്താ? മലക്കിനെ വിളിച്ച് ഹാജരാക്കിയിട്ട് മലക്കിനെ തന്നെ കാര്യം നേടി വാങ്ങി എന്നതാണ്. മീകായിലിനെ വിളിച്ചു വരുത്തി ആ മീകായിലിനോട് കാര്യം നേടിയ പാരമ്പര്യമുണ്ട് എന്നാണ് റഹ്മത്തുള്ളാഹി ഖാസിമി തന്നെയും പ്രസംഗിച്ചത്. ആ പ്രസംഗം നിങ്ങൾ കേൾക്കുക, ഇതിലേക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട്. സദഖത്തുല്ലാഹിൽ ഖായിർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ജനങ്ങൾ വന്ന് പറഞ്ഞു, ഇതൊന്നും നിങ്ങളെ തലേ കയറുമെന്ന് പോലും എനിക്കറിയൂല. ജുമാക്ക് വന്ന ആളുകൾ പറഞ്ഞു മഴ ഇല്ല, മഴ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മഴക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സദഖത്തുല്ലാഹിൽ ഖായിർ പറഞ്ഞു ദ്വായല്ല, മീകായിലിനോട് പറഞ്ഞോളാ ഞാൻ എന്ന് പറഞ്ഞു. അന്ന് മീകായിലിനെ വിളിച്ചു. മീകായിൽ വന്നു. അസറിന് മീകായിൽ കായൽ പട്ടണത്ത് വന്നു. മീകായിൽ അലൈഹിസ്സലാം വന്ന പള്ളി ആയതുകൊണ്ട് കായൽ പട്ടണത്തെ പ്രധാനപ്പെട്ട പള്ളിയുടെ പേര് ഇന്നും മസ്ജിദ് മീകായിലാണ്. ഇന്നും സദഖത്തുല്ലാഹിൽ ഖാഹിർ റളിയല്ലാഹു അൻഹു മീകായിലാണ് വിളിച്ചു. മീകായിൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവരുമായി നല്ല സംസാരങ്ങളൊക്കെ നടത്തി. പിരിഞ്ഞു പോകാൻ നേരത്ത് പറഞ്ഞു ഇന്നെ എന്തിനാ നിങ്ങൾ വിളിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ബഗാ കൊയ്സൻ, മഴ വേണമെന്നോ, നിങ്ങളല്ലേ മഴയുടെ ആള്, നിങ്ങൾ മഴ വേണമെന്നോ. വഖദ് നാല മിൻഹു സദഖത്തുല്ലാഹി, അതപ്പോൾ തന്നെ വാങ്ങി വെക്കുകയും ചെയ്തു. മഴ മീകായിൽ അലൈഹിസ്സലാം പോകുന്നതിന് മുമ്പ് മഴ പെയ്തു. മീകായിലിനെ വിളിച്ച് വരുത്തിയിട്ട് കായൽപ്പണത്തേക്ക് മഴ പെയ്യിപ്പിച്ചു. ആര്? ഖുത്ബിയത്തുണ്ടാക്കിയ ആര്? സദഖത്തുല്ലാഹിൽ ഖാഹിരി. ഇവരൊക്കെ എങ്ങനെയുടെ കുട്ടി ഇതൊക്കെ ശിർക്കാവായി? എന്താ ഈ വിളിച്ച് പറയുന്നത്? എൻ്റെ തലക്കെന്ത് പറ്റിപ്പോയത്? എന്താ ഈ പറ്റിപ്പോയത്? ഇതൊക്കെ എന്താ ആരാണെന്ന് ഈ വിചാരിച്ചത്? ആരാ ഈ മനുഷ്യന്മാരൊക്കെ? കണ്ടോ? അപ്പൊ ഇതാണ് പഠിപ്പിക്കുന്ന വിശ്വാസം. അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് മഴ ഇല്ലാന്ന് പറയുമ്പോൾ നബി എന്താ പറയാ? ദുആ ചെയ്യുന്നു. ആ ദുആയുടെ ഉത്തരമായി അല്ലാഹു തആല മഴ വർഷിപ്പിക്കുന്നു. ഇവിടെ വന്ന് മഴ വേണമെന്ന് പറയുമ്പോൾ പറഞ്ഞത് എന്താ? ദുആ ഒന്നുമില്ല, ഞാൻ മീകായിലിനെ വിളിച്ചോളാന്ന. എന്താ മൂപ്പര പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ മീകായിൽ? എന്നിട്ട് വിളിച്ചെത്തിയ അസറക്ക് അവിടെ വന്നിട്ട് നിങ്ങളെ മഴൻ്റെ ആൾ ദേശം മഴ പറയാ, എന്നാ പിടിച്ചോളി മഴ. ഈ വിശ്വാസമാണ് കൂട്ടരെ ഇവർ പഠിപ്പിക്കുന്നത്. ഇത് ചോദ്യം ചെയ്തതിനാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ ഇത്ര മോശക്കാരായും ഭീകരവാദികളായും തീവ്രവാദികളായും ഒക്കെ മുദ്ര കുത്താൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനപ്പുറത്ത് വേറൊന്നുമല്ല. അല്ല മുജാഹിദ് പ്രസ്ഥാനം നാട്ടിലെവിടെയെങ്കിലും തീവ്രവാദം നടത്തിയതോ ഭീകരവാദം നടത്തിയതോ ഒന്നുമില്ല. ഇത്രയും കാലം മുജാഹിദുകൾ സ്റ്റേജ് ഇങ്ങോട്ട് കയ്യേറുമ്പോൾ പോലും ഒന്ന് തിരിച്ച് അങ്ങോട്ട് കൊടുക്കാൻ പോലും മുജാഹിദുകൾ പലപ്പോഴും തയ്യാറായിട്ടില്ല. പിന്നെ അളമുട്ടിയ ചേരയും കടിക്കുന്നു പറഞ്ഞ പോലെ അങ്ങനെ വല്ലയിടത്തും ഉണ്ടെങ്കിൽ ഉണ്ടാകുന്നല്ലാതെ അതിനപ്പുറത്ത് സമാനമായ ശൈലിയിൽ
എവിടെങ്കിലും ഒന്ന് പ്രതികരിക്കാൻ പോലും മുജാഹിദ് പ്രസ്ഥാനം തയ്യാറായിട്ടില്ല. എന്നാൽ അവരെക്കുറിച്ചാണ് പറഞ്ഞത്, അവരൊക്കെ തീവ്രവാദികളാ, ഒരു പാരമ്പര്യം കളഞ്ഞോരാ, ഒരു മുസ്ലിമീങ്ങളെ മൊത്തം കാഫിറാക്കിയവരാ, എല്ലാവരെയും മുസ്ലിക്കായി കാഫിറായി ചിത്രീകരിച്ച എന്ത് പാരമ്പര്യം? ഇതൊക്കെയാണോ പാരമ്പര്യം? ഇതൊക്കെയാണോ പാരമ്പര്യം? മുമ്പിൽ പറഞ്ഞതാ, ഇത് പാരമ്പര്യത്തിന് ചോദ്യം ചെയ്തുകൊണ്ട് കടന്നു വന്നു വഹാബികൾ എന്ന. ഇവിടെ മുസ്ലിമീങ്ങളുടെ മൊത്തം പൈതൃകത്തെ മുജാഹിദ് പ്രസ്ഥാനം ചോദ്യം ചെയ്തു എന്ന അമ്പലക്കടവിൻ്റെ പരാതി. ഇല്ല കൂട്ടരെ, ഇതൊന്നും പാരമ്പര്യം അല്ല നമ്മൾ പറഞ്ഞത്. കുത്തുബിയത്തിന് പാരമ്പര്യം ഉണ്ടോ? ഇല്ല. 300 കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് വന്നതാ. മൊഹീദ്ദീൻ 400 കൊല്ലം മുമ്പ് കോഴിക്കോട്ടിൽ നിന്ന് വന്നതാ. നാരിയാസ്രാത്ത് 600 കൊല്ലം മുമ്പ് മൊറോക്കോ നിന്ന് വന്നതാ. ബുർദബേത്ത് 700 കൊല്ലം മുമ്പ് ബൂസൂരി ഉണ്ടാക്കിയതാ. നബിദിനാഘോഷം 800 കൊല്ലം മുമ്പ് മുദഫർ രാജാവ് ഉണ്ടാക്കിയതാ. ഇങ്ങനെ ഓരോരുത്തരുണ്ടാക്കിയ സാധനം, അതിനെന്തു പാരമ്പര്യ ഇസ്ലാമിൽ? മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് ദീനുമായി വന്നപ്പോൾ അവർ കൊണ്ടുവന്നോ കുത്തുബിയത്ത്, അവർ കൊണ്ടുവന്നോ ഇവിടെ മങ്കൂസ്, അവർ കൊണ്ടുവന്നോ സദഫനാമ്, അവർ കൊണ്ടുവന്നുവോ ഹദ്ദാദ് റാത്തീബ്, അവർ കൊണ്ടുവന്നുവോ മാലപ്പാട്ടുകൾ, അവർ കൊണ്ടുവന്നുവോ ഈ വക രീതികൾ? ഒന്നും കാണാൻ സാധ്യമല്ല. എല്ലാ പള്ളിക്കലും ഹദ്ദാദ് ഉണ്ടല്ലോ, ശരിയാണ്. അതെന്തേ കാരണം? സമസ്ത ഔദ്യോഗികമായി നടപ്പാക്കി, അല്ലാത്ത പൈതൃകുന്നതിലില്ല. അല്ലെങ്കിൽ തെളിയിക്കട്ടെ, മാലിക് ദിനാറിന്റെ കാലം മുതൽ ഹദ്ദാദ് ഉണ്ട്. ഇത് തെളിയിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് മുജാഹിദ് പള്ളിക്ക് ഹദ്ദാദ് ഉണ്ടാവും. മാലിക് ദിനാറും സംഘവും കേരളത്തിലേക്ക് വന്നപ്പോൾ ഹദ്ദാദുമായിട്ടാണ് വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അത് പൈതൃകമായി കൈമാറി വന്നതാണ് എന്ന് തെളിയിച്ചാൽ മുജാഹിദ് പള്ളിക്ക് ഹദ്ദാദ് ഉണ്ടാകും, ഒരു സംശയവുമില്ല. മാലിക് ദിനാറും സംഘവും കുത്തുബിയത്ത് ചൊല്ലി എന്ന് സ്ഥാപിക്കപ്പെടുന്നുവെങ്കിൽ ആ കുത്തുബിയത്തിനെ ഒരാളും ആക്ഷേപിക്കയില്ല. അതൊന്നും പൈതൃകമല്ല, അതൊന്നും പാരമ്പര്യമല്ല. 100-200 കൊല്ലങ്ങൾക്ക് മുമ്പ് ഏതോ ചില ആളുകൾ വ്യാജമായി തട്ടിക്കൂട്ടുണ്ടാക്കി കൊണ്ടുവന്ന് അത് മുസ്ലിമീങ്ങൾക്ക് പ്രചരിപ്പിച്ച് പിന്നീട് മുജാഹിദ് പ്രസ്ഥാനം അത് ശരിയല്ല എന്ന് ചോദ്യം ചെയ്യുകയും അതിൻ്റെ പൊള്ളത്തരങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ അതിന് ബദലായി 26-ൽ സമസ്ത എന്ന സംഘമുണ്ടാക്കി ഇതൊക്കെ നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചു. അവിടുന്ന് ഇങ്ങോട്ടുള്ള പാരമ്പര്യമല്ലാതെ അതിനപ്പുറത്ത് അതിന് കാര്യമായ പാരമ്പര്യമൊന്നുമില്ല. എന്നിട്ട് മൂപ്പര് പറയാ, വഹാബികളെ ഇല്ലാതാക്കാനാ സമസ്ത ഉണ്ടായത്, അതിനാ ജാമിഅ നൂരിയ ഉണ്ടായത്. വഹാബികൾ അടക്കമുള്ള ബിദഅികളെ, ഭീകരന്മാരെ ഇല്ലാതാക്കാനാ സമസ്ത ഉണ്ടായത് എന്നാണ് മൂപ്പയുടെ പ്രഖ്യാപനം. ഇവിടുന്ന് കേട്ടോളൂ നിങ്ങൾ ആ ഭാഗം, എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം. 1920-കളിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ മഹത്തായ പൈതൃകത്തിനും പാരമ്പര്യത്തിനും അതിന്റെ കടക്ക് കത്തിവെച്ചുകൊണ്ട് വിഷലിപ്തമായ ആശയങ്ങളുമായി കേരളീയ മുസ്ലിം സമൂഹം സ്വീകരിച്ചു പോന്ന പാരമ്പര്യ മാർഗവും ഇസ്ലാമിക സമൂഹവും മൊത്തം ദീനിന്റെ നേർമാർഗത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ബഹുദൈവ വിശ്വാസത്തിലേക്ക് നീങ്ങുകയും ചെയ്തു എന്ന ദുരാരോപണം ഉന്നയിച്ചുകൊണ്ട് വഹാബി പ്രസ്ഥാനം ഉടലെടുത്തു. വഹാബി പ്രസ്ഥാനത്തിന്റെ പോക്ക് തടയാതെ പോവുകയാണെങ്കിൽ കേരളീയ മുസ്ലിം സമൂഹത്തെ അവർ വെട്ടി വിഴുങ്ങുമെന്ന് മനസ്സിലാക്കിയ ദീർഘദർശനം ചെയ്ത മഹാന്മാരായ സമസ്ത കേരള ജംഇയ്യത്തുൽ കാലഘട്ടത്തിലെ സാത്വികരും നിഷ്കളങ്കരും ആദരണീയരുമായ ഉജ്ജ്വല പണ്ഡിതന്മാരും സാദാത്തുക്കളുമായ മഹാത്മാക്കൾ 1926-ൽ സമസ്ത കേരള ജംഇയ്യത്തുൽ രൂപം നൽകി. വഹാബി പ്രസ്ഥാനത്തിന്റെ ആശയാദർശങ്ങളെ സമസ്ത ശക്തിയുക്തം തെളിവുകളുടെ വെളിച്ചത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചു. അതെ, അപ്പൊ വഹാബികളെ എതിർക്കാനാണ്, അവർ ശക്തിയുക്തം എതിർക്കാൻ വേണ്ടിയാണ് സമസ്ത ഉണ്ടായത്. എന്നിട്ട് ആ വഹാബികളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. എന്നിട്ട് 90 കൊല്ലം കൊണ്ട് വഹാബികളെ ഇല്ലാതായിക്കാണോ അതോ എണ്ണം കൂടിക്കാണോ? വഹാബികളെ ഇല്ലാതെ പണ്ടൊക്കെ പറച്ചിലേട്ടാ, പണ്ട് പട്ടിക്കാട് വഹാബി പള്ളി, അപ്പുറത്ത് വേറെ വഹാബി പള്ളി, അങ്ങേപ്പുറത്ത് 3ാമതൊരു പള്ളി, പെരിന്തൽമണ്ണ ഒന്നാകെ വഹാബികളെ പള്ളി. സമസ്ത 90 കൊല്ലം പ്രവർത്തിച്ചപ്പോൾ ആ പള്ളിയൊക്കെ പൂട്ടിപ്പോയി, ഇനി ആകെ ഒരു 3-4 പള്ളിയെ ബാക്കിയുള്ളൂ എന്ന് തോന്നിപ്പോകും പറച്ചിലേട്ടാലേ. അതാണോ ഉണ്ടായത്? അതോ ഫൈസിമാരടക്കം അപ്പുറത്ത് ഇപ്പുറത്തേക്ക് മാറി നിന്നിട്ട് സമൂഹമേ ഇത് ശരിയല്ലെന്ന് വിളിച്ചു പറയുന്ന രീതിയാണോ ഉണ്ടായത്? എത്ര ഫൈസിമാർ ഇവിടെ നിന്ന് എണ്ണുകയാണെങ്കിൽ തീരാത്തത്ര ഫൈസിമാർ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വേദികളിൽ തൗഹീദ് പറയാൻ, ഖുർആൻ പ്രബോധനം ചെയ്യാൻ, ഹദീസ് എടുത്തു പറയാൻ, സുന്നത്തിലേക്ക് ക്ഷണിക്കാൻ ഇന്ന് എമ്പാടും ഫൈസിമാർ ഉണ്ട് എന്ന കാര്യം തീർച്ചയാണല്ലോ.
അപ്പോൾ വഹാബിയെ എതിർക്കാൻ വന്നുകൊണ്ട് വഹാബിയൊക്കെ കുറച്ചുകൂടി ഉഷാറ് കൂടി ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം കിട്ടി എന്നല്ലാതെ അതിനപ്പുറത്ത് വേറൊന്നുമില്ല. പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞാനൊക്കെ സുന്നയിന കാലത്ത് വഹാബിയൊക്കെ പഴയ മൂപ്പരിങ്ങനെ മാറി വന്ന ഓരോരോ മുസ്ലിയാക്കന്മാരെ കൊണ്ടുവരും പ്രസംഗിക്കാൻ വേണ്ടി. ഫൈസിമാർ, ബാക്കവിമാർ, ദാരിമിമാർ, ഇങ്ങനെ ഓരോരുത്തരെ മാത്രമേ അവിടെ പ്രസംഗിക്കാൻ പിടിക്കുള്ളൂ. അപ്പോൾ സുന്യാളും കുടുങ്ങി ഇതിങ്ങനെ വന്നപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യാം? അപ്പോൾ അവസാനം അവിടെ നിന്ന് പ്രസംഗിച്ചൊരു കുഞ്ഞാപ്പ ഫൈസി, അയാൾ പറഞ്ഞു ഇത് സമസ്തൻ്റെ കറാമത്താ, വഹാബിയാളെ സ്റ്റേജിൽ കണ്ടോ ഫൈസിമാരും ബാക്കവിമാരും പ്രസംഗിക്കുന്നു പറഞ്ഞു. സമസ്തൻ്റെ കറാമത്താണിത്. അപ്പം പിന്നെ വന്ന് പ്രസംഗിച്ച മുജാഹിദ് വലി പറഞ്ഞു ഈ കോലത്തിൽ കറാമത്ത് തട്ടിയപ്പോൾ സമസ്ത പൂട്ടിപ്പോകുമല്ലോ പറഞ്ഞു. കാരണം അവിടെയുള്ള മനുഷ്യന്മാരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടാണ് കറാമത്തെങ്കിൽ ഇതധികം നിലക്കൂലല്ലോ. അപ്പം ആ നിലക്കാണ് പിന്നെ പറയാൻ ശ്രമിച്ചത്. ഏതായിരുന്നാലും ഇവർ സമസ്ത ഉണ്ടാക്കിയത് എന്തിനാന്നും പഠിപ്പിച്ച വിഷയം എന്താണെന്നും ആദർശം എന്താണെന്നും നമ്മളോട് വിശദീകരിച്ചു. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ എതിർക്കാൻ തന്നെ ഒരു വന്നത് അവർക്ക് സ്വന്തമായ ആശയമുണ്ടായിരുന്നില്ല. നേരെ മറിച്ച് ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇവിടെ നിലനിർത്തിപ്പോരുക എന്നത് മാത്രമേ അവർക്ക് അജണ്ടയായിട്ടുള്ളൂ. 90 കൊല്ലം ഇപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തെ എന്തൊക്കെ ആക്ഷേപിച്ചാലും ധാരാളം മനുഷ്യന്മാർ സമസ്തയുടെ നയനിലപാടുകൾ ശരിയല്ലെന്ന് മനസ്സിലാക്കി തൗഹീദിൻ്റെ വഴിയിലേക്ക് മാറി വരികയല്ലാതെ തിരിച്ചങ്ങോട്ടുള്ള ഒരു ഒഴുക്ക് ആ നിലക്ക് കാണാൻ സാധിച്ചിട്ടില്ല. അതല്ലേ ഉണ്ടായത്. ഇനി എത്രയോ ഫൈസിമാർ മാറിയിട്ടില്ലെങ്കിലും ഉള്ളു മാറിയിട്ട് ഈ വക മൗലിദും റാത്തീബിനും ഇങ്ങനത്തെ ഏർപ്പാടിനും ജാറങ്ങൾക്കും ഒന്നുമില്ലാതെ അതിനൊക്കെ എതിർത്തുകൊണ്ട് അവരെ മാറി നിൽക്കുകയും ചെയ്യുന്നു. കാരണം എന്തേ, ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് മാത്രം. അതല്ലാതെ എന്നിട്ട് അവസാനം അതൊക്കെ വിലപ്പെടാതെ പോയപ്പോൾ എത്ര ആയത്തോതിയിട്ടും എത്ര ഹദീസ് പറഞ്ഞിട്ടും കിതാബുണ്ട് പറഞ്ഞിട്ടും ഇപ്പം മനുഷ്യന്മാർ വിശ്വസിക്കുന്നില്ല. ആൾക്കാരൊക്കെ വഹാബികളൊപ്പം അപ്പം കണ്ടെത്തിയ വഴിയാ ദാ ഇവിടെ തീവ്രവാദികളാ, ഇവര് ഭീകരവാദികളാ. തെളിവെന്താ? മൂപ്പർ പറഞ്ഞ തെളിവാരസം. തെളിവ് IS ലോകത്ത് ജാറം പൊളിച്ചിട്ടുണ്ട്, വഹാബിയാളും ജാറം പൊളിക്കുന്നുണ്ട്. അപ്പം രണ്ടും ഒന്നാ മനസ്സിലാക്കാൻ. അതാണ് കാര്യമായ തെളിവ്. അവരാണ് ലോകത്ത് ജാറം പൊളിക്കുന്നത്, വഹാബികളും ജാറം പൊളിക്കുന്നു. അതുകൊണ്ട് രണ്ടും ഒന്നല്ലേതാ. കേട്ടോളൂ അയാളുടെ ചോദ്യം. ഹമീദ് ഫൈസിയുടെ ചോദ്യം വരട്ടെ. ആ വഹാബി പ്രസ്ഥാനം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത പേരുകളിലായി അൽ-ഖായിദ എന്നും IS എന്നും ബൊക്കോ ഹറാം എന്നും താലിബാൻ എന്നും തഹ്രീക്കെ താലിബാൻ എന്നും വ്യത്യസ്ത പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ഈ സാക്ഷാൽ വഹാബി പ്രസ്ഥാനത്തിന്റെ പതിപ്പുകളിൽ നിന്ന് അതിന്റെ തനിയാവർത്തനം ക്രൂരമായ മക്കാമുകൾ തകർക്കലുകളും കൂട്ടക്കൊലകളും നടത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവൻ അവർ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഇറാഖിലെ മൊസൂളിലായിരുന്നു അള്ളാഹുവിന്റെ അമ്പിയാക്കൾ പ്രമുഖനായ നബിയുല്ലാഹി യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ 2014 ജൂലൈ 24 ബുൾഡോസർ കൊണ്ടുവന്ന് തകർത്ത് തരിപ്പണമാക്കിയത് ISന്റെ ഭീകരന്മാരായിരുന്നു. മഹാനായ നബിയുല്ലാഹി ദാനിയാൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ ISന്റെ ഭീകരന്മാരായിരുന്നു. മഹാനായ ഷെയ്ഖ് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളുടെ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ ISന്റെ ഭീകരന്മാരായിരുന്നു. അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഇമാമുന നവവി റളിയല്ലാഹു അൻഹുവിന്റെ മഖാം തകർത്ത് തരിപ്പണമാക്കിയത് ഈ വർഷങ്ങളിൽ ISന്റെ ഭീകരന്മാരായിരുന്നു. ആ IS വഹാബി പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായി ലോകത്ത് ഇത്തരം ഭീകര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിലെ വഹാബി പ്രസ്ഥാനവും ഒരർത്ഥത്തില്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അതിന്റെ പ്രമുഖരായ പണ്ഡിതന്മാർ പ്രസംഗിച്ചു, ഈ സൗദി അറേബ്യയുടെ ഭരണം കേരളത്തിലെ വഹാബി പ്രസ്ഥാനത്തിന് ലഭിക്കുകയാണെങ്കിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പച്ച കുബ്ബകൾ തകർത്ത് തരിപ്പണമാക്കും എന്ന് പ്രസംഗിച്ച ഭീകരന്മാർ ഇവിടെയും ജീവിച്ചിരിക്കുന്നുണ്ട്. ഈ തരത്തിലുള്ള പ്രസ്ഥാനത്തിനെതിരെ സന്ധിയില്ലാ സമരം കഴിഞ്ഞ 9 പതിറ്റാണ്ട് കാലം സമസ്തയുടെ മക്കൾ നടത്തിയതിന്റെ ഫലമായി ഇന്നതാ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ചിഹ്ന ഭിന്നമായി ശിഥിലമായി കിടക്കുകയാണ്. അപ്പൊ കണ്ടോ, അവരൊക്കെ ജാറം പൊളിച്ചു, മക്കബറ പൊളിച്ചു. വഹാബികളും പറയുന്നു മക്കബറ പൊളിക്കണം. അപ്പൊ രണ്ടും ഒന്നാണ്. അതുകൊണ്ട് വഹാബി സമം IS സമം വഹാബി എന്നാണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് ചില ശരിയല്ലാത്ത നീക്കങ്ങൾ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് പോലും ഉണ്ടായപ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും വഹാബികളുടെ മേത്തേക്ക് ആ തീവ്രവാദ ആരോപണമായി വരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് സത്യമാണ്. അവിടെയും പക്വമായി പെരുമാറിയ
പക്വമായി പെരുമാറിയ രീതിയാണ്, ചരിത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായത്. മുജാഹിദുകളാണ് തീവ്രവാദികൾ എന്ന് APEക്ക് സമസ്തക്കാർ ഒന്നിച്ചു പറയാൻ ശ്രമിച്ചു. ജമാഅത്തെ ഇസ്ലാമിയും കിട്ടിയ അവസരങ്ങളിൽ അക്ഷര സലഫികളെന്നും അക്ഷര പൂജകളെന്നൊക്കെയുള്ള പേരിട്ടുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട് ആ രംഗം കലക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വിസ്മരിക്കുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ചില കേവലമായ സംഘടനാ പക്ഷപാതികളും ആദ്യഘട്ടത്തിൽ അത്തരം ശ്രമങ്ങൾ നടത്തി. പക്ഷേ അന്ന് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ദഅ്വ കൂട്ടായ്മ അവർ പറഞ്ഞു, തീവ്രവാദം എന്നത് പരസ്പരം ആരോപിക്കേണ്ടതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കേണ്ടതല്ല. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഒരു സംഘത്തെയും വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ടില്ല, അവരാകുന്നു തീവ്രവാദികൾ, അവരാകുന്നു ഭീകരവാദികൾ എന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ ആദർശപരമായി എവിടെയാണ് തീവ്രവാദം വരുന്നത്, എവിടുന്നാണ് ISന്റെ ഉത്ഭവം, എന്താണ് തീവ്രവാദങ്ങൾ പോകാനുള്ള കാരണങ്ങൾ എന്ന് കൃത്യമായി പഠിപ്പിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നിട്ടുമുണ്ട്. കോഴിക്കോട് വെച്ച് ഈ വിഷയത്തിൽ ആദ്യമായി ഈ മുസ്ലിം സമുദായം മുഴുവൻ അമ്പരന്ന് നിൽക്കുമ്പോൾ എന്താണ് IS എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ, അത് ഇസ്ലാമികമല്ലെന്ന് ബോധ്യപ്പെടുത്താൻ ധൈര്യം കാണിച്ചവർ മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു. IS മതനിഷിദ്ധം, മാനവവിരുദ്ധം എന്ന പേരിൽ കോഴിക്കോട് ടൗണിൽ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ലേബലിലാണ് ആദ്യമായി ഔദ്യോഗികമായി ഈ വിഷയങ്ങൾ കൃത്യമായി പ്രമാണബദ്ധമായി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിച്ചത്. അതിനുശേഷം മതം വിദ്വേഷമല്ല, സലഫിയത്ത് വിദ്വേഷമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് തന്നെ വേദി സംഘടിപ്പിച്ചു. എന്തിനേറെ ഈ പെരിന്തൽമണ്ണയിലടക്കം ഈ വിഷയമായി തീവ്രവാദവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന്റെ നിലപാട് എന്ത് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ പ്രോഗ്രാം സംഘടിപ്പിച്ചവർ മുജാഹിദ് പ്രസ്ഥാനമായിരുന്നില്ലേ? അവിടെ നമ്മൾ സമസ്തക്കാരെ കണ്ടിട്ടില്ല, ആ നിലക്കുള്ള ആളുകളെ നമ്മളവിടെ ഒന്നും കണ്ടിട്ടില്ല. മാത്രവുമല്ല, വേണമെങ്കിൽ എടുത്തു പറയാനെമ്പാടും തിരിച്ചു കാണിക്കാൻ കഴിയും. പക്ഷേ ആ ശൈലി അല്ല മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെത് എന്നതുകൊണ്ട് 2001 സുന്നി വിഭാഗം എഴുതി വിട്ടത് എന്താ? സുന്നി വിഭാഗം എഴുതി വിട്ടു അവിടെ പ്രസിദ്ധീകരണത്തിൽ എന്താ, കനൽ പദങ്ങളിലെ സിംഹം എന്ന് പറഞ്ഞ ലേഖന പരമ്പര. കനൽ പദങ്ങളിലെ സിംഹം, അതിൽ ഒന്നാമത്തെ ആളെ പരിചയപ്പെടുത്തിയാരാ? ഉസാമ ബിൻ ലാദൻ. കണ്ടോ, കനൽ പദങ്ങളെ സിംഹമായി ആദ്യം പരിചയപ്പെടുത്തിയത് ഉസാമ ബിൻ ലാദൻ. എന്നിട്ട് പറയാ, ഗാംഭീര്യമുറ്റിയ ശിരസ്, തലയിൽ പാണ്ഡിത്യത്തിൻ്റെ പ്രതീകമായ വാലൻ തലപ്പാവ്, നീണ്ട താടി, ചുണ്ടിൽ എളിമയുടെ പുഞ്ചിരി, ഒരേ സമയം ശത്രുക്കളെയും മിത്രങ്ങളെയും വേണ്ടതുപോലെ ഉൾക്കൊള്ളാനുള്ള മനസ്സ്. അതാണത്രേ ഉസാമ ബിൻ ലാദൻ. എന്നിട്ട് ആ ബിൻ ലാദൻ്റെ ചരിത്രം വിശദമായി പറയുന്നു. ആ കൂട്ടത്തിൽ ബിൻ ലാദൻ്റെ രീതികൾ, അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആചാരങ്ങൾ എല്ലാം പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നവർക്ക് ഈ ലോകത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്ന തിരിച്ചടികൾ ഉസാമയെ ഇരുത്തി ചിന്തിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പാരായണം, മഹാന്മാരുടെ ഖബർ സിയാറത്ത്, പുണ്യമെടുക്കൽ തുടങ്ങി ആത്മീയ ലോകത്തേക്ക് മെല്ലെ മെല്ലെ ഉസാമ കാൽ വെച്ചു. കണ്ടോ? അപ്പോൾ ഉസാമ എങ്ങണ്ടാ പോയത്? വഹാബിക്കല്ല, വഹാബിസത്തക്കല്ല പോയത്. പിന്നെയോ മഹാന്മാരുടെ ഖബറിൽ ചെന്ന് അവിടെ ബർക്കത്തെടുക്കുക, അതേപോലെ അവിടെ പോയി കൂടുക, ആ നിലയ്ക്കുള്ള ലോകത്തേക്ക് മെല്ലെ മെല്ലെ ഉസാമ കാല് വെച്ചു. പാശ്ചാത്യ സംസ്കാരത്തെ ഉസാമ പാടെ വെറുത്തു. മദീന മുനവ്വറയിൽ പ്രവാചകന്റെ മഖബറയിൽ മണിക്കൂറുകൾ ചെലവഴിച്ച് കരളഴിഞ്ഞു പ്രാർത്ഥിച്ചു. തൻ്റെ സ്വത്തും കഴിവും ഇസ്ലാമിന് വേണ്ടി ചെലവഴിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ഉസാമയെ പരിചയപ്പെട്ട സുന്നി പ്രസിദ്ധീകരണത്തിൽ 2001 ഞങ്ങൾക്കിത് വായിച്ചിട്ട് വേണമെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രസംഗം വെക്കാം. ഇതാ കണ്ടോ, സുന്നികളാകുന്നു തീവ്രവാദികൾ, അവരാകുന്നു ഭീകരവാദികൾ, അവരാകുന്നു ഉസാമയെ പ്രൊമോട്ട് ചെയ്തവർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഞങ്ങളത് പറയില്ല, ഞങ്ങളുടെ ശൈലി അതല്ല. മാത്രമല്ല, ആ ലക്കത്തിന് മുഖലേഖനത്തിൽ കാണാം അമേരിക്കയോട് എന്നാണ്. അതിന് പറയാ, മുസ്ലിം ലോകത്ത് 2 ആൺകുട്ടികളാണുള്ളത്, സദ്ദാം ഹുസൈനും ഉസാമയും. ലോക മുസ്ലിങ്ങളുടെ പ്രിയപ്പെട്ടവരാണവർ. എന്താ പറഞ്ഞത്? മുസ്ലിം ലോകത്ത് 2 ആൺകുട്ടികളാണ് ഉള്ളത്. ഒന്ന് ഹമീദ് വൈസി ഒന്നല്ല, പിന്നെ ആര്? ഒന്ന് ഉസാമ ബിൻ ലാദൻ.
അവര് ലോക മുസ്ലിങ്ങൾക്ക് പ്രിയപ്പെട്ടവർ. ആ ലോക മുസ്ലിങ്ങളിൽ ഈ സമസ്ത ഉണ്ടോ? അപ്പൊ സമസ്തക്ക് പ്രിയപ്പെട്ടവരാണോ? സമസ്തക്ക് പ്രിയപ്പെട്ടവരാണോ? പച്ചയായി എഴുതി വിട്ടതാ. അപ്പൊ ലക്കം 1 കനൽ പദത്തിലെ സിംഹങ്ങളുടെ ലേഖന പരമ്പരയിൽ ഒന്നാമത്തെ വ്യക്തി ഉസാമ ബിൻ ലാദൻ. രണ്ടാമത്തെ വ്യക്തി ആരാ? രണ്ടാമത്തെ വ്യക്തി പരിചയപ്പെടുത്തിയത് മുല്ല ഉമർ. കണ്ടോ, മുല്ല ഉമർ. അതും വെറും മുല്ല ഉമർ അല്ല പറഞ്ഞത്. പിന്നെയോ രണ്ടാമത്തെ വ്യക്തി കണ്ടോ, കനൽ പദങ്ങളുടെ സിംഹം 2 അമീറുൽ മുഅ്മിനീൻ ഷെയ്ഖ് മുല്ല മുഹമ്മദ് ഉമർ. അമീറുൽ മുഅ്മിനീൻ എന്നാണ് പറഞ്ഞത്. മൊത്തം മുഅ്മിനീങ്ങൾ അമീറായി പരിചയപ്പെടുത്തിയിട്ട് അമീറുൽ മുഅ്മിനീൻ എന്ന് പേരിട്ടുകൊണ്ട് മുല്ല ഉമറിനെ പരിചയപ്പെടുത്തിയ സുന്നി വിഭാഗം ആളുകൾ അവരാണ് ഇപ്പുറത്ത് വന്ന് സ്റ്റേജ് ഇട്ടിട്ട് കണ്ടോ, ഇവരാ തീവ്രവാദി, ഇവരാ IS. കാരണം ജാറങ്ങൾ പൊളിക്കലുണ്ട്. തൗഫീഖ് ഉണ്ടെങ്കിൽ ഇനിയും പൊളിക്കും ചെയ്യും. അത് പൊളിക്കേണ്ടതാ, അത് പൊളിക്കേണ്ടത് സംശയമൊന്നുമില്ല. ഹദീസ് പ്രകാരം ജാറം പൊളിക്കേണ്ടതാണ്. ഷാഫി മദ്ഹബ് പ്രകാരം ജാറം പൊളിക്കേണ്ടതാണ്. എല്ലാ മദ്ഹബ് പ്രകാരം ജാറം പൊളിക്കേണ്ടതാ. ജാറം സ്ഥാപിക്കാൻ, ജാറം കെട്ടിപ്പടുക്കാൻ പറഞ്ഞ ഒരൊറ്റ കിതാബ് ഷാഫി മദ്ഹബിൽ കാണിച്ചു തരാൻ കഴിയൂല. 7000 പൈസയാൾ 54 കൊല്ലം കൊണ്ട് ഇറങ്ങിയെന്നല്ലേ പറഞ്ഞത്. 7000 70,000 പൈസയാൾ വന്നാലും ശരി, ജാറം കെട്ടിപ്പൊക്കാൻ പറഞ്ഞ, അവിടെ പോയി ബർക്കത്തെടുക്കാൻ പറഞ്ഞ, അവിടെ പോയി തൊട്ടുമുത്താൻ പറഞ്ഞ, അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഒരൊറ്റ മദ്ഹബിലെ ഇമാമിനെ 4 ഇമാമുമാരിൽ ഒരാളെപ്പോലും കാണിക്കാൻ സാധ്യമല്ല. സംശയമൊന്നുമില്ല. അവിടെയൊക്കെ പഠിപ്പിച്ചത് പൊളിക്കണമെന്ന. ഫത്തുൽ മുഈൻ അടക്കം പറഞ്ഞ എന്താ അറിയോ? വകുരിഹ ബിനാഉ ലഹു ഔ അലൈഹി ലിസിഹത്തിൻ നഹി അൻ ദാലിക. ഖബറിന് മീതെ എടുപ്പുണ്ടാക്കൽ വെറുക്കപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട്? കറാഹത്താണ്, വെറുക്കപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ട്? വ്യക്തമായ വിരോധം ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് പറയാം മഹല്ലുൽ കറാഹ. കറാഹത്ത് എന്ന് പറഞ്ഞത് ഇദാകാന ബിമുൽക്കിൽ ബാനി, നിർമ്മിക്കുന്ന ആളുടെ ഉടമാവകാശമുള്ള സ്ഥലത്താണെങ്കിലാണ് കറാഹത്ത്. അവനവൻ്റെ പറമ്പിൽ മറവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഇന്നലെ വലുത്തൊരാൾ മരിച്ചു, അയാളെ മറിഞ്ഞ് സ്വന്തം വീട്ടിലാണ്. വഹാബികൾ മരിച്ചാൽ പറയും, ഹേയ് ഇവിടെ ഖബർസ്ഥാനം മറയാൻ പറ്റൂല എന്ന്. ഓല് മരിക്കുമ്പോഴോ ഖബർസ്ഥാനം കൊണ്ടുപോയിട്ടില്ല. അത് എന്തുകൊണ്ട് നമുക്കറിയില്ല. ആവട്ടെ, ഏതാണെങ്കിലും സ്വന്തം സ്ഥലത്താണ് മറവ് ചെയ്യുന്നത് എങ്കിലാണ് കറാഹത്ത്. ഇദാകാന ബി മുസബ്ബല, പൊതു ഖബർസ്ഥാനിലാണെങ്കിൽ വഹിയ മഅ്താദ അഹ്ലിൽ ബലദി അദ്ദഫ്ന ഫീഹാ. പൊതു ഖബർസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാർ സാധാരണ മറവ് ചെയ്യുന്ന സ്ഥലം. വഖഫ് ചെയ്യപ്പെട്ടതാവട്ടെ അല്ലാത്തതാവട്ടെ, വഖഫാണോ അല്ലേ എന്ന് അറിയപ്പെട്ടതാവട്ടെ അറിയപ്പെടാത്തതാവട്ടെ, ഏതാണെങ്കിലും ശരി, അത്തരം സ്ഥലത്താണെങ്കിൽ ഹറുമ, അത് ഹറാമാണെന്ന് മാത്രമല്ല, വഹുദിമ വുജൂബൻ, നിർബന്ധമായും അത് പൊളിച്ചു മാറ്റപ്പെടണം. ഫത്തുൽ മുഈൻ കിതാബുൽ ജനായിസ്, കിതാബുൽ ജനായിസിന് ഫത്തുൽ മുഈൻ പറയുന്നു, പൊതു സ്ഥലത്ത് ഖബർ കെട്ടി ഉയർത്തിയാൽ വഹുദിമ വുജൂബൻ, നിർബന്ധമായും വാജിബായി കൊണ്ട് പൊളിച്ചു മാറ്റണം. ആ വാജിബ് മുജാഹിദീങ്ങൾ ചെയ്തു. ആ ചെയ്തു തീവ്രവാദി ഇത് എഴുതിച്ചോനോ നിർബന്ധമായും പൊളിച്ചു മാറ്റണം എന്ന് എഴുതിയാക്കാൻ IS ഒന്നുമില്ല. ഞങ്ങൾ സാധുക്കൾ പോയി പ്രാവർത്തിയാക്കിയാലോ, കണ്ടോ ഒരു തീവ്രവാദിയാണ്, നിങ്ങൾ എഴുതിച്ച കിതാബ് അതും ഞങ്ങളെന്ന് പ്രാവർത്തിയാക്കണമെന്ന് പറഞ്ഞാലോ, അത് ഞങ്ങൾ പ്രാവർത്തിയാക്കിക്കാളി ഒരു പ്രശ്നമില്ല. എല്ലാ ജാറും പൊളിച്ച് വെക്കാം. മമ്പുറം, പുത്തമ്പള്ളി, മജമീർ, മേർവാടിയും എല്ലാ ജാറും പൊളിച്ചൊഴിവാക്കേണ്ടതാണ് ഷാഫി മദ്ഹബ് പ്രകാരം. വെറുതെ മനുഷ്യന്മാരെ വികാരം കൊള്ളിക്കുക. കണ്ടോ റസൂലുള്ളാഹിന്റെ കുബ്ബ പൊളിക്കുന്നു പറഞ്ഞേക്കണ്. റസൂലുള്ളാഹിന്റെ കുബ്ബ റസൂൽ പഠിപ്പിച്ചതാ ഉണ്ടാക്കാൻ? സ്വഹബ ഉണ്ടാക്കിയതാ? താബിഈങ്ങൾ ഉണ്ടാക്കിയതാ? താബിഈങ്ങൾ ഉണ്ടാക്കിയതാ? ഷാഫി ഇമാമിനെ കാലത്തുണ്ടോ ആ കുബ്ബ? ഹിജ്റ 678 മൻസൂർ ഖലാവൂൻ എന്ന് പറയുന്ന രാജാവ് ഉണ്ടാക്കിയ കുബ്ബയാ. അതിനെന്താ ഇസ്ലാമിന് സ്ഥാനമുള്ളത്? ഒരു സ്ഥാനവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല ഖബറിന് മീതെ കുബ്ബയുണ്ടാക്കാൻ. ഷാഫി ഇമാമിന്റെ ഖബറിന് മീതെ ഹിജ്റ 650 കുബ്ബയുണ്ടായി. ഇമാം ഷാഫി മരിച്ച് ഖബറുണ്ടായത് 204. ആ ഖബറിന് മീതെ കുബ്ബയുണ്ടായത് 650. അന്ന് ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പറഞ്ഞു ആ കുബ്ബയുണ്ടാക്കാൻ പാടില്ല, പൊളിച്ചു മാറ്റണം. ഇബ്നു ഹജർ ഹൈതമിയുടെ ഫതാവൽ കുബ്രയിൽ കാണാം, വലഖദ് അഫ്താ ജമാഅത്തു മിൻ ഉലമാഇ ശാഫിഇയ്യ ബിഹദ്മി ഖുബ്ബത്തിൽ ഇമാം ശാഫിഈ വഇൻ സുരിഫ അലൈഹാ ഉലൂഫും മിന ദനാനീർ. കിതാബിൽ ഇല്ലെങ്കിൽ പറഞ്ഞോട്ടെ, ഇമാം ഷാഫിയുടെ കുബ്ബ പൊളിച്ചു മാറ്റണമെന്ന് വലഖദ് അഫ്താ ജമാഅത്തു മിൻ ഉലമാഇ ശാഫിഇയ്യ
ഷാഫി മദ്ഹബിൽപ്പെട്ട പ്രഗത്ഭരായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നു. ബിഹദമി ഖുബ്ബത്തിൽ ഇമാമി ഷാഫിഈ, ഇമാം ഷാഫിയുടെ ഖുബ്ബ പൊളിച്ചു കളയണമെന്ന് ഷാഫി മദ്ഹബിലെ പ്രധാനികളായ ഒരു സംഘം പണ്ഡിതന്മാർ ഫത്വ നൽകിയിരിക്കുന്നു. കാരണം അത് പൊതു ഖബർസ്ഥാനിലാണ്. ആയിരക്കണക്കിന് ദീനാറുകൾ ചെലവഴിക്കപ്പെട്ടെങ്കിലും അത് പൊളിച്ചു മാറ്റണമെന്ന് അവർ ഫത്വ നൽകിയിട്ടുണ്ട്. ഫതാവൽ കുബ്രയിൽ ഇബ്നു ഹജർ ഹൈതമി പഠിപ്പിക്കുകയാണ്. അതേ മുജാഹിദീങ്ങൾ ചെയ്തിട്ടുള്ളൂ. എന്നിട്ട് കുറേ ജാറം പൊളിച്ചു. അതൊക്കെ പൊളിച്ചെങ്കിൽ നല്ല കാര്യം, ബാക്കിയും കൂടി പൊളിക്കാൻ വേണ്ടത്. അപ്പോൾ IS ജാറം പൊളിച്ചു, ബലും പൊളിച്ചു, തിരിച്ചമൊക്കെ പറഞ്ഞൂടെ ജൂതന്മാർ ജാറുണ്ടാക്കി, സമസ്തൻ ജാറുണ്ടാക്കി, അവിടെ സമസ്ത ജൂതന്മാർ പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ലോകത്ത് ആദ്യം ജാറുണ്ടാക്കിയതാരാ? യഹൂദികളാണ്, പിന്നെ നസ്വാറാക്കളാണ്. ഹദീസിൽ കാണാം ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ, ജൂത ക്രിസ്ത്യാനികൾക്ക് അള്ളാഹിന്റെ ശാപമുണ്ട്. കാരണം ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കളുടെ ഖബറുകളെ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി. യഹൂദികളും നസാറാക്കളും അംബിയായിൻ്റെ ഖബർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. അതിൻ്റെ പേരിൽ പോലും അവർക്ക് ശാപം. നമ്മളോ അംബിയാക്കളല്ല, ഔലിയാക്കളല്ല, ആരാന്ന് പോലും അറിയില്ല. ആരാണെന്ന് പോലും അറിയാത്തവർ, മയ്യത്തുണ്ടോന്നറിയാത്തവർ. മുനമ്പത്ത് ബീവി ജാറം ആരാ അവിടെ ഉള്ളത്? ആർക്കറിയാം? മുനമ്പത്ത് ബീവി ജാറത്ത് ആരാ കിടക്കുന്നത്? വല്ല പിടുത്തുണ്ടോ? വേങ്ങര കോയപ്പാപ്പാണ് ജാറം, CM വലിയുള്ളാഹിയുടെ ജാറം ആളറിയാം. പക്ഷേ ഇസ്ലാമിക മര്യാദകൾ ജീവിതത്തിൽ പാലിച്ച് ജീവിച്ചവരാണോ അവർ? അല്ല. മാനസികമായ നിലതെറ്റിയവരാണ്. അവർക്ക് ഇസ്ലാമിക മര്യാദകൾ ബാധകമല്ല, അവരാക്ഷേപിക്കാൻ വകുപ്പില്ല. പക്ഷെ അവരെ ഖബർ ആരാധനാ കേന്ദ്രമാക്കി മാറ്റി. പല മക്ബറകളും കച്ചവടം ചെയ്തില്ലേ? പല മക്ബറയും കച്ചവടം ചെയ്തു. റഹ്മത്തുള്ളാ ഖാസിമി പോലും ആ യാഥാർത്ഥ്യം തുറന്ന് പറയുന്നുണ്ട്. മക്ബറ കച്ചവടം വരെ നടന്നു. വഹാബിയാളല്ലോ ചെയ്തത്, വഹാബിയാളല്ലോ. കേട്ടോളി, ഖാസിമി പറയട്ടെ, നിനക്ക് കച്ചവടക്കാരെ വേറെ കാണിച്ചു തരാം. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ മഖബറകൾ വരെ കച്ചവടം ചെയ്ത നാടാണ് കേരളവും മലബാറും കോഴിക്കോടും എന്നും ഞാൻ ഈ കൂട്ടത്തിൽ പറയുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, ഔലിയാക്കന്മാരെ മഖബറ വിൽക്കുക. ഈ കൗമ്, ഈ നൗമ് നന്നാവും. ഇവരൊക്കെ പേരാണ് സുന്നി. ഇവര് സുന്നി അല്ല മനുഷ്യന്മാര്, ഇവര് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. കണ്ടോ, ഈ കൗമ് നന്നാവൂല ഈ പോക്കാണെങ്കിൽ. ഇത് കച്ചവടത്തിന്റെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ധൈര്യമായി പറയാൻ കഴിയും, ഒരൊറ്റ വഹാബിയും ഒരൊറ്റ മക്ബറയും കച്ചവടം ചെയ്തിട്ടില്ല. ധൈര്യമായി പറയാൻ പറ്റും. എന്നാൽ അതേപോലെ പ്രഖ്യാപിക്കാൻ പറ്റുമോ സുന്നിയാളാരും മക്ബറ കച്ചവടം ചെയ്തിട്ടില്ലാന്ന് പറയാൻ പറ്റുമോ? സമസ്ത തന്നെയും ഔദ്യോഗികമായി മക്ബറ കച്ചവടം ചെയ്തിട്ടില്ലേ? അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞുതരും സമസ്ത ഔദ്യോഗികമായി ഖബർ കച്ചവടം ചെയ്ത കഥ പറയട്ടെ. ഷെയ്ഖുന ആശുപത്രി കിടക്കുന്ന സമയത്താണ് വരക്കല മക്കാമ് വിലക്ക് വാങ്ങുന്നത്. ശ്രദ്ധിച്ചോളൂ, സാധാരണക്കാർ. വരക്കല മക്കാമ് എന്ന് പറഞ്ഞാൽ തങ്ങന്മാരെ പ്രോപ്പർട്ടിയാണ്. ശരിക്കും ഷെയ്ഖുന ശംസുൽ ഉലമ അസ്ഹരി തങ്ങളെ സമത്തയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത് തന്നെ ആ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നിപ്പോ. ആ ഒരൊറ്റ ആവശ്യം. കാരണം എന്താ? തങ്ങന്മാരെ ബന്ധപ്പെടാതെ ആ കുടുംബം അസ്ഹരി തങ്ങളില്ലായിരുന്നുവെങ്കിൽ ആ സ്ഥലം സമത്തക്ക് കിട്ടൂല. അന്ന് ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങളെ സമത്തയുടെ തലപ്പത്തിരുത്തിയിട്ട് അദ്ദേഹത്തെ കൊണ്ട് കച്ചവടം നടത്തിയിട്ട് ആ സ്ഥലം വാങ്ങി. ഇന്ന് സമത്തൻ്റെ കയ്യിൽ ആ സ്ഥാപക നേതാവിൻ്റെ സ്ഥലം, മുല്ലക്കോയ തങ്ങളെ സ്ഥലം സമത്തൻ്റെ സ്വന്തം സ്വത്താ. എന്നിട്ട് ഷെയ്ഖുന പറഞ്ഞു, ആ സ്ഥലം വാങ്ങി രജിസ്റ്റർ ചെയ്ത ഉടനെ ഷെയ്ഖുന പറഞ്ഞു, എന്നെ അവിടെയാണ് മറവ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ അവിടേക്ക് ആ പോക്ക്. മുജാഹിദ് പ്രസ്ഥാനം എവിടെയും ഒരു ഖബറും കച്ചവടം ചെയ്തിട്ടില്ല. സമസ്തക്കാർക്ക് ഒരുവിധം എല്ലാ ഖബറും കച്ചവട കേന്ദ്രങ്ങളായി മാറുകയും ചെയ്തു. അപ്പൊ അത് ഇസ്ലാമുമായി ബന്ധമുള്ളതല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് തീവ്രവാദിയാകുന്നതെങ്കിൽ, അതിൻ്റെ പേരിലാണ് IS ആരോപിക്കുന്നതെങ്കിൽ സന്തോഷമേയുള്ളൂ കൂട്ടരെ, സന്തോഷമേയുള്ളൂ. ഷാഫി ഇമാം പറഞ്ഞല്ലോ, നബി കുടുംബത്തോട് സ്നേഹം കൊണ്ട് എന്നെ റാഫിദി എന്ന് വിളിക്കുന്നുവെങ്കിൽ ഞാൻ റാഫിദി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ ഇമാം ഷാഫിയുടെ പാരമ്പര്യം ആ വിഷയത്തിൽ മുജാഹിദ് കിട്ടുമെന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പം മഖബറ പൊളിച്ചു എന്നാണ് വലിയ പ്രശ്നം. അതുകൊണ്ട് അവരുമായി ഒരു ബന്ധവും പാടില്ല എന്നാണ്. വഹാബി ഭീകരന്മാരെ മാറ്റി നിർത്തണമെന്നാണ്. അവരുമായി മാറ്റി നിർത്തിയ ഒരു ബന്ധം പാടില്ല ഇത് സമസ്ത പ്രഖ്യാപിച്ചു എന്നാ പറയട്ടെ. വഹാബിയാളെ ഭീകരന്മാരാക്കി മാറ്റി നിർത്താൻ പഠിപ്പിച്ചു എന്നാ. വഹാബി പ്രസ്ഥാനം അത് ഭീകര പ്രസ്ഥാനത്തിന്റെ ഭാഗമാണെന്നും അത് ബിദ്അഈ പ്രസ്ഥാനമാണെന്നും കേരളീയ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുന്നതോടൊപ്പം ജമാഅത്തെ ഇസ്ലാമി വന്നപ്പോൾ അത് ബിദ്അഈ പ്രസ്ഥാനം തന്നെയാണെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തുറന്നു കാണിച്ചു. തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് ഉസ്താദുൽ അസാതീദ് റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനോട് അധ്യക്ഷതയിൽ ചേർന്നാണ്
തബ്ലീഗ് ജമാഅത്ത് ബിദഅത്തിന്റെ പാർട്ടിയാണെന്ന് തീരുമാനിച്ചത്. ഈ വിധത്തിൽ പ്രത്യക്ഷത്തിൽ നല്ലതാണെന്ന് തോന്നിക്കുന്ന കക്ഷികളെ പോലും കൃത്യമായി പഠിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അവരുമായി ഒരുവിധ ബന്ധവും പറ്റില്ലെന്നും അവരെ സമുദായത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നും അവരുടെ ആദർശം ഉൾക്കൊള്ളാൻ പറ്റില്ലെന്നും പച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ പണ്ഡിതന്മാർ മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അന്തസ്സോടെ ആത്മാഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഈ 10,000-കണക്കിന് ഇസ്ലാമിക പ്രബോധകന്മാരെ വാർത്തെടുക്കാൻ കഴിഞ്ഞത് എന്ന സത്യം സാന്ദർഭികമായി അനുസ്മരിക്കുകയാണ്. അതെ, ഇപ്പൊ വഹാബിയുടെ ഭീകരന്മാര്, അവരെ ബിദഈകള്, അവരെ മാറ്റിർത്തണം. ഈ ചങ്ങാതി പഠിച്ചത് എവിടെ? വഹാബിയുടെ കോളേജിലാണ്. ഈ അമ്പലക്കടവ് ഫൈസി PG പഠിച്ചത് എവിടെയാ? ഫറൂഖ് റൗദത്തുൽ അറബി കോളേജിൽ. അതായത് വഹാബിയായത്. അപ്പൊ ആരെയും മാറ്റിർത്തിയത്? അപ്പൊ അവരുമായി ബന്ധം സ്ഥാപിച്ചു വന്നതാണ് തീവ്രവാദത്തിന് കാരണമെങ്കിൽ ഒന്നാമത്തെ തീവ്രവാദിയായി അയാളെയും കൂട്ടാൻ പറ്റും. ഈ ഹമീദ് ഫൈസി ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്, റൗദത്തുൽ ഉലൂമിൽ PGക്ക്. എത്ര മുസ്ലിയാക്കന്മാർ അങ്ങനെ പഠിച്ചു? വേണ്ട. സമസ്തയുടെ നേതാക്കന്മാരിൽ എത്ര നേതാക്കന്മാർ? ഇപ്പൊ പൂക്കൂട്ടന് പറഞ്ഞൊരു അസ്ഹരി തങ്ങളെ, ആ അസ്ഹരി തങ്ങളുടെ കുടുംബത്തിന് എത്രയാ മുജാഹിദീങ്ങൾ? മക്കളെ കെട്ടുന്നൊക്കെ അധികം മുജാഹിദീങ്ങളാ ഇല്ലേ? പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ഈ കോളേജിൽ ഇന്നും പഠിപ്പിക്കുന്ന ഉസ്താദുമാര് മക്കളും മരുമക്കളും വഹാബിയാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? പറയാൻ കഴിയും. ഞാൻ ഖുത്ബത്തുന്ന പള്ളിയിൽ ആ മഹല്ലുകാരനായ ഇവിടുത്തെ ഉസ്താദായ ഫൈസി, അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളടക്കം അവിടെ എൻ്റെ ഖുത്ബയ്ക്കാൻ വരിക. പെൺമക്കൾ ഇപ്പോഴും മൂപ്പര് ഉസ്താദായി ഈ കോളേജിൽ. മൂപ്പരെ പെൺകുട്ടികൾ കഴിഞ്ഞ വെള്ളിയാഴ്ച മിഞ്ഞാന്നും എൻ്റെ പള്ളി ഖുത്ബ കേൾക്കാനുണ്ട്. എന്തേ ഇത്? അപ്പോൾ പറച്ചിലൊക്കെ ഒരു ഭാഗത്ത് ചെയ്തി വേറെയുമെന്നാണോ? ഇനി ഗൾഫ് കണ്ടു പോയാലോ? പറയും വേണ്ട. എല്ലാ ബന്ധും ഈ വഹാബി. മറ്റേ ചങ്ങായ കുറച്ചുകൂടി ഓവർ, നമ്മളെ മുടിക്കച്ചവടക്കാരൻ. ഇവിടെ അങ്ങോട്ട് വിട്ടാൽ പിന്നെ ഒക്കെ വഹാബി വേണം. അതല്ലേ ശൈലി? എന്നിട്ട് വെറുതെ മനുഷ്യന്മാരെ പൊട്ടീസാക്കാൻ വേണ്ടി സ്റ്റേജ് എട്ടിപ്പോയാ കണ്ടോ ഇവരെ IS, ഇവര് ഭീകരവാദ, ഇവരെ മാറ്റി നിർത്തണം, യാതൊരു ബന്ധവും പാടില്ല. ഇത് സംഭവം ഇതിനൊക്കെ ഇത് എങ്ങോട്ടാണ് ഇതിൻ്റെയൊക്കെ ദിശ എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടൊക്കെ ഉണ്ട്. പാണക്കാട്ട തങ്ങളും അതേപോലെ ലീഗ് നേതാക്കന്മാർ സ്റ്റേജിൽ വരുത്തിയിട്ട് ഹമീദ് ഫൈസി പ്രഖ്യാപിക്കുമ്പോൾ ഇതൊക്കെ എന്തിനാ തിരിച്ചറിയാൻ മാത്രം ഇന്ന് എല്ലാവർക്കും ബോധമൊക്കെ ഉദിച്ചിട്ടുണ്ട് എന്ന് ഹമീദ് ഫൈസി മനസ്സിലാക്കിയാൽ നന്നു. മൂപ്പയ്ക്കൊരു ബേജാർ എന്തറിയോ? മുജാഹിദിൽ 2 സംഘടനക്കാർ ഒന്നായപ്പോൾ ഫൈസിക്ക് തോന്നൽ നീ പഴയമായി ലീഗ് എങ്ങാനും മുജാഹിദിന്റെ കൈക്ക് വരുമോ എന്നുള്ള പേടിയാണ് മൂപ്പർക്ക്. ഞങ്ങൾക്ക് പേടി അതൊന്നുമല്ല. ഞങ്ങൾക്ക് പേടി എന്താ? ഈ ആദർശ പ്രസ്ഥാനത്തിന് വല്ല കോട്ടം പറ്റുന്ന ബേജാറ് ഞങ്ങൾക്കുള്ളൂ. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ലീഗും ഈ പറഞ്ഞ ആശയമൊക്കെ പറയാൻ ഈ ആവേശവും ഈ രീതിയും ഉണ്ടായത് ഒരർത്ഥത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ മുൻകാല നേതാക്കന്മാരുടെ വിയർപ്പ് കൊണ്ടാണ് എന്നത് ഫൈസിക്ക് അറിയാമല്ലോ, സമ്മതിച്ചില്ലെങ്കിലും. KM മൗലവിയും MK ഹാജിയും അടക്കമുള്ള ആളുകളൊക്കെ ആ രംഗത്ത് ചെയ്ത സേവനങ്ങൾ, അന്നത്തെ ബാഫഖി തങ്ങളും പൂക്കോയ തങ്ങളും അന്ന് KM മൗലവിയുടെയും MK ഹാജിയുടെയും ഒക്കെ കൂടെ ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച ആ ചരിത്രം അറിയാത്തവരല്ലല്ലോ ഇവരാരും. ഇടക്കാലത്ത് ലീഗ് നെട്ടിച്ചിട്ട് സ്വന്തക്കാരാക്കാൻ പറ്റുമോ ശ്രമിച്ചു. ലീഗ് തിരിച്ചറിഞ്ഞു, അത്രയേ ഉള്ളൂ. ലീഗ് തിരിച്ചറിഞ്ഞു. സംഗതി ലീഗർക്കും അറിയാം ഇനി വല്ലാണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം എന്താ? പത്രം വേറെ തുടങ്ങി, ചാനൽ വേറെ തുടങ്ങി. ഇനിയിപ്പോൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടാകുമെന്ന് ലീഗർക്ക് തോന്നലുണ്ടെങ്കിൽ അത് നെട്ടിക്കാൻ ഈ വക മരുന്ന് ആവശ്യമുണ്ടോ? ഫൈസി ഇത്ര തരം താണ അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഇയാളൊക്കെ ഉണ്ടായപ്പോഴാണ് അത്ര മോശമായത്. അല്ലെങ്കിൽ മുമ്പ് പോലെ അത്ര മോശക്കാരായിട്ടൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ആ വക തോന്നലും താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ആ നിലയ്ക്ക് പറഞ്ഞാൽ പോരെ. അതിനുവേണ്ടി ഈ ഒരു മഹാപ്രസ്ഥാനത്തെ തീവ്രവാദികളും ഭീകരവാദികളും ISന്റെ ആളുകളുമൊക്കെയായി മുദ്ര കുത്തേണ്ട എന്താവശ്യം യഥാർത്ഥത്തിലുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, അറഫ മൈതാനിൽ വെച്ച് ലക്ഷക്കണക്കായ ഹാജിമാരെ സാക്ഷിയാക്കി സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയാണ് പ്രഖ്യാപിച്ചത് IS ഇസ്ലാമുമായി ബന്ധമില്ല. അത്രയൊരു പ്രഖ്യാപനം ലോകത്ത് വേറെ എവിടെ ഉണ്ടായത്? ഈ സംസ്ഥാനത്തിന് പ്രഖ്യാപിച്ചോ IS ഇസ്ലാമുമായി ബന്ധമില്ലാന്ന്? ഉണ്ടായിട്ടില്ലല്ലോ. കാരന്തൂർ മർക്കസിന് പ്രഖ്യാപിച്ചോ? ഉണ്ടായിട്ടില്ലല്ലോ. എന്നാൽ അറഫ മൈതാനിലെ ഖുത്ബയിലാണ് സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി പ്രഖ്യാപിച്ചത് IS ഇസ്ലാമുമായി ബന്ധമില്ല. എത്ര കിതാബ് അറിയോ? എത്ര കിതാബുകൾ ഈ വിഷയമായി മാത്രം IS ഇസ്ലാമല്ലെന്ന് പഠിപ്പിക്കാൻ, ISന്റെ ആദർശങ്ങളെ
കൃത്യമായി തുറന്നു കാണിച്ചുകൊണ്ട് ഈ ആദർശങ്ങൾ ഇസ്ലാമുമായി ബന്ധമില്ലെന്ന് പഠിപ്പിക്കാൻ ഡസൻ കണക്കിന് കിതാബുകളാ ഈ കഴിഞ്ഞ 2-3 കൊല്ലം കൊണ്ട് സൗദി അറേബ്യ പുറത്തിറക്കിയത്. ഫ്രീ ആയിട്ട് വിതരണം ചെയ്യാം, വ്യാപകമായി കൊടുക്കുകയാണ്. ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് അവർ ദൂതന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് തീവ്രവാദത്തിനെതിരായി ശബ്ദം മുഴക്കുകയാണ്. മക്കയിലെ മസ്ജിദ് ഹറാമിലെ ഇമാം ഷെയ്ഖ് സ്വാലിഹ് ആൽ ത്വാലിബ് ഹഫിദഹുല്ല കേരളത്തിൽ വന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ സ്ഥാപനമായ ജാമിഅത്തുൽ ഹിന്ദ് ഇസ്ലാമിയയിൽ വന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത് IS ഇസ്ലാമുമായി ബന്ധമില്ലെന്നാണ്. എന്നിട്ടാണ് അവരെക്കുറിച്ചാണ് പറയുന്നത്, കണ്ടോ ഇവരാ തീവ്രവാദികൾ, ഇവരാ ഭീകരവാദികൾ. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞകാല പ്രഭാഷണങ്ങൾ ഈ വിവാദവും ബഹളവും ഒച്ചപ്പാടൊന്നും വന്നപ്പോൾ മാത്രമല്ല, പഴയകാലം മുതൽ തന്നെയുള്ള പ്രസിദ്ധികളും പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും പരിശോധിച്ചാൽ തീവ്രവാദത്തിനെതിരായി ശക്തമായ ശബ്ദമുണ്ടാക്കിയവർ മുജാഹിദ് പ്രസ്ഥാനമായിരുന്നു. ഏറ്റവും അവസാനം വേണമെങ്കിൽ നേർപ്പദമെന്ന വാരിക പോലും, ആ നേർപ്പദമെന്ന വാരികയിൽ പോലും ISുമായി ബന്ധപ്പെട്ട് തീവ്രവാദവുമായി ബന്ധപ്പെട്ട് എത്ര കൃത്യമായ കാഴ്ചപ്പാടാ മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന് നൽകിയത്. എന്നിട്ടാണ് ഈ വക ലേഖനം എഴുതിയ മനുഷ്യന്മാരും അവരെ കൂടെ ആദർശം പങ്കിടുന്ന ആളുകളുമൊക്കെ ഇപ്പുറത്ത് വന്ന് പറയുന്നത്, കണ്ടോ ഇവർ തീവ്രവാദികളാ, ഇവർ ഭീകരവാദികളാ എന്ന്. അതാ ഞാൻ പറഞ്ഞത്, അതിന് ആകെയുള്ള തെളിവ് ജാറം പൊളിച്ചു. അല്ലാഹുവിന്റെ റസൂൽ മക്ക ഫത്ഹായപ്പോൾ 1-ാം ദിവസം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ നിയോഗിച്ച 2 ദൗത്യം ഹദീസ് കാണാൻ കഴിയും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ്. മക്ക ഫത്ഹായപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് മക്ക വന്നപ്പോൾ ആദ്യത്തെ ദിവസം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലിയെ വിളിച്ചുകൊണ്ട് ഏൽപ്പിച്ച 1-ാമത്തെ ദൗത്യം എന്താണെന്നോ, വലാ ഖബ്റ മുസ്ലിഫ ഇല്ലാ സവൈത. ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ ഖബറും നിരപ്പാക്കാതെ വിട്ടുകളയാൻ പാടില്ല എന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബീ ത്വാലിബിന് മക്ക ഫത്ഹിന്റെ അന്ന് നൽകുന്ന നിർദ്ദേശമാണ്. ആ ഹദീസ് വെച്ചിട്ട് നബവി ഇമാം ശറഹ് മുസ്ലിമിൽ പറഞ്ഞത്, വയുഅയ്യിദുൽ ഹദ്മ ഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലാ ഖബ്റ മുസ്ലിഫ ഇല്ലാ സവൈത. ഉയർത്തപ്പെട്ട ഖബറുകൾ പൊളിച്ചു മാറ്റണമെന്നാണ് ഷാഫിഈ മദ്ഹബ്. ആ ഷാഫിഈ മദ്ഹബിന്റെ ആ അഭിപ്രായത്തിന് ഈ ഹദീസ് ശക്തി പകരുന്നുവെന്നാണ് ശറഹ് മുസ്ലിമിൽ നബവി ഇമാം പറഞ്ഞത്. ആ പറഞ്ഞ നബവി ഇമാമിനും പിന്നീട് ചില മനുഷ്യന്മാർ കുബ്ബയുണ്ടാക്കി അത് പൊളിച്ചെങ്കിൽ നല്ല കാര്യമെന്നല്ല മറ്റെന്താ പറയാ. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണല്ലോ അല്ലാഹുവിന്റെ റസൂലുമായി ബൈഅത്ത് ചെയ്ത മരം വേരോടെ പിഴുതെറിഞ്ഞത്. റസൂലുമായി സ്വഹാബത്ത് കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത മരം, ആ മരത്തിൻ്റെ താഴെ ചില ആളുകളൊക്കെ ചെന്നിരിക്കാൻ തുടങ്ങുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അടിവേരടക്കം പിഴുതൊഴിവാക്കി. ഇനി വെട്ടിമുറിച്ചിട്ട് അഥവാ രണ്ടാമത് അത് തളിർത്ത് വന്നാലോ, അതുകൊണ്ട് അടിവേരടക്കം പിഴുതൊഴിവാക്കിയ പാരമ്പര്യമാണ് മുസ്ലിം ഉമ്മത്തിനുള്ളത്. ഇമാം ഷാഫി പറഞ്ഞു, മക്കയിൽ ഞാൻ കണ്ടു അവിടുത്തെ ഭരണാധികാരികളെ നിർമ്മിക്കപ്പെട്ട ഖബറുകളെ പൊളിച്ചു മാറ്റാൻ കൽപ്പിക്കുന്നത് ഞാൻ കണ്ടു. വലം അറൽ ഫുഖഹാ യഈബൂന ദാലിക. വിവരമുള്ള കർമ്മശാസ്ത്ര പണ്ഡിതന്മാരാരും അതിനെ ആക്ഷേപിക്കുന്നതായി ഞാൻ കണ്ടതുമില്ല. എത്ര സ്ഥലങ്ങളിൽ മക്കയിലും മദീനയിലും അടക്കം പിൽക്കാലത്ത് തുർക്കി ഭരണകാര്യങ്ങളിൽ ചില ജാറങ്ങളൊക്കെ ഉയർത്തപ്പെട്ടു. ശരിയാണ്. ഇബ്നു ഹജർ ഹൈതമി ഫതാവൽ കുബ്രയിൽ പറയുന്നു, ഈജിപ്തിൽ മാത്രമുണ്ടായിരുന്ന ആ കാഴ്ചകൾ ഇന്ന് ബഖീഇലേക്കും മുഅല്ലാത്തിലേക്കും വന്നിരിക്കുന്നു. അതിനു കാരണം മുലൂകു സൂഇൻ, ദുഷിച്ച ഭരണാധികാരികളാണ് അതിനെല്ലാം കാരണമെന്ന് ഇബ്നു ഹജർ ഹൈതമി ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അപ്പോൾ അത് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നയം തന്നെയാണ്, ആദർശം തന്നെയാണ്. അത് തുറന്ന് പറയാൻ ഒരു പ്രയാസവും മുജാഹിദുകൾക്കില്ല. ആദർശരംഗത്ത് എത്ര ചെറിയ വിഷയമാവട്ടെ കൃത്യമായ കാഴ്ചപ്പാടും നിലപാടും മുജാഹിദുകൾക്കുണ്ട്. ഇതെന്താണെന്നറിയോ, മുജാഹിദ് പ്രസ്ഥാനത്തിൽ 2002 ഒരു ചെറിയ വിവാദം ഉണ്ടായി. ചില ആളുകളൊക്കെ പറഞ്ഞു ജിന്നും മലക്കൊക്കെ ഭൗതികമാണ്, അതുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുമുള്ള ഇടപാടുകളും മനുഷ്യന്മാർക്കില്ല എന്ന് വിശ്വസിച്ചു കൊള്ളാം. അതല്ല, ജിന്നുകളോ മലക്കുകളോ മനുഷ്യന്മാരെ സഹായിക്കുന്നോ ഉപദ്രവിക്കുന്നോ ഒക്കെ വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഈ ഹമീദ് ഫൈസി രംഗത്ത് ഇറങ്ങി നോക്കി. കാരണം എന്താ, ഇവരെ വിശ്വാസം ജിന്നും മലക്കും അമ്പ്യാക്കളും ഔലിയാക്കൾക്കൊക്കെ അഭൗതിക കഴിവുണ്ട് എന്നാ. മടവൂർ വിഭാഗത്തിൻ്റെ ആളുകൾ
ജിന്നും മലക്കൊക്കെ അഭൗതികമാണ് എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഹമീദ് ഫൈസൽ കണ്ടോ, ദാ ഞങ്ങൾ പറഞ്ഞത് ശരിയായില്ലേ എന്ന്. അന്ന് മുജാഹിദ് പ്രസ്ഥാനം കൃത്യമായി പറഞ്ഞു, ഇല്ല കൂട്ടരെ, അത് ശരിയല്ല. 2002 മുതൽ 2012 വരെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി ആ വിഭാഗത്തിനെതിരെയും പറഞ്ഞു. സ്വന്തം ആളുകളാണെങ്കിലും തിരിച്ചു പറഞ്ഞപ്പോൾ അവിടെ അപ്പുറം പറയാൻ പ്രയാസമൊന്നും ഉണ്ടായിട്ടില്ല. 2012 കുറച്ചുകൂടെ ആളുകൾ മടവൂർ പക്ഷത്തിൻ്റെ കൂടെ കൂടി അനൗദ്യോഗികമായിട്ട് 2012 KNM പക്ഷത്തിൽ നിന്ന് കുറച്ചുകൂടെ ആളുകൾ മടവൂർ പക്ഷത്തിൻ്റെ കൂടെ കൂടി. പക്ഷെ ഇപ്രാവശ്യം അവർ കൂടിയപ്പോൾ സംഘടനയും കൊണ്ട് അവർ പോയത്. അതിന് മുമ്പ് സംഘടന അവിടെ വെച്ചിട്ട് ആൾക്കാർ പോയി. 2012 ആയപ്പോൾ സംഘടനയും കൊണ്ട് അവർ പോയി. ബാക്കിയുള്ള അഴുത്തമായി ഇറങ്ങിയപ്പോഴേക്കും എത്രപ്പോഴും സീലൊക്കെ എടുത്ത് ഓഫീസിൻ്റെ ചാവിയും കൈക്കലാക്കിയിട്ട് അവരൊക്കെ പടം മടവൂരിനൊപ്പം സ്വകാര്യത്തിലാണ് കൂടി. അപ്പോഴാണ് വീണ്ടും വിവാദം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടായത്. അങ്ങനെ അനൗദ്യോഗികമായി പോയി 3-4 കൊല്ലം സ്വകാര്യമായ ബന്ധങ്ങളൊക്കെ ആയി. ഇപ്പം പരസ്യമായിട്ട് ഞങ്ങൾ രണ്ടും ഒന്നാന്നൊരു പറഞ്ഞു. അത് ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. 2012 മുതൽ അനൗദ്യോഗികമായി അവർ ഐക്യപ്പെട്ടു ആദർശ രംഗത്ത്. 2016 ആയപ്പോൾ അത് ഔദ്യോഗികമായി അവർ തന്നെ പറഞ്ഞു, ഞങ്ങൾ രണ്ടുകൂട്ടരും ഒന്ന് തന്നെയാണ്, വ്യത്യാസമില്ല. അപ്പോഴാണ് ഹമീദ് ഫൈസി വീണ്ടും ഈ മൂപ്പര് ചോദിച്ചെന്നല്ലോ, ഇതോടെ മുജാഹിദ് പ്രസ്ഥാനം പൊളിഞ്ഞു എന്നാ. കൂട്ടരെ ഏതേ ഒന്നുകൊണ്ട് സംഘടന പോയതുകൊണ്ട് പ്രസ്ഥാനം പൊളിഞ്ഞല്ലോ. നേരത്തെ ആരിസ് മൊഴി പറഞ്ഞില്ലേ, ഇതൊരു പാർട്ടി പേരല്ല, ഇത് സംഘടനാ പേരല്ല, ഇത് നയമാണ്, രീതിശാസ്ത്രമാണ്, ആദർശമാണ്. ഏതായാലും ആളുകൾ സംഘടനയും കൊണ്ട് പോയിട്ട് എവിടെയെങ്കിലും പോയി കൂടിയാൽ അതോടുകൂടി പ്രസ്ഥാനം പൊളിഞ്ഞെന്ന് വിചാരിച്ചെങ്കിൽ മൗഢ്യം തന്നെ. സ്വാഭാവികമായി മടവൂർ വിഭാഗം പറഞ്ഞു, സിഹറിന് യാഥാർത്ഥ്യമില്ല, ഉണ്ട് എന്ന് പറഞ്ഞാൽ ശിർക്കാണ്. ഒരു പറഞ്ഞു, കാരണം എന്താ, അവർ വിശ്വസിച്ചത് സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ ശൈത്താൻ ഇടപെടണം. അപ്പം ശൈത്താൻ ഇടപെടുക എന്ന് പറഞ്ഞാൽ അദൃശ്യമായി അള്ളാഹു അല്ലാത്തവർ ഇടപെടുക എന്നായല്ലോ, അതുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് സിഹറിന് യാഥാർത്ഥ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ശിർക്കായി എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ അന്നേ പറഞ്ഞു, ഇല്ല കൂട്ടരെ, അതങ്ങൾ തെറ്റിദ്ധാരണയാണ്. 2002 മുതൽ 2012 വരെ KNM ലേബലിൽ ഞങ്ങളൊക്കെ അത് പറഞ്ഞു. 2012 ആ ലേബൽ ചില മനുഷ്യന്മാരെ കൊണ്ടായപ്പോൾ ആ ലേബൽ ഇല്ലാതെ ഞങ്ങൾ പിന്നെയും അതന്നെ പറഞ്ഞു. ആ ലേബൽ ഇല്ലാന്നുള്ളൂ, ലേബൽ വേറെ കിട്ടി, അത്രയേ ഉള്ളൂ. പറഞ്ഞത് അങ്ങനെ തന്നെ പറഞ്ഞു. ആ ലേബൽ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ശരി, എന്നാ വേണ്ട, ലേബലല്ല പ്രധാനം, വിഷയമാണ് പ്രധാനം. ഇപ്പം പറഞ്ഞു അത് രണ്ടും ഒന്നായിട്ടുണ്ട്, ആയിക്കോട്ടെ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇതാ കൂട്ടരെ ശരിയല്ല കേട്ടോ, ശരിയല്ല. കാരണം എന്താ, സംസമ്മേളനത്തിന് മഹത്വമില്ല എന്ന് പറഞ്ഞവർ അപ്പുറത്തുണ്ട്. ഹജുൽ അസ്മദിന് മഹത്വമില്ലെന്നും ഹജുൽ അസ്മദ് സാധാരണ കല്ലാണ് എന്നും പറഞ്ഞവർ ആ ഭാഗത്തുണ്ട്. ഖബർ ശിക്ഷ നിഷേധിച്ചവരുണ്ട്. ദജ്ജാൽ ഖിയാമത്ത് നാളിന്റെ അടയാളമല്ലെന്ന് പറഞ്ഞവരുണ്ട്. സിറാത്ത് പാലം ഇല്ലെന്ന് പറഞ്ഞവരുണ്ട്. അവരെല്ലാം ഒന്നിച്ചു കൂടിയിട്ട് എല്ലാവർക്കും ഒന്നിച്ച് KNM എന്ന 3 അക്ഷരം ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും ആദർശത്തെ സ്നേഹിക്കുന്ന ആളുകൾ ചോദിക്കും, കൂട്ടരെ ഇത് ശരിയല്ലല്ലോ, ഇത് ശരിയല്ലല്ലോ. ഒന്നുകിൽ അവരൊക്കെ തിരുത്തിയെങ്കിലോ ഒക്കെ നല്ല കാര്യം, ഇല്ലെങ്കിലോ ഈ KNM എന്ന പേര് അവർ കൂടി ചാർത്തി കൊടുക്കല്ല, അപകടമാണ് എന്ന് മുജാഹിദീങ്ങൾ പറഞ്ഞു. ഈ ചർച്ച കേട്ടപ്പോൾ ഹമീദ് ഫൈസിക്ക് തോന്നി, ഇത് ചാൻസാ, ഇപ്പം നീ ഇറങ്ങി നോക്കിയല്ലോ. അങ്ങനെ മൂപ്പര് ഇപ്പം ഇറങ്ങിയത്. എന്നിട്ട് മൂപ്പര് വെല്ലുവിളി എന്താ കണ്ടോ, മുജാഹിദ് പ്രസ്ഥാനം ആകെ പൊളിഞ്ഞു, പാപ്പരായി, കംപ്ലീറ്റ് കഴിഞ്ഞു. ഇനി മുജാഹിദ് പ്രസ്ഥാനത്തിന് ഞങ്ങളുമായിട്ട് ഒരു സംവാദ ധൈര്യം ഉണ്ടാവൂലാന്നാ. ഹമീദ് ഫൈസ് ഇത് മറക്കാൻ പാടില്ല. ഞങ്ങൾക്ക് മൂപ്പര് ആവശ്യമുണ്ട്. ഈ കാലം വരെ സംവാദം തന്നിട്ട് ഹമീദ് ഫൈസിനെ കണ്ടിട്ടില്ല, എവിടെ മൂപ്പര് വന്നിട്ടില്ല. മൂപ്പര് തയ്യാറാണോ? മുജാഹിദ് പ്രസ്ഥാനത്തിന് ആൺകുട്ടികൾ ഇവിടെ ഉണ്ട്. 3 അക്ഷരം ഉണ്ടാവില്ല എന്നുള്ളൂ. KNM എന്നുള്ള 3 അക്ഷരം ഉണ്ടാവില്ല, നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അത് ധൈര്യമായി വെല്ലുവിളിക്കുക. ആളില്ലാത്ത പോസ്റ്റേക്ക് അത്രയും ഗോൾ അടിക്കാനോ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആദർശ രംഗത്ത് ഹമീദ് ഫൈസി അമ്പലക്കൽ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഏത് വിഷയമായിക്കോട്ടെ, തീവ്രവാദോ ഭീകരവാദോ ISO ഖബർ ജാരം പൊളിക്കലോ അടക്കമുള്ള ഏതുമായിക്കോട്ടെ. ഹമീദ് ഫൈസി തയ്യാറാണോ? ഞങ്ങൾ റെഡിയാ. കേട്ടോളി മൂപ്പരെ വെല്ലുവിളി. ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. ഈ പട്ടിക്കാട് തന്നെ വന്ന് പരിപാടി വെച്ചത് അത് ഏറ്റെടുക്കാനോ? പറയട്ടെ ഹമീദ് ഫൈസി. ഞാൻ പറയുന്നു, ഇനി കേരളീയ മുസ്ലിം സമൂഹത്തിൽ സുന്നി ജനകോടികളെ മുശ്രിക്ക് എന്ന് പറയാൻ അവർക്ക് ധാർമ്മികമായി കഴിയില്ലെന്ന് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഒരു സംവാദം നടത്താൻ സ്വന്തം പാളയത്തിലെ ശിർക്ക് തൗഹീദ് തീരുമാനിക്കാൻ സാധിക്കാത്ത കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് സുന്നികളെ തൗഹീദ് പഠിപ്പിക്കാനും സംവാദം നടത്താനും ചരിത്രത്തിൽ വരാൻ സാധിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ആധികാരികമായി പറയുകയാണ്. കഴിയുമെങ്കിൽ പറയട്ടെ. കഴിയും. ഇതാ പറയുന്നു,
കഴിയുമെങ്കിൽ പറയട്ടെ എന്ന ഈ വെല്ലുവിളി തൻ്റെ മുന്നിൽ കൂടിയ ആയിരങ്ങളെ കൊണ്ട് തക്ബീർ ചൊല്ലിക്കാൻ മാത്രമായിരുന്നുവെന്ന ഞങ്ങൾ വിചാരിക്കുന്നത്. അതല്ല, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഞങ്ങൾ തയ്യാറാ. ഹമീദ് ഫൈസി വരട്ടെ. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, അയാൾ വരൂല. നിങ്ങൾ വലിച്ചു പറഞ്ഞാലും വരൂല. ഹമീദ് ഫൈസി വരൂല. മൂപ്പര് പറയുന്ന വിഷയം ഏതായിക്കോട്ടെ, കുഴപ്പമില്ല. തൗഹീദ് വേണോ, ഒരു പ്രശ്നമില്ല. പ്രാർത്ഥന എന്ന വിഷയത്തിൽ സംവാദം വേണോ, ജിന്ന് മലക്ക് വിഷയത്തിൽ സംവാദം വേണോ, ഒരു പ്രശ്നമില്ല. മുജാഹിദ് പ്രസ്ഥാനം 100 കൊല്ലം എഴുതി വെച്ച ഏത് പുസ്തകവും ഞങ്ങൾ തള്ളേണ്ട ഒരു ആവശ്യമില്ല. എല്ലാം അംഗീകരിക്കും, എല്ലാം അംഗീകരിക്കും. 921 മുതൽ 2012 വരെ മുജാഹിദ് പ്രസ്ഥാനം ഔദ്യോഗികമായി എഴുതിയ ഏതൊക്കെ പ്രസിദ്ധീകരണമുണ്ടോ ആ പ്രസിദ്ധീകരണങ്ങളിൽ ഈ 90 കൊല്ലം പറഞ്ഞ ആദർശം എന്തോ ആ ആദർശം സ്ഥാപിക്കാൻ ഞങ്ങൾ ഒരുക്കുക. സംവാദത്തിന് വെറുതെ വെല്ലുവിളിച്ച് പോയാൽ പോരാ. ഒന്നല്ല, ഒന്നിലധികം തവണ മൂപ്പര വെല്ലുവിളി നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആ പട്ടിക്കാട് ആളുകളെ സാക്ഷിയാക്കി ജാമിയ നൂരിയയിൽ നിന്ന് കേൾക്കുന്ന ഒരുപാട് മുത്തഅല്ലിമീങ്ങളുണ്ടല്ലോ, ഒരു പക്ഷേ ഹമീദ് ഫൈസിയും ഉണ്ടാകാം, മാറിയിരുന്ന് കേൾക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കട്ടെ, ഇനി ഇവിടെ ഇല്ലെങ്കിൽ ബൈലക്സിലെങ്കിലും ഇപ്പം അദ്ദേഹം കേൾക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഹമീദ് ഫൈസി അമ്പലക്കോട് തയ്യാറാണോ? ഇൻഷാ അല്ലാ ഞങ്ങൾ തയ്യാറാ. ഏത് വിഷയവും, തൗഹീദ് വേണോ, ഇസ്തിഗാസ വേണോ, ഖബർ കെട്ടിപ്പൊക്കൽ വേണോ, മാല മൗലീദ് വേണോ, ഇനി തീവ്രവാദം വേണോ, ഭീകരവാദം വേണോ, ജിന്ന് ശൈത്താൻ വേണോ, ഒരു പ്രശ്നമില്ല. 100 കൊല്ലം മുജാഹിദ് പ്രസ്ഥാനം എന്തു പറഞ്ഞോ അത് അതേപടി പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ നിങ്ങളും മുൻഗാമികളുമായി സംവാദം നടത്തിയതിന് തുടർച്ചയായി അത് ഏറ്റെടുക്കാൻ ഇൻഷാ അല്ലാ ഞങ്ങൾ സന്നദ്ധരാ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പൂഞ്ഞൂര് മണ്ണിൽ വാദപ്രയോഗം നടത്തിയിട്ട് ആ പൂഞ്ഞൂര് പ്രദേശത്തെ ഭൂരിപക്ഷം ആളുകളും മുജാഹിദ് പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന് മറക്കാൻ കഴിയില്ല. എടവണ്ണ അലവി മൗലവി പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരുമാണല്ലോ പൂഞ്ഞൂരിൽ സംവാദമുണ്ടായത്. കെ ഉമർ മൗലവിയും അതേ പതിയുമാണല്ലോ ചാലിയത്ത് സംവാദമുണ്ടായത്. അതേപോലെ താനാളൂരിലും പുളിക്കലിലും തറാവി വിഷയത്തിൽ സംവാദമുണ്ടായല്ലോ. കൊട്ടപ്പുറത്ത് വെച്ച് ഇസ്തിഗാസ എന്ന വിഷയത്തിൽ AP അബ്ദുൽ ഖാദിർ മൗലവിയും അതേപോലെ അപ്പുറത്ത് കാന്തപുരം മുസ്ലിയാരും അടക്കമുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് വാദപ്രതിവാദമുണ്ടായല്ലോ. 2004 മണ്ണാർക്കാട് വെച്ച് സഖാഫിമാരുമായി മുജാഹിദ് പ്രസ്ഥാനം സംവാദം നടത്തിയല്ലോ. അതെ, അതിൻ്റെ തുടർച്ചയായിട്ട് ആ നടന്ന സംവാദങ്ങളുടെ ഏത് വിഷയമെടുത്തോളൂ, അന്നെഴുതിയ ഏത് വ്യവസ്ഥയെടുത്തോളൂ, ആ വ്യവസ്ഥ പ്രകാരം ആ വിഷയത്തിൽ ആ വാദം എഴുതിക്കൊണ്ട് ഇന്നും സംവാദം നടത്താൻ ഞങ്ങൾക്കൊരു പ്രയാസമില്ല. അപ്പോൾ ഉദയ കഴിവുള്ള അള്ളാഹുവിനെ മാത്രം സംവാദം വേണോ? ഒരു പ്രശ്നമില്ല. ജിന്നും മലക്കൊക്കെ കൂട്ടരെ 3 അക്ഷരവുമായി പോയവർക്ക് ഇടങ്ങാറുണ്ടായിട്ടുണ്ടാവും എന്നല്ലാതെ മുജാഹിദിനൊക്കെ ഒരു പ്രശ്നമില്ല. KM മൗലവി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചത് എന്താണോ, ഉമർ മൗലവി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ രേഖപ്പെടുത്തിയത് എന്താണോ, അതേപോലെ മുഹമ്മദ് അമാനി മൗലവി ഖുർആൻ പരിഭാഷയിലും ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലും ഇവിഷയമായി എഴുതി വെച്ചത് എന്താണോ, ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് KNM സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രു എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ ആദർശം എന്താണോ, ആ ആദർശം പ്രാമാണികമാണെന്ന് സ്ഥാപിക്കാൻ ഇൻഷാ അല്ലാ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന ഈ കൂട്ടായ്മയ്ക്ക് കീഴിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഞങ്ങൾക്കാർക്കില്ല. കഴിഞ്ഞ 4 കൊല്ലത്തെ ഞങ്ങളുടെ പ്രവർത്തന ചരിത്രം അതിന് ഉദാഹരണമാണ്. ഞങ്ങളാരും അറിവ് കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല, നേരെ മറിച്ച് ആരൊക്കെ നയം മാറ്റിപ്പോയപ്പോഴും നയത്തിൽ ഒരു തരിമ്പ് പോലും മാറ്റം വരുത്താതെ ഉറച്ചു നിന്നുവെന്ന ഒറ്റ യോഗ്യത കൊണ്ട് മാത്രം. അതിൻ്റെ പേരിൽ ഞങ്ങളെ പരിഹസിച്ചവരുണ്ട്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെന്ന് ഇങ്ങോട്ട് പരിഹസിച്ചവരുണ്ട്. അവർക്ക് പക്ഷേ കാര്യം അറിയാത്തത് കൊണ്ടായിരിക്കാം, എന്താ വിഷയമെന്ന്, എന്താ അവിടുത്തെ വിവാദമെന്ന് ഒരു പക്ഷെ അറിയാത്തത് കൊണ്ടായിരിക്കാം, ആരെങ്കിലും പറഞ്ഞു കേട്ട, ആരെങ്കിലും പ്രചരിപ്പിച്ച പ്രചാരണം വിശ്വസിച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ അവർ ആക്ഷേപിച്ചത്. അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കല്ലാതെ ഞങ്ങൾക്കതിന് വേറാപരാതിയൊന്നുമില്ല. സംസം വെള്ളത്തിന് മഹത്വമില്ല എന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ലേബലിൽ ശബാബിൽ ലേഖനം വരികയും രോഗശമനിയല്ല സംസം വെള്ളമെന്ന് എഴുതുകയും ചെയ്തപ്പോൾ കൂട്ടരെ ശരിയല്ലെന്ന് സമസ്തക്കാർ പറയുന്നതിന് മുമ്പ് പറഞ്ഞവരാ ഞങ്ങൾ. അവനാൻ്റെ ആൾക്കാരിലെ എഴുതിയത് എന്ന് വിചാരിച്ച് നോക്കി നിന്നിട്ടില്ല. അജുൽ അസ്മദിനെ മുത്തിയാൽ ആ മുത്തുന്നവർക്ക് വേണ്ടി നാളെ പരലോകത്ത് സാക്ഷി നിൽക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ് എന്ന് ശബാബിൽ ലേഖനം വന്നപ്പോൾ അതിനെതിരെ പ്രസംഗിച്ചവരാ ഞങ്ങൾ. സിറാത്ത് പാലമില്ലെന്ന് ഖുർആൻ പരിഭാഷയിലും ഹദീസ് പരിഭാഷയിലും ആവർത്തിച്ചെഴുതിയപ്പോൾ അത് എടുത്തു കാണിച്ച് അത് വായിച്ചുകൊണ്ട് ഇത് ശരിയല്ലെന്ന് പ്രസംഗിച്ചവരാ ഞങ്ങൾ.
മസീഹുദ്ദജ്ജാൽ ഖിയാമത്ത് നല്ല അടയാളമായി വരാനുള്ള ഒന്നല്ലെന്ന് അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയപ്പോൾ ശരിയല്ലെന്ന് പ്രഖ്യാപിച്ചവരാ സാക്ഷാൽ മുജാഹിദുകൾ. ജിന്നിനും മലക്കിനും അബൗദിയെ കഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ കൂട്ടരെ പറയല്ല, അത് സമസ്തക്കാരുടെ വിശ്വാസമാണ്. അവരാണ് പറഞ്ഞത് ജിന്നും മലക്ക് അബൗദിക, അമ്പ്യൗലിയാക്കന്മാർക്ക് അബൗദിയെ കഴിവ, ശുഹദാക്കളും സ്വാലിഹീങ്ങളും അബൗദികമായി സഹായിക്കുന്നൊക്കെ അവരാണ് പറഞ്ഞത്. അത് പറയല്ല എന്ന് പറഞ്ഞവരാ ഞങ്ങൾ. ഹദീസിനെ പച്ചയായി നിഷേധിച്ചപ്പോൾ ബുഖാരി മുസ്ലിം അടക്കമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലെ സ്വഹീഹായ ഹദീസുകളെ പോലും തള്ളിക്കളയാൻ ചില ആളുകൾ രംഗത്ത് വന്നപ്പോൾ ശരിയല്ലെന്ന് പറഞ്ഞ് ഹദീസിൻ്റെ പ്രാമാണികത പഠിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ ഹമീദ് ഫൈസി എന്നല്ല, ഇപ്പോഴത്തെ 7000 ഫൈസിമാരെ കൂടിയാലും ശരി, ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പ്രയാസമൊന്നുമില്ല. ആവർത്തിച്ചു പറയട്ടെ, ഹമീദ് ഫൈസി വിളിച്ച ആ വെല്ലുവിളി ഉണ്ടല്ലോ, ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഏറ്റെടുക്കേണ്ടി വന്നാൽ ഏറ്റെടുക്കുമെന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണെങ്കിൽ ഹമീദ് ഫൈസി ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നിങ്ങൾ തയ്യാറാകണം. ഏതെങ്കിലും ചെക്കന്മാരെ വിട്ടിട്ട് രക്ഷപ്പെടാൻ നോക്കരുത്, ഏതെങ്കിലും കുട്ടികളെ വിട്ട് രക്ഷപ്പെടുകയല്ല. ഹമീദ് ഫൈസിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ അദ്ദേഹം വരട്ടെ, ഇല്ലെങ്കിൽ ഇനി ഈ വക വെല്ലുവിളി കേരള മണ്ണിൽ മൂപ്പർ നടത്താനും പാടില്ല. അവസാനത്തെ മുജാഹിദും മരിച്ചു തീർന്നിട്ട് വേണമെങ്കിൽ അന്ന് നോയിക്കോ, അതിനു മുമ്പ് പറ്റൂല. ആവർത്തിച്ചു പറയാ. അദ്ദേഹം വീണ്ടും പറഞ്ഞു, മറ്റു സ്ഥലത്ത് അദ്ദേഹം പറഞ്ഞു ഇതേ വെല്ലുവിളി കേട്ടോളി. 1, 2 മറ്റൊന്നല്ല അദ്ദേഹത്തിന്റെ വെല്ലുവിളി. 2 ഷഹാദത്ത് കലിമ ഉച്ചരിച്ചേ തീരൂ. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഔദ്യോഗിക വിഭാഗം തൗഹീദിന്റെ വിഷയത്തിൽ മടവൂർ ഗ്രൂപ്പിന്റെ ലൈൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഐക്യത്തിന് ശേഷം, ഐക്യ പ്രഖ്യാപനത്തിന് ശേഷം ഇതാ മുഴുവൻ മുസ്ലിം സഹോദരന്മാരും തൗഹീദിൽ വിശ്വസിച്ച സകലമാന ഇസ്ലാഹി പ്രസ്ഥാനത്തിലെ പ്രവർത്തകന്മാരും ഇത്രയും കാലം മുശ്രിക്കുകളായി തൗഹീദിലേക്ക് വന്നിരിക്കുന്നു പച്ചയായി പറഞ്ഞുകൊണ്ട് കലിമ പ്രഖ്യാപിക്കാൻ ആഹ്വാനം ചെയ്യുന്ന പ്രവർത്തനം നടത്താതെ ഈ മുശ്രിക്ക് മുസ്ലിം ഐക്യത്തിന് കേരളീയ മുസ്ലിം സമൂഹത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് മാത്രമല്ല, ഇനി സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഒരു സംവാദത്തിന് വെല്ലുവിളിക്കാനുള്ള ത്രാണി പോലും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടാകുന്ന പ്രശ്നമേ ഇല്ലെന്ന് പറയുകയാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദൈന്യമായ അവസ്ഥ. ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബാക്കി പത്രങ്ങളാണ് കേരളത്തിലെ എല്ലാ ബിദ്അ പ്രസ്ഥാനങ്ങളും. സഹോദരൻ, ആവർത്തിച്ച് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞ വെല്ലുവിളി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. വിഷയമേതുമാകട്ടെ, സ്ഥലമേതുമാകട്ടെ, വ്യവസ്ഥ എന്തുമാകട്ടെ, ഞങ്ങൾക്ക് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഹമീദ് ഫൈസി അമ്പലക്കടവാണ് സംവാദത്തിന് വരേണ്ടത്. ഹമീദ് ഫൈസി അമ്പലക്കടവാണ് സംവാദത്തിന് വരേണ്ടത്. അദ്ദേഹത്തിന് വരാൻ ധൈര്യമുണ്ടെങ്കിൽ ഞങ്ങളിതാ 100 വട്ടം തയ്യാർ. ഈ പുരുഷാരത്തെ സാക്ഷിയാക്കിയാ പ്രഖ്യാപിക്കുന്നത്. ഐക്യപ്പെട്ടൊരു കഴിയില്ല, അത് ഞങ്ങൾക്കും അറിയാം, ഞങ്ങൾക്ക് മാത്രമല്ല. അത് ഞങ്ങളും ചോദിച്ചവരോട് കൂട്ടരെ നിങ്ങൾ എങ്ങനെ പോയിട്ട് ചെല്ലാന്ന് ഞങ്ങളും ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ ചോദിക്കുന്ന മുമ്പ് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങളെ ചോദ്യം കേട്ടിട്ടല്ലേ നിങ്ങൾക്ക് ആ വിഷയം പഠിച്ചത്. അവർ ഒന്നായി പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചു. കാരണം എന്താ, മടവൂർ വിഭാഗം പറഞ്ഞ എന്താ, അബൗദികമായ കഴിവ് മലക്കുകൾക്കും ജിന്നാക്കുണ്ട്, അതുകൊണ്ട് ജിന്ന് സഹായിക്കുന്ന വിശ്വസിച്ചാൽ, മലക്ക് സഹായിക്കുന്ന വിശ്വസിച്ചാൽ, ജിന്ന് ഉപദ്രവിക്കുന്ന വിശ്വസിച്ചാൽ ആ വിശ്വാസം തന്നെ ശിർക്കാണ്. കാരണം അബൗദികമായി അല്ലാഹുവല്ലാത്തവർ സഹായിക്കുമെന്നാണ് അതിനർത്ഥം എന്ന് അവരെഴുതി. അപ്പോഴേ ഞങ്ങൾ ചോദിച്ചത്, അപ്പം സിഹിർ യാഥാർത്ഥ്യൻ്റെ ഹദീസ് വന്നതല്ലേ, ഖുർആൻ പഠിപ്പിച്ചതല്ലേ, അതെങ്ങനെ വിശ്വസിക്കാം? അപ്പോഴത് പറഞ്ഞ സിഹിർ യാഥാർത്ഥ്യം വിശ്വസിക്കാൻ പറ്റൂല, ശിർക്കാണ്. ബുഖാരി ഉണ്ടല്ലോ, മുസ്ലിമിനുണ്ടല്ലോ, അവരെ പറഞ്ഞ് ബുഖാരി വന്നാലും ശരി, മുസ്ലിമിന് വന്നാലും ശരി, അത് ഞങ്ങൾ അംഗീകരിക്കൂല. അപ്പൊ ഖുർആനിലുണ്ടല്ലോ, ഖുർആൻ ആയത്ത് സൂറത്ത് ബഖറ 102-ാമത്തെ ആയത്തുണ്ടല്ലോ, അവസാനം ആയത്തിന്റെ കഷ്ണം പോലും മുറിച്ചിട്ടെങ്കിലും അവർ ആ നയം നിലനിർത്താൻ വേണ്ടി ശ്രമിച്ചു. അതിനെ കൂടിക്കൊടുത്തു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ആ മഹാപ്രസ്ഥാനത്തെ ലേബൽ കയ്യിലേന്തിക്കൊണ്ട് ചില ആളുകൾ. അപ്പോഴും ഞങ്ങൾ പറഞ്ഞ കൂട്ടരെ ഇത് ചെയ്യല്ല, ഇത് നിങ്ങൾ ചെയ്യല്ല, ഈ ഹദീസ് നിഷേധത്തിന്റെ കൂടല്ല. ഒന്നുകിൽ അവർ ആ ഹദീസ് നിഷേധം തിരുത്തട്ടെ, അവർ ആ തെറ്റായ നയം ഒഴിവാക്കട്ടെ, എന്നിട്ട് 2012 വരെ KNM പറഞ്ഞ നിലപാടെന്തോ ആ നിലപാട് സ്വീകരിക്കട്ടെ, എങ്കിൽ ന്യായമാണ്. അല്ലാത്തത്തോളം കാലം അതിലേക്ക് പോകല്ല. ആ മഹാപ്രസ്ഥാനത്തെ ആദർശ രംഗത്ത് നിങ്ങൾ പ്രയാസത്തിലാക്കല്ല എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങളാരാ പറയാൻ, നിങ്ങൾക്ക് എന്താ കാര്യം, നിങ്ങളെന്തിനാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പരിഹാസ പേര് വിളിച്ച് ആക്ഷേപിക്കാനാ അവർ മുതിർന്നത്. ഞങ്ങളിപ്പോഴും അവരോട് സതുപദേശത്തോടെ ഗുണകാംക്ഷയോടെ ധാരാളമായി അത്തരം ആളുകൾ ഉള്ള പ്രദേശങ്ങൾ നോക്കി തന്നെ ഈ വിഷയം പഠിപ്പിക്കാൻ കൂടി ഇതേ സമയത്ത് ഞങ്ങൾ ഊർജ്ജം ചെലവഴിക്കുന്നു. അതുകൊണ്ട് പക്ഷേ ആ സംഘടനാ പക്ഷപാതികളായ ആളുകൾക്ക് ആ ചോദ്യം ന്യായമായേക്കാം. അവർക്കൊരിക്കലും ഇനി സംവാദം നടത്താൻ കഴിയില്ല, ഞങ്ങൾക്കും അറിയാം. തീരുമാനം പറയാത്തത്തോളം കാലം, അല്ലെങ്കിൽ തീരുമാനം പറയണം.
അത് അച്ചടക്കം പാലിച്ചുകൊണ്ട് ഐഡിയോളജിക്കൽ ഡിസിപ്ലിൻ എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുന്ന പണിയൊന്നുമല്ല എന്ന് ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ പക്ഷേ ആ ഒരു 3 അക്ഷരം പോയി എന്ന കാരണത്താൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ കാലം കഴിഞ്ഞു. ഒരു ആദർശ പ്രതിസന്ധിയിലാണ്. അവർക്ക് തൗഹീദ് പറയാൻ അധികാരമില്ല, അവകാശമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയായിപ്പോയി. മാത്രമല്ല ഈ 2-3-4 കൊല്ലങ്ങളിൽ എവിടെയൊക്കെ ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സ്ഥാപിക്കാൻ ഇത്തരം മുസ്ലിയാക്കന്മാർ രംഗത്ത് വന്നുവോ അവിടെയെല്ലാം മറുപടിയുമായി ഇറങ്ങി തിരിച്ചതും ഈ കൂട്ടായ്മ തന്നെയായിരുന്നുവെന്നത് എല്ലാവർക്കും അറിയാം. എവിടൊക്കെ ഇവർ മുജാഹിദ് പ്രസ്ഥാനത്തെ മോശമായി ചിത്രീകരിക്കാൻ ഇത്തരം മുസ്ലിയാക്കന്മാർ വന്നുവോ അവിടെയൊക്കെ മുൻകാലങ്ങൾ അതേ മാതൃകയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യം ഏറ്റെടുത്തുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കാൻ ഞങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് ഉണ്ടാവുകയും ചെയ്യും. ഈ 3-4 കൊല്ലങ്ങളിൽ നൂറുകണക്കായ മുഖാമുഖങ്ങൾ സംഘടിപ്പിച്ചതും ആ ഒരു ആദർശ രംഗത്തെ ആ ഒരു സുതാര്യത ഉണ്ടായത് കൊണ്ട് തന്നെയാണ് എന്ന് അതിലേക്ക് കൂട്ടിച്ചേർക്കുക. ഏതായിരുന്നാലും ശരി, കേവലമായ വെല്ലുവിളികളും കേവലമായ ആവേശ പ്രഭാഷണങ്ങളും കേവലമായ തക്ബീർ ധ്വനികളിലും മാത്രം ഒതുങ്ങേണ്ടതല്ല മതപ്രബോധനം എന്നത്. പറയുന്ന കാര്യങ്ങളിൽ കുറച്ചെങ്കിലും നമുക്ക് ആത്മാർത്ഥത വേണം, ഉള്ളത് പറയാൻ ശ്രമിക്കണം. എല്ലാ അന്ധവിശ്വാസങ്ങളും എല്ലാ അനാചാരങ്ങളും എല്ലാം സമുദായത്തിന് അരക്കിട്ടുറപ്പിക്കാൻ ശ്രമിക്കുകയും അതൊക്കെ കൈയോടെ പിടികൂടുമ്പോൾ തിരിച്ചു മറുപടി പറയാൻ സാധിക്കാതെ വരുമ്പോൾ തീവ്രവാദിയ ഭീകരവാദിയ IS ആണെന്നൊക്കെ പറഞ്ഞ് തൽക്കാലം കരിവാഴ്ത്തേച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ആ വക പദപ്രയോഗങ്ങളൊന്നും ആ വക പേരുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാശി തീർക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ട പദങ്ങളല്ല. തീവ്രവാദ മുസ്ലിങ്ങൾ പരസ്പരം ആരോപിക്കേണ്ടതല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അതെടുത്ത് ചളിവാരി എറിയേണ്ടവരല്ല മുസ്ലിം സമുദായം. ആ രംഗത്തൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. അവിടെ എല്ലാ മുസ്ലിമീങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. ഈ രാജ്യത്തെ സമാധാനം തകർക്കാൻ ശ്രമിക്കുമ്പോൾ, ഈ രാജ്യത്ത് തീവ്രവാദം വളർത്താൻ ശ്രമിക്കുമ്പോൾ ഇതാ അവനാണ് തീവ്രവാദി ഇവനാണ് തീവ്രവാദി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുകയല്ല. മുസ്ലിമീങ്ങൾ ഒറ്റക്കെട്ടായി എന്ന് ഇസ്ലാം തീവ്രവാദവുമായി ഒരു ബന്ധവുമില്ലെന്ന് പഠിപ്പിക്കേണ്ടവരാ മുസ്ലിങ്ങൾ. അതേസമയം ആദർശരംഗത്തെ വിയോജിപ്പുകൾ, ആദർശരംഗത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. ഒന്നിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ആയത്തും ഹദീസും വെച്ചുകൊണ്ട് പ്രമാണമടിസ്ഥാനമാക്കി ചർച്ച ചെയ്തുകൊണ്ട് അത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അതാവാം. അതിനാണല്ലോ സംവാദങ്ങൾ, അതിനാണല്ലോ വാദപ്രതിവാദങ്ങൾ, അതിനാണല്ലോ മുഖാമുഖങ്ങൾ. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രതീക്ഷിക്കാം ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇത് ഏറ്റെടുക്കുമെന്ന്. അദ്ദേഹം ഏറ്റെടുക്കുവോളം ഇൻഷാ അല്ലാഹ് ഈ വെല്ലുവിളി തുടർന്നുകൊണ്ടേയിരിക്കും. മുജാഹിദുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കാണുന്ന എല്ലാ ഫൈസിമാരും ചോദിക്കുക, നിങ്ങളുടെ നേതാവ് ഹമീദ് ഫൈസി എവിടെ? അയാൾ പട്ടിക്കാട് നിന്ന് വെല്ലുവിളിച്ചിട്ട് അതേ പട്ടിക്കാട് പോയി ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ ചോദിക്കണം. അത് വാട്സപ്പിൽ പോകട്ടെ, സോഷ്യൽ മീഡിയകളിൽ പോകട്ടെ, ചോദിക്കട്ടെ. ഹമീദ് ഫൈസി വരട്ടെ, ഒന്ന് മാറ്റിവെക്കാമല്ലോ. ഇവിടെ ഏതാണ് ഹക്കെന്ന് ഏതാണ് ബാത്തിലെന്ന്, ആരുടേത് ശരിയെന്ന് ആരുടേത് അബദ്ധമെന്ന് നമുക്കിവിടെ മാറ്റിവെക്കാമല്ലോ. ആ അവസരത്തിന് നമുക്ക് കാത്തിരിക്കാം. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എവിടെങ്കിലും പല വാക്കുകളും അധികമായി പോയെങ്കിൽ ക്ഷമിക്കുക. വിഷയം ഗൗരവമായതുകൊണ്ടും ആ നിലയ്ക്കുള്ള ഗൗരവമേറിയ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് കൊണ്ടും മാത്രമാണ് ഒരൽപ്പം ഗൗരവമായി തന്നെ പറഞ്ഞത് എന്ന് നിങ്ങൾ ഉൾക്കൊള്ളുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു തആല തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഈ നാട്ടിലെ ശബ്ദം ശ്രദ്ധിച്ച നല്ലവരായ നാട്ടുകാർ വിശദമായി കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കണേ എന്നേ സൂചിപ്പിക്കാനുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ പീസ് റേഡിയോ ഏറ്റവും നല്ല മാർഗമാണ്, നേർവഴി പ്രഭാഷണം ഏറ്റവും നല്ല മാർഗമാണ്. പെരിന്തൽമണ്ണയിൽ നമ്മളുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ, പള്ളികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊക്കെ നിങ്ങൾ ദീനിൻ്റെ വിഷയങ്ങൾ കൂടുതലായി പഠിക്കാൻ സമയം കണ്ടെത്തുക. പക്ഷപാതിത്വങ്ങൾ മാറ്റിവെച്ച് ആത്മാർത്ഥമായി കാര്യങ്ങളെ പഠിക്കാൻ തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.